അത് ജെനുവിൻലി ഫുട്ബോളേഴ്സിന് അത്രയും ഹെൽപ്പ് ചെയ്തൊരു സംഗതിയായിരുന്നു വിഷൻ ഇന്ത്യ. കാരണം അതിന് ശേഷം അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇതുവരെ നമ്മുടെ നാട്ടിൽ ഒരു സ്പോർട്സിലും വന്നിട്ടില്ല. ഞാൻ ഫുട്ബോൾ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്തെങ്കിലും വികസനത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിർത്തിയിൽ യുദ്ധം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അർജന്റീന വരുന്നത്. സത്യങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ഒരു പ്ലെയറാണ് ആഷിഖ്. ഞാൻ പയ്യനാട് ഗ്രൗണ്ടിൽ എൻ്റെ അത്ര വലുപ്പത്തിലായിരുന്നു പുല്ല്. ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഒരൊറ്റ മലയാളി പ്ലെയറും ബ്ലാസ്റ്റേഴ്സിലോട്ട് വാന്ന് പറഞ്ഞിട്ടില്ല. 13 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ കോച്ച് വരുന്നത്. ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു നമ്മളൊരു വർഷത്തേക്ക് തന്നെ ട്രെയിനിങ്ങിന് സ്പെയിനിലോട്ട് വിടാം. അന്ന് ഞാനവിടെ ചെന്ന സമയത്ത് അവിടുത്തെ ബി ടീമിൽ റോഡ്രി ഒക്കെ ഉണ്ട്. നമ്മളെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്ന റോഡ്രി അന്ന് അവിടെ ബി ടീമിലാണ് വിലാറലിൻ്റെ. ലോങ് ഫ്ലൈറ്റിൽ നാഷണൽ ടീമിൽ പോയിട്ട് ഒരു ദിവസം പോലും ട്രെയിൻ ചെയ്യാതെ നാളെ കളിക്കാൻ ഇറങ്ങുകയാണെന്ന്. അത് എപ്പോഴാണ് ഞങ്ങൾ വന്ന് കാണുന്നത്? 2 ദിവസത്തെ ട്രെയിനിങ് കജാക്കിസ്ഥാനിൽ ചെയ്തിട്ട് വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ന്യൂസ് അത്. അരീക്കോട് ഗ്രൗണ്ട് ഉണ്ട്, വലിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എത്രയോ ക്രോർസ് മുടക്കി വന്ന ഗ്രൗണ്ടാണ്. പണ്ടതൊരു ഗ്രൗണ്ട് ആയിരുന്നു. ഐ മീൻ മണ്ണാണെങ്കിൽ മണ്ണ്, ആ നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ആയിരുന്നു. ഇപ്പോൾ കളിക്കാനും പറ്റില്ല. നമുക്കൊരു DNA ഡിസഡ്വാൻറ്റേജ് ഉണ്ട് തോന്നുന്നുണ്ടോ? ആദ്യം ആഷിഖ് പറഞ്ഞു 1 മണിക്കൂർ തന്നെ പറയാനുള്ള കണ്ടന്റ് ഉണ്ടാവും എന്നറിയില്ല. ഇതിപ്പോൾ 2 മണിക്കൂറായിട്ട് ആഷിഖിന് പറഞ്ഞു തീർന്നിട്ടില്ല. അതൊക്കെ മനസ്സിലായി. മിക്കവാറും നമുക്കൊരു പാട്ട് വയ്ക്കേണ്ടി വരും. ലിസണേഴ്സ്, വെൽക്കം ടു RC പോഡ്കാസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഫുട്ബോൾ റിലേറ്റഡ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അനസ്കനെ കൂടെ. നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടിയിരുന്ന ഒരു പക്ഷേ ആ എപ്പിസോഡായിരിക്കും അല്ലേ? അന്ന് കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളോട് പറഞ്ഞതായിരുന്നു ആഷിഖ് തന്നെ കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആഷിഖിനെ കോൺടാക്ട് ചെയ്ത് ആഷിഖ് വന്നു. വെൽക്കം. കുറേ ദിവസം കുറിച്ച് വെയിറ്റ് കിട്ടാൻ വലിയ വിസയായി. അങ്ങനെ നല്ല തിരക്കുന്നു ഇന്ത്യൻ ടീമിൻ്റെ ക്യാമ്പും ടീമിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലോട്ട് ഇങ്ങോട്ട് വന്നു, ബാംഗ്ലൂരിലോട്ട്. അപ്പോൾ ആഷിഖ് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം എന്താ, എല്ലാം പഴയ വിശേഷം തന്നെ. മാറ്റങ്ങളൊന്നുമില്ല, ആദ്യത്തെ പോലെ തന്നെ. അനസ്ക പറഞ്ഞതിന് ഞങ്ങളിങ്ങനെ ചോദിക്കാൻ നമുക്ക് ഏത് ഫുട്ബോളിനെ അടുത്ത് കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പോൾ അനസ്ക പറഞ്ഞതാണ് നിങ്ങൾ ആഷിഖിനെ ധൈര്യമായിട്ട് കൊണ്ടുവന്നോ. സത്യങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ഒരു പ്ലെയറാണ് ആഷിഖ്. ഞാനിങ്ങനെ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു സപ്പോർട്ട് തരുന്ന ആളാണ് അൻസിക. അത് ഞാൻ എന്നോടുള്ളൊരു ബന്ധം കൊണ്ട് മാത്രമല്ല, കാര്യങ്ങൾ ഒരു പേടിയില്ലാണ്ട് പറയും എന്നുള്ളൊരു എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ് മൂപ്പര്. ഞാൻ എന്ത് പറഞ്ഞാലും ഞാനത് പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആൾ തന്നെ എന്നോട് പറയും. ആ പറഞ്ഞത് പിന്നെ ശരിയല്ലെന്നല്ല, അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരും. പക്ഷേ ഞാൻ പറഞ്ഞത് കാര്യമാണെങ്കിൽ ആ കാര്യം എന്ത് കാര്യമാണെങ്കിലും കൂടെ നിൽക്കും. പുള്ളിക്കാരൻ ഒരു മെൻറ്റർ പോലെയാണ് എപ്പോഴും. യെസ്. ഇപ്പോഴും തൊട്ടല്ല, ഞാൻ ഫുട്ബോൾ കരിയർ തുടങ്ങി അന്ന് തൊട്ട് ആള് എൻ്റെ കരിയറിൽ വലിയൊരു റോൾ ആൾക്കുണ്ട്. കളി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വലിയ റോൾ മൂപ്പരിക്കുണ്ട്. ആഷിഖിന് ഇതുപോലെ വേറെ ഏത് മെൻറ്റേഴ്സ് ഉള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനും ക്ലബ്ബിൽ എവിടെയാണെങ്കിലും? നസ്ക പോലത്തെ ഒരു പ്ലെയർ? അൻസിക പോലെ അങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഞാൻ ഫുട്ബോളിലോട്ട് വന്ന സമയത്തുള്ള കുറച്ച് ആൾക്കാരൊരു കറക്റ്റ് ഒരു ലൈനായിട്ടാണ്. കാരണം ഒരാളെന്ന് ഒരാൾ അങ്ങനെയാണ് പറയുകയാണെങ്കിൽ വലിയ സ്റ്റോറി ആയിരിക്കും. ചുരുക്കി പറയാം, ഞാൻ UP സ്കൂളിൽ പാണക്കാട് UP സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഫുട്ബോളിനോട്ടുള്ള ഒരു താല്പര്യം. നാട്ടിൽ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, വൈകിട്ട് ഫുട്ബോൾ കളി മാത്രം. അപ്പോൾ അങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മളെ UP സ്കൂളിൽ ഒരു PT സാർ ഉണ്ടായിരുന്നു, റഫീഖ് സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആള് സ്കൂളിലൊരു ടൂർണമെൻറ്റ് എപ്പോഴും വെക്കും, ക്ലാസ്സുകാർ തമ്മിൽ. ചിലപ്പോൾ എല്ലാ സ്കൂളിലും ഉണ്ടാവില്ല, ഞാനൊക്കെ പഠിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ ഉണ്ടാവും. ക്ലാസ് തമ്മിലുള്ളൊരു ഫുട്ബോൾ മാച്ച് വൈകിട്ട് ലാസ്റ്റ് പീരീഡ് മാത്രം ഒഴിവായിരിക്കും, അന്ന് മാച്ച് ഉണ്ടാവും. അപ്പോൾ നല്ല രസമാണ് അത്, കാരണം എല്ലാ കുട്ടികളും ഉണ്ടാവും. പിന്നെ എൻ്റെ ഇടയിൽ സ്കൂളിലെ ഗ്രൗണ്ടിൽ നമ്മൾ ക്ലാസ്സിലെ കുട്ടികളോട് വേറെ ക്ലാസ്സിനോട് കളിക്കുമ്പോൾ അതൊരു ശരിക്കൊരു എല്ലാവരും കാണാം, വേറെ ഒരു രസമാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ സമയത്ത് നമുക്കവിടെ ജസ്റ്റ് സ്കൂളിൻ്റെ എന്തെങ്കിലും ടൂർണമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആൾക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ PT സാറിന്. ഫുട്ബോൾ ആണെങ്കിലും ഏത് സ്പോർട്സ് ആണെങ്കിലും ആൾ മാക്സിമം കുട്ടികളെ എങ്ങനെയൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ അത് മാക്സിമം ആൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തിന് നമ്മൾ കളിക്കുന്ന സമയത്തിന് ആളിങ്ങനെ പറഞ്ഞുതരും. പിന്നെ എവിടെയെങ്കിലും ഇങ്ങനെ അക്കാഡമിയൊക്കെ പോയി കയറണം, പിന്നെ കരിയർ ഉഷാറാവും, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ വിഷൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഇയർ നോക്കുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. 28 വയസ്സില്ല. അന്ന് വിഷൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള, കുട്ടികൾക്ക് അക്കാഡമി ലെവലിൽ ഫുട്ബോൾ പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഒരു ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് ഫ്രീ, അതുപോലെ കിറ്റ്, ബൂട്ട് കാര്യങ്ങൾ. അന്നൊന്നും ഫാമിലി അത്ര സ്റ്റേബിൾ അല്ല ഫിനാൻഷ്യലി.
അപ്പോൾ ഇത് എല്ലാം കേട്ടപ്പോൾ നമുക്ക് കിറ്റ് ബൂട്ട് കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അതുവരെ നമ്മളൊരു ബൂട്ട് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടില്ല ആ സമയം വരെ. അപ്പോൾ ഈ റഫീഖ് സാർ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആളെ കയ്യിൽ ഒരു സ്പ്ലെൻഡർ ബൈക്കായിരുന്നു. അപ്പോൾ നമ്മളെ 3 കുട്ടികളെ ക്യാമ്പിൽ മൂപ്പർക്ക് നന്നായിട്ട് തോന്നിയ 3 കുട്ടികളായിരിക്കാം. ആളെ പിറകിൽ ഞങ്ങൾ 3 പേരും ആ ബൈക്കിൽ അങ്ങനെ സെലക്ഷനും ഉണ്ട്. കൂട്ടിലങ്ങാടി ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ സെലക്ഷൻ കിട്ടി. ആ സെലക്ഷൻ അവിടുന്ന് കിട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു സെലക്ഷൻ ഇവിടെ ഉണ്ട്. ആ സെലക്ഷന് കോട്ടപ്പടി ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. അവിടുന്ന് കിട്ടി ഞങ്ങൾക്ക് 3 പേർക്കും. അവിടുന്ന് പറഞ്ഞു ഒരു സെലക്ഷൻ ഇവിടെ ഉണ്ട്. അങ്ങനെ എനിക്ക് ഒന്ന് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. കോഴിക്കോട് മലപ്പുറത്ത് ഇവിടെ വെച്ചിട്ടായിരുന്നു. അത് ആ സെലക്ഷൻ കൂടി ആയതുകൊണ്ട് പിന്നീട് അവരെ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടി. അത് എത്ര 30-35 കുട്ടികളെ മലപ്പുറത്ത് നിന്ന് ഓരോ സെൻറ്ററായിരുന്നു. മലപ്പുറത്ത് 1, മഞ്ചേരി 1, അങ്ങനെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടായിരുന്നേ. അതിന് ശേഷം അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇതുവരെ നമ്മുടെ നാട്ടിൽ ഒരു സ്പോർട്സിലും വന്നിട്ടില്ല. ഞാൻ ഫുട്ബോൾ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഏത് സ്പോർട്സിലാണെങ്കിലും ആ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അന്ന് ഇപ്പം ഞാൻ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പോൾ ഒരു 10-15 വർഷം കഴിഞ്ഞു കാണുമല്ലോ. അതിനുശേഷം ഇതുവരെ അങ്ങനെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു രീതിയിൽ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം അത് ജെനുവിൻലി ഫുട്ബോളേഴ്സിന് അത്രയും ഹെൽപ്പ് ചെയ്തൊരു സംഗതിയായിരുന്നു വിഷൻ ഇന്ത്യ. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ആഴ്ചയിൽ 5 ദിവസം ക്യാമ്പ്, ആ നാട്ടിൽ അത്യാവശ്യം നല്ല കോച്ചിനെ വെച്ചിട്ട്, ഇതിന് പുറമെ നമുക്ക് കിറ്റ്, ജേഴ്സി, ബൂട്ട്, അതിന് പുറമെ ഈ എല്ലാ ഡിസ്ട്രിക്റ്റിലും സെൻറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഈ സെൻറ്റേഴ്സ് തമ്മിൽ മാച്ച്, നല്ല ഒരു സ്റ്റാൻഡേർഡ് പ്രൊജക്റ്റ് ആയിരുന്നു. കാരണം ആ മാച്ചൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ ഡിസ്ട്രിക്റ്റിലുള്ള സെൻറ്റേഴ്സായിട്ട് നമ്മൾ മാച്ച് കളിക്കും. അതിന് ജയിക്കുന്നവർ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഓരോ സെൻറ്റർ വന്നിട്ട് അവർ തമ്മിൽ മാച്ച്. ഇതെല്ലാം ഈ വിഷൻ ഇന്ത്യൻ്റെ അണ്ടറിലുള്ള ടീം എല്ലാം ഒരേ ഏജ് കാറ്റഗറി 97, 98 ഏജ് കാറ്റഗറിയായിരുന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇയർ ആ ക്യാമ്പ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിസ്ട്രിക്ട് ടീമിൽ, സ്റ്റേറ്റ് ടീമിലൊക്കെ പകുതിയിലേറെ കുട്ടികളും ഈ വിഷൻ ഇന്ത്യയിലെ കുട്ടികൾ തന്നെ ആയിരുന്നു. ഈ അക്കാഡമിയിലെ കുട്ടികൾ തന്നെ ആയിരുന്നു. ഒരു Under 13, Under 14 വരുന്ന സമയത്ത് കളിച്ചിരുന്നത്. നല്ലൊരു ഉപകാരം ചെയ്തൊരു സംഗതിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു. അതിന് ശേഷം അങ്ങനെ ഒരു ഏത് സ്പോർട്സിലും കുട്ടികൾക്ക് വളർത്തിയെടുക്കുക എന്നുള്ള അങ്ങനെ ഒരു സംഗതി ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ. അതിന് ശേഷം അപ്പോൾ അങ്ങനെ അതിന് പോയി വിഷൻ ഇന്ത്യയിൽ കിട്ടി. ഞാൻ സ്റ്റാർട്ട് ചെയ്തു അക്കാഡമി കരിയർ സ്റ്റാർട്ട് ചെയ്തു. അന്ന് സാജിറുദ്ദീൻ സാറാണ്, മലപ്പുറത്തുള്ള ആളായിരുന്നു കോച്ച്. ഇങ്ങനെ 2 വർഷം അണ്ടറിൽ നിന്നു. 2-3 വർഷം നിന്നു. അതിന് ശേഷം ആണ് ഞാൻ ഈ അക്കാഡമിയിലെ കുട്ടികൾ തന്നെ പറഞ്ഞിട്ട് നമ്മളെ സ്പോർട്സ് കൗൺസിലിൻ്റെ അണ്ടറിൽ, കേരള ഗവൺമെൻറ്റിൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെ അണ്ടറിൽ അങ്ങനെ സ്പോർട്സ് ഹോസ്റ്റൽസ് ഉണ്ട്. എല്ലാ സ്പോർട്സും, ഏത് വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ് എല്ലാത്തിനും ഉണ്ട്. സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഠിത്തം, ഹോസ്റ്റൽ, ഫുഡ് കാര്യങ്ങൾ, സ്കൂളിലെ ഫീസ് കാര്യങ്ങളെല്ലാം അവർ നോക്കും. അതിന് പുറമെ ഒരുപാട് മാച്ചസ് കളിക്കുക, നല്ല ടീമിൽ കളിക്കുക എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഒരു താല്പര്യം തോന്നിയിട്ട് അതിൻ്റെ ട്രയൽസിന് പോയി. അപ്പോൾ അതിൻ്റെ ട്രയൽസിന് പോയപ്പോൾ അത് കിട്ടി. ഞാൻ അങ്ങനെ അവിടെ ചേർന്നു. MSPയിലായിരുന്നു. അങ്ങനെ ഞാൻ 2 വർഷം 8ാം ക്ലാസ്സിലാണ് ചേർന്നത്. 8, 9, 10 +1 സ്റ്റാർട്ടിങ് വരെ MSPയിലായിരുന്നു. നമ്മളൊരു സുബ്രത കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അന്ന് സുപ്രതോ ബ്രസീലിനായിട്ടൊക്കെ അതിന് മുന്നത്തെ ഇയർ ഞങ്ങൾ ഫൈനലിലെത്തിയിരുന്നു. അന്ന് ഡൈനാമോ കിവി പറഞ്ഞാൽ നമ്മളെ യൂറോപ്പിലെ ഒരു ക്ലബ്ബ്, അവർ ഉക്രൈനിലെ അവർക്കെതിരെ നമ്മൾ ഫൈനൽ കളിച്ച. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മളെ ഡിസ്ട്രിക്ട് ടീമിൻ്റെ ട്രയൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി ഇറങ്ങി, അത് കിട്ടി. അവിടുന്ന് സ്റ്റേറ്റ് ടീമിൽ കേരള ടീമിൻ്റെ ഇതിൽ കിട്ടി. അപ്പോൾ അതിൻ്റെ മാച്ചസ് ജാർഖണ്ഡിലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി. മാച്ചസ് ഓൾമോസ്റ്റ് ലാസ്റ്റ് മാച്ചിലായി നമ്മൾ ഫൈനലിലെത്തി തോന്നുന്നു. ആ സമയത്ത് ഫസ്റ്റ് ടൈം എന്തോ കേരള ടീം. അപ്പോൾ അവിടുത്തെ ഒരു അക്കാഡമിയുടെ അണ്ടറിൽ ഉള്ളൊരു ഗ്രൗണ്ടിലായിരുന്നു മാച്ചസ് ഉണ്ടായിരുന്നത്. സെയിൽ അക്കാഡമി എന്ന് പറയും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെയിൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റീൽ കമ്പനിയുണ്ട്, അതിൻ്റെ അക്കാഡമിയാണ്. അപ്പോൾ അത് ചെയ്ത സമയത്ത്, അവിടെ കളിച്ച സമയത്ത് അവിടുത്തെ കോച്ച് കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ ടീമിൽ നിന്ന് 2-3 പേരെ വിളിച്ചു, അവിടുത്തെ അക്കാഡമിയിലോട്ട് വരാൻ താല്പര്യം ഉണ്ടോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ലാത്തൊരു അക്കാഡമി. ഇപ്പോൾ കരുതി പോവാം, എന്തായാലും ഇറങ്ങി ഫുട്ബോളിലോട്ട്. ഇനിയിപ്പോൾ എന്തായാലും നാട്ടിൽ പോയി പഠിക്കുക, അങ്ങനെ ഒരു ചിന്തയില്ല മനസ്സിൽ. ആ സമയം എനിക്കൊന്ന് ഞാൻ +1 തന്നെ. അങ്ങനെ അവിടെ പോയി.
അവിടെ പോയി ഇറങ്ങി ഒരു 4 മാസമൊക്കെ നിന്നു. ട്രെയിനിങ് എല്ലാം ഉണ്ട്, ഒന്നിനും കുഴപ്പമില്ല, ട്രെയിനിങ് റൂമെല്ലാം ഉണ്ട്. പക്ഷെ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര മോശമായിരുന്നു. ഫണ്ട് ഇല്ലായിട്ടോ ഫണ്ട് വന്നത് ആരെങ്കിലും എടുത്തിട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും ഫുഡ് ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റ് ഫുഡായിരുന്നു, അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും ഒരു ഇത് വന്നപ്പോൾ ഇവിടുന്ന് എങ്ങനെയും പോകണം എന്നുള്ളൊരു മൈൻഡായി. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ഡൽഹിയിലുള്ള ഒരു സെക്കൻഡ് ഡിവിഷൻ ഐ ലീഗ് കളിക്കുന്ന ടീമിൻ്റെ ഒരു ഫോറിൻ കോച്ച് ഉണ്ടായിരുന്നു. ആൾ ജസ്റ്റ് ഒരു 2 വീക്ക് നമുക്ക് ട്രെയിനിങ് തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരുടെ ടീമിന് അണ്ടർ-19 ഐ ലീഗ് നടക്കുന്നുണ്ട്, അവർ അണ്ടർ-19 ഐ ലീഗ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളവിടെ ഉള്ളൊരു 4 പ്ലേയേഴ്സിനോട് നമുക്ക് അണ്ടർ-19 ഐ ലീഗ് ടീമിലോട്ട് കളിക്കാനെങ്കിൽ വരാമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നമ്മൾ അണ്ടർ-19 ഐ ലീഗ് അല്ലേ, നല്ലൊരു ഓപ്ഷനാണല്ലോ, പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ 4 പേര് പോയി. അപ്പം അന്നെൻ്റെ കൂടെ ഒരു അരീക്കോടുള്ള റാഷിദ് എന്ന് പറഞ്ഞൊരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെ പോയിട്ട് ഒരു മാസം കൊണ്ട് അണ്ടർ-19 ഐ ലീഗ് കഴിഞ്ഞു. എനിക്ക് തിരിച്ച് ജാർഖണ്ഡിലോട്ട് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാൻ ഈ 10ലും +1ലും കളിക്കുന്ന സമയത്ത് നാട്ടിൽ നന്നായിട്ട് സെവൻസ് കളിച്ചിരുന്നു. അത് ഞാൻ കളിച്ചിരുന്നത് ബാബുക്ക എന്ന് പറഞ്ഞ സ്കൈ ബ്ലൂ കിടപ്പുണ്ട്. ആൾ ഓരോ വർഷം ഓരോ ടീമാണ്. നമ്മൾ ആരെൻ്റെ കീപ്പർ തളർന്നിട്ടുള്ള നിങ്ങൾ ഉദ്ദേശിച്ച ബാബുക്കാണെന്ന് അറിയില്ല. സുഡാനി ഫ്രം നൈജീരിയയിലുള്ള അതിൽ സ്റ്റോറി പറയുന്നതാണ്, അതിൽ കാറിൽ വന്നിരിക്കുന്ന ഒരു ആ ബാബുക്കന്നെ അതെ. അപ്പോൾ അണ്ടറിൽ ഞാൻ ഒരുപാട് സെവൻസ് കളിച്ചിരുന്നു 2 വർഷം. അപ്പോൾ ആളെനിക്ക് കുഴപ്പമില്ലാത്ത പൈസ തരും. ഞാൻ ചിലപ്പോൾ ഇനി കളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിലും ആളെന്നെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് ആൾക്ക് എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ അറിയായിരുന്നു ആ സമയത്ത് ബാബുക്കാക്ക്. അപ്പോൾ എന്നെ അഖിലേന്ത്യ കളിക്കാം. അപ്പോൾ എനിക്ക് അന്ന് ആഷിഖ് ഉസ്മാൻ പിന്നെ ഇവരെല്ലാവരും ആളെ ടീമിൽ തന്നെ കളിച്ചിരുന്നത്. അപ്പോൾ കുറേ പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിലും എന്നെ വിളിച്ചിട്ട് ബെഞ്ചിൽ ഇരുത്തിയിട്ട് 1000 രൂപയെങ്കിൽ 1000 രൂപ എനിക്ക് തരും. അപ്പോൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആളെ വിളിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് എന്തായാലും ജാർഖണ്ഡ് പോകാൻ താല്പര്യമില്ല, അപ്പോൾ പൈസയും വേണം, കയ്യിൽ പൈസയില്ല. അപ്പോൾ ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നോക്കാം, ഞാൻ നാട്ടിൽ വന്ന് സെവൻസ് ഇങ്ങനെ കളിക്കാൻ നാട്ടിൽ വരുന്നുണ്ട്, നിങ്ങൾ കുറച്ച് മാച്ചസും കാര്യങ്ങളും എനിക്ക് റെഡിയാക്കി തരണം, കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഓക്കെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ തിരിച്ച് നാട്ടിലോട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ മുമ്പ് ഈ കൂടെയുള്ള റാഷിനോട് ഞാൻ ചോദിച്ചു, ടിക്കറ്റ് എടുക്കണ്ടേ നാട്ടിലോട്ട്? അപ്പോൾ ഞാൻ നാട്ടിലോട്ടല്ല, ഞാൻ പൂനെക്കാണ്. പൂനെയിൽ പൂനെ FC എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, ഐ ലീഗ് കളിക്കുന്നത്. അവർക്കൊരു അക്കാഡമി ഉണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഇന്ത്യയിൽ. വൺ ഓഫ് ദ ബെസ്റ്റ് അല്ല, ബെസ്റ്റ്, ഇന്ത്യയിലെ ബെസ്റ്റാണ്. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് കരിയർ എന്തായാലും സെറ്റാകുന്ന ഉറപ്പാണ്. അപ്പോൾ അവൻ്റെ നാട്ടിലെ ഏതോ ഒരു പ്ലെയർ എങ്ങനെയോ ആൾക്ക് അവിടെ ട്രയൽസ് ഓക്കെയാണ്, ട്രയൽസിന് പോകാമെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, എങ്ങനെയും ഇതിൻ്റെ ട്രയൽസിന് പോയാലോ, കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുമല്ലോ. പക്ഷെ ആരെ കോൺടാക്ട് ചെയ്തിട്ട് പോകാന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അനസ്ക പൂനെ FCയുടെ ക്യാപ്റ്റനാണ് ആ സമയത്ത്. അന്ന് എനിക്ക് അനസ്കനെ പരിചയമില്ല. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് ട്രെയിൻ ബുക്ക് ചെയ്തു. അതിൽ തന്നെ ഉണ്ട് ബാബുക്ക തിരിച്ച് വിളിക്കുന്നത്. ഒരു 10 മിനിറ്റ് ഞാൻ ബുക്ക് ചെയ്ത്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ എന്നെ ബാബുക്ക തിരിച്ച് വിളിച്ചു. എന്നോട് പറഞ്ഞു, എന്താ പരിപാടി, നാട്ടിൽ വന്ന് സെവൻസ് കളിച്ചിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പരിപാടി, ഒരു പരിപാടിയില്ല, സെവൻസ് കളിക്കണം, പിന്നെ നോക്കണം, ക്ലാസ് സ്കൂളിൽ എന്തെങ്കിലും നോക്കണം. എന്നോട് പറഞ്ഞു ഒരു 5 മിനിറ്റ്, ഞാൻ അപ്പോൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അനസിനെ വെച്ച് പരിചയമുണ്ട്. എനിക്ക് അനസിക്കാൻ അറിയാം, അന്ന് അനസിക്കാക്ക് എന്നെ അറിയില്ല. ഞാൻ അനസിനായിട്ട് പരിചയമുണ്ട്, അപ്പോൾ ഞാൻ അനസിനെ വിളിച്ചിട്ടുണ്ട്, പിന്നെ നിനക്ക് അവിടെ ഒരു ട്രയൽ റെഡി ആക്കിയിട്ടുണ്ട്. അവർ നല്ലൊരു അക്കാഡമി ഉണ്ട് അവിടെ, പൂനെ FCയുടെ അക്കാഡമി അടിപൊളിയാണ്. ഞാൻ ഒരു 5 മിനിറ്റ് മുന്നേ എൻ്റെ അടുത്ത് കേട്ടതുള്ളൂ. പിന്നെ ബാബുക്ക് എന്നെ വിളിച്ചിട്ട് ഇതാ പറയുന്നത്, അത് ഇന്ത്യയിലെ ബെസ്റ്റ് അക്കാഡമിയാണ്. അപ്പോൾ ഞാൻ അനസിനെ വിളിച്ച് ട്രയൽ റെഡി ആക്കിയിട്ടുണ്ട്, ഈ നാട്ടിലോട്ട് വരണ്ട, ട്രെയിന് നേരെ അങ്ങോട്ട് എടുത്തോ, നേരെ അങ്ങോട്ട് പൊക്കോ, എന്നിട്ട് അൻസിഖാൻ്റെ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നു, അൻസിഖാനെ വിളിച്ചാൽ മതി അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക, വളരെ ദൈവദൂതനെ പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു നിമിത്തം പോലെ ആൾ കയറി വന്നതാണ്, ഇങ്ങോട്ട് കയറി വന്നതാണ്. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ആളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ എനിക്ക് അതിന് പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനെ മുഖേന എങ്ങനെയാണെന്നറിയില്ല, ആ കാര്യം ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. എത്ര വയസ്സ്? 2014 14 എനിക്ക് കറക്റ്റ് അറിയില്ല, ഒരു 17 വയസ്സൊക്കെ ആയിരിക്കും എനിക്ക്. അപ്പോൾ ഞാനും അവൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി. അതൊരു പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, കേട്ടിട്ടും ജസ്റ്റ് ടി വിയിൽ കുറച്ച് മാച്ചസ് കണ്ടിട്ടും ഉള്ള കാര്യങ്ങൾ അറിയുള്ളൂ. ഇന്ത്യയിലെ പ്രൊഫഷണൽ ഫുട്ബോൾ എങ്ങനെയാണെന്ന് അറിയില്ല അന്ന്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി. അനസിക്ക പറഞ്ഞിരുന്നു, ഞാൻ ട്രെയിനിങ്ങിലായിരിക്കും, നിങ്ങൾ ഗ്രൗണ്ടിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അന്ന് അവർക്ക് സ്റ്റേഡിയത്തിലാണ് ട്രെയിനിങ്, പൂനെ FCയുടെ സ്റ്റേഡിയത്തിലാണ് ട്രെയിനിങ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓട്ടോ വിളിച്ച് സ്റ്റേഡിയത്തിൽ പോയി.
സ്റ്റേഡിയത്ത് എൻട്രി ചെയ്തപ്പോൾ തന്നെ പൂനെ സ്റ്റേഡിയം കാണാൻ നല്ല ഭംഗിയാണ്. ഉൾഭാഗം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം എൻട്രി ചെയ്തു, നല്ല ഗ്രീൻ പ്രോപ്പർ പിച്ച്. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കാണുന്നത്. അടുത്ത് നല്ല സ്റ്റേഡിയം, എല്ലാം ചെയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത നല്ല സ്റ്റേഡിയം. പിന്നെ അന്ന് ഇവർക്ക് അഡിഡാസ് കിറ്റാണ് ടീമിന്. അന്ന് നമ്മൾ ഈ ചെറുപ്രായത്തിൽ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വലിയ പ്ലേയേഴ്സിനെ കാണുമ്പോൾ നൈക്കി, അഡിഡാസ് അങ്ങനത്തെ ഇതിനോടൊക്കെ ഭയങ്കര ഒരു ക്രേസ് ആയിരിക്കും ഫുട്ബോളേഴ്സിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. കാരണം നമുക്കത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല, ആ ഒരു പ്രശ്നവും. പിന്നെ അത്ര ഭംഗിയുള്ള ബൂട്ടും കാര്യങ്ങളും അത്ര നല്ല ബ്രാൻഡിനെ കാണുമ്പോൾ അപ്പോൾ അന്ന് ചെന്നപ്പോൾ തന്നെ അവർ അഡിഡാസ് കിറ്റാണ് അവർക്ക്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വൈറ്റും ബ്ലാക്കും കിറ്റാണ് അവർക്ക്. പൂനെ എഫ് സിക്ക് മാത്രമുള്ളതെന്ന് ഐ ലീഗിൽ അഡിഡാസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചെന്നപ്പോൾ അവർ ഫോറിൻ കോച്ച്, 4-5 ഫോറിൻ പ്ലേയേഴ്സ്, പിന്നെ ഇവരെല്ലാവരും നല്ല പ്രൊഫഷണൽ പരമായിട്ടുള്ളൊരു ട്രെയിനിങ്ങിൽ, വെള്ളം കൊണ്ടുകൊടുക്കാൻ ആൾ. പിന്നെ ഫസ്റ്റ് ടൈം ആ ഒരു പ്രൊഫഷണലിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ വേറെ ഒരു ഫീലായിരുന്നു. പോരാത്തിന് ആ സ്റ്റേഡിയവും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ വരെ ട്രെയിനിങ് ആണ്. നല്ല ടഫ് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്തായാലും ഇനി ഫുട്ബോൾ വിടരുത്, ഇങ്ങനെ തന്നെ പോകണം എന്നുള്ള ആ ഒരു ഇതിലോട്ട്. അപ്പോഴാണ് എനിക്ക് എൻ്റെ അടുത്ത് ഒരു നാട്ടിലോട്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും നാട്ടിൽ പോകണം. പക്ഷേ അവിടെ എത്തിയ ഉടനെ ഇതെല്ലാം കണ്ടപ്പോൾ ഉറപ്പിച്ചു ഇനി എന്തായാലും നാട്ടിലോട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അൻസക വന്നു. അന്ന് ആദ്യമായിട്ട് അൻസകനെ നേരിട്ട് കാണുന്നത്. അൻസക വന്ന് അൻസകൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ അൻസക ഇങ്ങനെ കോച്ചിനെ വിളിച്ചിട്ട്, അടുത്ത അക്കാഡമിയിലെ മൂസ സാറായിരുന്നു കോച്ച്. ആൾ ഇപ്പോൾ അണ്ടർ-23 നാഷണൽ ടീമിൻ്റെ കോച്ച്, നൗഷാദ് മൂസ. ഇപ്പോൾ കളിക്കുന്ന അണ്ടർ-23 നാഷണൽ ടീം. അപ്പോൾ ആളെ വിളിച്ച കാര്യങ്ങൾ റെഡിയാക്കി വന്ന് ഞങ്ങൾ ട്രയലിന് ഇറങ്ങി. ഒരാഴ്ച ഞങ്ങൾ അവിടെ നിർത്തി ട്രയലിന്. ആൾക്ക് ഇഷ്ടമായി. ആ വർഷം തന്നെ എന്തോ ഒരു ലീഗ് നടക്കുന്നുണ്ട്, പൂനെ ലീഗ്. അതിൽ നമ്മളെ സൈൻ ചെയ്യിപ്പിച്ച് അത് കളിച്ചു. അങ്ങനെ കാര്യങ്ങൾ. ഫസ്റ്റ് ഡിവിഷൻ അവിടുത്തെ പൂനെയുടെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് പൂനെ എഫ് സിയുടെ അക്കാഡമിയാണ് കളിക്കുന്നത്. അപ്പോൾ അതിൽ കളിച്ചു കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവിടുന്ന് ആണ് കരിയർ അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. എന്നിട്ട് ഫസ്റ്റ് 11 എപ്പോഴാണ് കളിച്ചത്? ISL-ലായിരുന്നു. അന്ന് ഞാൻ ഒരു വർഷം പൂനെ എഫ് സിയുടെ അക്കാഡമിയിൽ 2 വർഷം നിന്നു. 2 വർഷം നിന്നിട്ട് രണ്ടാമത്തെ വർഷം ഞാൻ അണ്ടർ-19 ഇന്ത്യൻ ടീം കളിച്ചു. എൻ്റെ രണ്ടാമത്തെ വർഷം അത് കളിച്ച് കഴിഞ്ഞ് വന്ന് ഇപ്പോഴാണ് ഈ പൂനെ എഫ് സി നിർത്താൻ പോവായിരുന്നു ക്ലബ്ബ്. പൂനെ സിറ്റി ISL വന്നു. അന്ന് അതിൻ്റെ നെക്സ്റ്റ് ഇയർ, എൻ്റെ രണ്ടാമത്തെ ഇയറാണ് ISL വന്നത്. രണ്ടാമത്തെ ഇയറിൽ ISL വന്നു. ഞാൻ അന്ന് അവിടെ അക്കാഡമിയിൽ, പൂനെ എഫ് സി അക്കാഡമിയിലുണ്ട്. അന്ന് പൂനെ സിറ്റി ടീമും ഉണ്ട് അവിടെ. 2 ടീമായിരുന്നു പൂനെയിൽ, പൂനെ സിറ്റി ISL, പൂനെ എഫ് സി ഐ ലീഗിലായിരുന്നു. അന്ന് രണ്ടാമത്തെ ഇയറിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് സ്റ്റാൻഡിലിരുന്ന് പിന്നെ ചിയർ ചെയ്ത ആളാണ് ഞാൻ. ആർക്കും അറിയില്ല, നാട്ടിലാർക്കും അറിയുണ്ടാവില്ല. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് മാത്രമേ അറിയുണ്ടാവുള്ളൂ. പിന്നെ കാരണം അന്ന് എല്ലാവരും ഓരോ സ്റ്റേറ്റിലുള്ള ആൾക്കാരല്ലേ, അക്കാഡമിയിലുള്ള കുട്ടികൾ. ഞാൻ കേരളത്തിൽ നിന്ന് വേറെ ആരോ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഒരു സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു അവിടെ അക്കാഡമിയിൽ. ബാക്കി എല്ലാവരും ഓരോ സ്ഥലത്ത് പോയി. അന്ന് ഗോൾ കീപ്പറായിട്ട് റാഷിദ് വന്നിരുന്നില്ലേ? പുള്ളിക്കാരനെ കിട്ടിയിരുന്നോ? പൂനെ എഫ് സി അവന് ട്രയൽസ് കിട്ടിയിരുന്നു. പക്ഷേ അവൻ്റെ ഏജ് എൻ്റെ എല്ലാവരും കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഇയറിൽ അവൻ ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ഞാൻ മാത്രം. വേറെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ മലയാളി പ്ലേയേഴ്സ് വന്നു പോയിരുന്നു. നമ്മൾ അർജുൻ ജയരാജ്, ഷെയ്ൻ ഖാൻ, പിന്നെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ ഈ ISL വന്നു. ഫസ്റ്റ് ഇയർ, ISLൻ്റെ ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ എന്ന് തോന്നുന്നത്. ഫസ്റ്റ് ഓർ സെക്കൻഡ്, ഫസ്റ്റ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വികാരമുള്ള പോലെ നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ കൽക്കത്തയുള്ള കുട്ടികളുണ്ട്, പിന്നെ ചെന്നൈയുള്ള കുട്ടികളുണ്ട്, ഞാൻ. അപ്പോൾ നമ്മൾ ഓരോ ടീമിൻ്റെ മാച്ച് പൂനെ കളിക്കുമ്പോൾ, പൂനെ സിറ്റി നമ്മളെ ക്ലബ്ബല്ലല്ലോ, നമ്മൾ പൂനെ എഫ് സി ആണ്. നമ്മളവിടെ പോയിട്ട് സ്റ്റേഡിയത്തിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൽ പോയിട്ട് നമ്മളെ നാട്ടിലത്തെ ടീമിന് എല്ലാവരും ഭയങ്കര ഫൈറ്റ് ചെയ്ത്. അവിടെ പൂനെയിലുള്ള കുട്ടികളും ഉണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ഭയങ്കര ഫൈറ്റ് ചെയ്യും. അവർ പൂനെനെ സപ്പോർട്ട് ചെയ്യും, നമ്മൾ കേരളത്തിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഓരോരുത്തർ. അപ്പോൾ അങ്ങനെ ആ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പൂനെ എഫ് സിനെ വാങ്ങിക്കുന്നത്. ഒരു ബൈ ചെയ്തു പൂനെ എഫ് സിനെ. അപ്പോൾ ബൈ ചെയ്തപ്പോൾ അവർ ക്ലോസിൽ വെച്ചിരുന്നു, അക്കാഡമി പ്ലേയേഴ്സിന് എല്ലാവരെയും നമുക്ക് വേണം. നമ്മൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ എല്ലാ പ്ലേയേഴ്സിനും നമുക്ക് വേണം. അപ്പം എൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അവിടെ. അന്ന് അനസക്ക ഡൽഹി ഡൈനാമോസിൽ ഇവിടുന്ന് പോയിരുന്നു. പൂനെ സിറ്റി, പിന്നെ ആൾ ISL പോയി. ISL വന്ന സമയത്ത് ഡൽഹിയിൽ പോയി. അപ്പോൾ അന്ന് ഡൽഹിയിൽ പോയിട്ട് ആൾ അവിടെ ISL കളിക്കുന്ന സമയത്ത് ആളവിടെ സംസാരിച്ചിട്ട് എന്നെ അവിടെ സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി. ഞാൻ അവിടെ പോയി സൈൻ ചെയ്തു.
ഡൽഹി പോയി സൈൻ ചെയ്തു, മെഡിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ടീം ഇംഗ്ലണ്ടിലോട്ട് പ്രീ സീസണിന് വേണ്ടി പോകാൻ നിൽക്കുക. ആ സമയത്തുണ്ട് എനിക്ക് പൂനെ സിറ്റിയിൽ നിന്ന് കോള്, നിൻ്റെ ഇവിടെ അക്കാഡമി കോൺട്രാക്റ്റ് ഉണ്ട് ബാക്കി 1 വർഷം കൂടെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല, നീ അവിടെ കളിച്ചാൽ നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകും, അപ്പോൾ ബെറ്റർ നീ ഇവിടെ വന്ന് കളിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അൻസികായിട്ട് സംസാരിച്ചു, ഇങ്ങനെയാണ് പറയുന്നത്, എന്താ ചെയ്യുക. അപ്പോൾ ഒരിന്നോട് വന്നിട്ട് സംസാരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അൻസിക ഒന്ന് പോയി സംസാരിച്ച് നോക്കും. അങ്ങനെ ഞാൻ വന്നു സംസാരിച്ചു. അവർ പറഞ്ഞു എന്തായാലും കോൺട്രാക്റ്റ് എൻ്റെ ഇവിടെ ഉണ്ട്, എനിക്ക് പേപ്പർ കാണിച്ചു തന്നു. അപ്പം ഈ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കേസിന് പോകും, അനക്കും ബുദ്ധിമുട്ടാവും നമുക്കും ബുദ്ധിമുട്ടാവും, പക്ഷേ ഈ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ഒരു ഓഫർ തരാം, എന്നെ അക്കാഡമി നിർത്തില്ല, നമ്മൾ സീനിയർ ടീമിലോട്ട് എടുക്കാം, അന്ന് എനിക്കൊന്ന് എന്നെയും വേറെ ആൾ മാത്രം സീനിയർ ടീമിൻ്റെ കോൺട്രാക്റ്റ് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു സെയിം അല്ലേ അവിടെയും സീനിയർ ടീമിൻ്റെ കോൺട്രാക്റ്റ് ഇവിടെയും, അപ്പോൾ അവിടെ ഇങ്ങനെ അനസിക്ക് അത്രയും കഷ്ടപ്പെട്ട് അവിടെ ടീമിൽ സംസാരിച്ചതാക്കി വിളിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നമ്മളൊരു വർഷത്തേക്ക് തന്നെ ട്രെയിനിങ്ങിന് സ്പെയിനിലോട്ട് വിടാം, വില്ലാറയിലോട്ട് വിടാം 1 വർഷത്തേക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ അൻസികായിട്ട് സംസാരിച്ചു. അപ്പോൾ അൻസിക പറഞ്ഞു അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പിന്നെ ഒരു കേസിനും പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാക്കണ്ട, അവിടെ നിന്നോ ചെയ്തോ, ഇവിടുത്തെ കാര്യം സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ സംസാരിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ നിന്നു. ആ വർഷം പിന്നെ ഞാൻ നേരെ സ്പെയിനിൽ പോയി, വില്ലാറയിൽ പോയി. അവരെ സി ടീമിൽ കുറച്ച് കാലം ട്രെയിൻ ചെയ്തു. ഞാൻ 4 മാസം ഉണ്ടായിരുന്നു. 4 മാസം ശേഷം എനിക്കൊരു ഇഞ്ചുറി ആയി, നാട്ടിൽ തിരിച്ചു വന്നു, റീഹാബ് ചെയ്തു, റെഡിയായി. അതിൻ്റെ പിറ്റത്തെ തൊട്ട് യൂണിവേഴ്സിറ്റിയിൽ ISL സ്റ്റാർട്ട് ചെയ്തു. കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഇഞ്ചുറി പറ്റിയൊരു 2 മാസം ലേറെ ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലോട്ട് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നിട്ട് പിന്നെ ഞാൻ ജോയിൻ ചെയ്യണത് ഈ പൂനെ സിറ്റി ടീമിൻ്റെ ട്രെയിനിങ്ങിനാണ്. അപ്പോൾ ട്രെയിൻ ചെയ്തപ്പോൾ ഒരു അത്ര ഒരു തന്നെ സീനിയർ ടീമിൻ്റെ കൂടെ കളിപ്പിക്കാന്നുള്ള ഒരു ഇതിലല്ലായിരുന്നു, പക്ഷേ കോച്ചിൻ്റെ കണ്ടപ്പോൾ കോച്ചിനൊരു താല്പര്യം തോന്നി കളിപ്പിക്കാൻ പറ്റുന്നുള്ള, അങ്ങനെ ആള് എന്നെ അവിടെ നിർത്തി. ആഷിക്കിന് എന്ത് ചെയ്ത് താല്പര്യം തിരിച്ച് വില്ലാറിയെല്ലാം പോകണമെന്നായിരുന്നു? ആ സമയത്ത് ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. ഒന്നാമത് ഞാൻ അവിടെ ഒറ്റയ്ക്ക് തനിച്ചായിരുന്നു. ഒന്ന് എനിക്ക് 19 വയസ്സോ എന്തോ 19 വയസ്സോ എന്തോ തോന്നുന്നു. അപ്പോൾ തനിച്ച് അവിടെ സ്പെയിനിൽ ലാംഗ്വേജും അറിയില്ല, പിന്നെ വെതറും കാര്യങ്ങളും എല്ലാം ആയിട്ട് കൂടെയുള്ള ഫുൾ ഞാൻ ആലോചിക്കും അന്ന് എനിക്കൊരു 50 അങ്ങനെ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും ഈ ഒരു ഏജിലാണ് ആ ചാൻസ് കിട്ടിയത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ആ ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലായിരുന്നു എന്നുള്ള ഒരു ഇത് തോന്നുന്നു. അന്ന് ഞാൻ വലിയൊരു ചാൻസ് മിസ് ചെയ്തു, എനിക്ക് വേണമെന്നുണ്ടായിരുന്നു തിരിച്ചു പോവായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല എന്നുള്ള ആ ഒരു അവിടുത്തെ ആ ഒരു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ആ ഒരു കൾച്ചറും അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിയും വില്ലാറിയലിൽ കണ്ടതും എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്ത്? അതും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മളെ നാട്ടിലെ ഫുട്ബോളും അവിടുത്തെ ഫുട്ബോളും. കാരണം അവിടെ 5 വയസ്സ് തൊട്ട് കുട്ടികൾക്ക് എല്ലാ ക്ലബിൻ്റെ അണ്ടറിലും 5 വയസ്സ് തൊട്ട് കുട്ടികൾക്ക് 5 വയസ്സ് തൊട്ട് എല്ലാ കാറ്റഗറി ഉണ്ട്. 5, 8, 10, 14, അണ്ടർ 14, അണ്ടർ 17. പിന്നെ അവർ അണ്ടർ 17 ആകുമ്പോൾ തന്നെ ലാലിഗയും പ്രീമിയർ ലീഗും കളിക്കുന്ന കുട്ടി. ഇപ്പം നിങ്ങൾ ലാലിഗ എടുത്ത് നോക്കുകയാണെങ്കിൽ 17 വയസ്സുള്ള 17-18 വയസ്സുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാ സാറ്റർഡേയിൽ എല്ലാ ഏജ് കാറ്റഗറിക്കുള്ള കുട്ടികൾക്കും ട്രെയിനിങ് മാച്ച്, എല്ലാ ദിവസവും ട്രെയിനിങ് ഉണ്ടാകും, പക്ഷെ എല്ലാ സാറ്റർഡേ മാച്ച്. ആ മാച്ചിന് റയൽ മാഡ്രിഡിൻ്റെ അണ്ടർ 17 വരും, ബാസയുടെ അണ്ടർ 15 വരും, അങ്ങനെ എല്ലാ ലാലിഗ ടാഫെ അങ്ങനെ ലാലിഗയിൽ കളിക്കുന്ന എല്ലാ ടീമിൻ്റെ ഇവർ ഇവിടെ വരും, വില്ലാറിയലിൻ്റെ ഗ്രൗണ്ടിൽ വരും, അവർ കളിക്കും. അല്ലെങ്കിൽ ഇവർ നെക്സ്റ്റ് വീക്കിൽ അവർ ഗ്രൗണ്ടിൽ പോകും, അവിടെ കളിക്കും. 5 വയസ്സ് തൊട്ടേ കുട്ടികൾ ആ പ്രൊഫഷണലായിട്ട് അത് കാണുകയാണ്. ആ ഒരു രീതിയിലോട്ട് അവർ ആ ഒരു ഏജ് തൊട്ടേ മാറുന്നുണ്ട്. അപ്പോൾ ആഷിക്കിനെ അവിടെ ഫിറ്റിങ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിനോ ഇനീഷ്യലി? ഒന്നാമത് സ്പാനിഷ് പ്ലേയേഴ്സ് അല്ലേ അവരുടെ ഇടയിൽ പിന്നെ കളിക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് ഞാനവിടെ ചെന്ന സമയത്ത് അവിടുത്തെ ബി ടീമിൽ റോഡ്രി ഒക്കെ ഉണ്ട്, നമ്മളെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്ന റോഡ്രി അന്ന് അവിടെ ബി ടീമിലാണ് വില്ലാറിയലിൻ്റെ. അപ്പോൾ ആ ലെവൽ ആലോചിച്ച് നോക്കിയാൽ മതി. അല്ല അവിടെ എന്നിട്ട് കളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കോച്ചൊക്കെ ഹാപ്പിയായിരുന്നു? ആ ടൈമിൽ ആഷിക്ക് ഹാപ്പിയായിരുന്നു? അണ്ടർ 19 ഒക്കെ ഇതേപോലെ അല്ല, എനിക്ക് തന്നെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് കളിക്കുമ്പോൾ അവരുടെ ഇടയിൽ കളിക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, പിടിച്ചു നിൽക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ എൻ്റെ ഏജ് കുറവുള്ള കുട്ടികൾ എൻ്റെ ഫാർ ബെറ്റർ ആയിട്ട് കളിക്കുമായിരുന്നു. ഫാർ ബെറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ അണ്ടർ 15 കുട്ടികൾ തന്നെ, ഞാനെന്തോ അന്ന് 18 എന്തോ ആയിട്ടുണ്ട്, പക്ഷെ അവിടെ അണ്ടർ 15 കുട്ടികളെ മാച്ചിന് കാണാൻ പോകുമ്പോൾ അത്രയും മെച്യൂർഡ് ആയിട്ടാണ് അവർ കളിക്കുക. പിന്നെ പൊസിഷനിങ്ങും പിന്നെ അറ്റാക്കിങ്ങും ഡിഫെൻഡിങ്ങും എല്ലാം
അപ്പം തന്നെ അവർക്ക് അവരുടെ മൈൻഡിൽ പിന്നെ സ്പെയിനിൽ ഫുള്ളായിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു സ്റ്റൈലാണ്, ആ ഒരു ടിക്കി ടാക്ക സ്റ്റൈലാണ് എല്ലാ ക്ലബിലും ഉള്ളത്. എല്ലാ ക്ലബിൻ്റെ അക്കാഡമിയിലും ആ ഒരു സ്റ്റൈലാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് സ്പെയിനിനൊരു ബൈബിൾ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഫിലോസഫി ഉണ്ട്. ആ ബുക്കിനനുസരിച്ചാണ് എല്ലാ അക്കാഡമീസും അവരുടെ പ്ലേയേഴ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാറ്, ഏത് ക്ലബ്ബാണെങ്കിലും. അപ്പോൾ അവർക്ക് ആ ചെറുപ്പം തൊട്ടേ അവർക്ക് ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും. അവരെല്ലാ പൊസിഷനും കളിപ്പിക്കും കുട്ടികളാണെങ്കിൽ. അതെ. ഡിഫൻസും അറ്റാക്കും ഗോൾ കീപ്പറും. അതാണ് നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിന് മിസ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോൾ കേരളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു അക്കാദമീസിൽ പല അക്കാദമീസിലും തോന്നിയ പോലെയാണ് ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ബംഗാളിൽ അതെനിക്ക് തോന്നിയത് എന്താ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്നറിയോ? അപ്പോൾ ഞാനത് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതും ഹേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളെ നാട്ടിൽ അറിയില്ലെങ്കിലും അറിയാമെന്ന് പറഞ്ഞിട്ട് പലതും പറയും, പലതും ചെയ്യും. ഫുട്ബോളാണെങ്കിലും ഏത് സ്പോർട്സ് ആണെങ്കിലും ഇതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലെ പകുതിയിലേറെ അക്കാഡമിയിൽ പോയാലും ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എന്നാലും അവർക്ക് അറിയാത്ത കാര്യത്തിനെ കുറിച്ച് അറിയില്ല എന്ന് പറയാനും മടിയായിരിക്കും. അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറഞ്ഞുകൂടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നിങ്ങൾ എടുത്ത് നോക്കിയാണ് ഇപ്പം തന്നെ നമ്മുടെ നാട്ടിലൊരു 10,000 ഫുട്ബോൾ ഫാൻസ് പേജ് ഉണ്ട്. പേജ് യൂട്യൂബായിട്ടും പിന്നെ പേജായിട്ടും കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇതിൽ പറയുന്ന മുക്കാഭാഗം കാര്യങ്ങൾ വെറും മണ്ടത്തര. എനിക്കെൻ്റെ ചില എൻ്റെ ഇപ്പോൾ ആദ്യം ഫോൺ യൂസ് ചെയ്യില്ലായിരുന്നു. എൻ്റെ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബെല്ലാം കണ്ടിട്ട് ചില സമയത്ത് എൻ്റെ തന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരും, നിങ്ങൾ ഇന്ത്യൻ ടീമിൻ്റെ ഇത് കാര്യങ്ങൾ ഇങ്ങനെ ആയില്ല എന്ന് ചോദിക്കാം. അപ്പോൾ ഇതാ പൊന്നാരപ്പം നിങ്ങളെ മോൻ ഇന്ത്യൻ ടീമിലല്ല കളിക്കുന്നത്, നിങ്ങൾക്ക് എന്നോട് ചോദിച്ചുകൂടെ, ഞങ്ങൾക്ക് പറഞ്ഞില്ലേ, ഇതല്ല സത്യം. അത് പറഞ്ഞു കൊടുത്താലും ഇപ്പം അറിയും. പക്ഷേ പിന്നെ ഇവൻ ഇതിലിങ്ങനെയാണല്ലോ പറയുന്നത്, ഇത് മീഡിയ ഇതല്ലേ എന്ന് ചോദിക്കും എന്നോട്. ന്യൂസിൻ്റെ ആൾക്കാരല്ലേ ഇവർ എങ്ങനെ കള്ളം പറയാമെന്ന് ചോദിക്കും ഇപ്പം എന്നോട്. അപ്പോൾ അതുപോലെ പക്ഷെ പക്കാ ഫേക്ക് അല്ല, ഐ മീൻ ആളുകളെ ഒരു ഇമോഷൻ ആ പറയുന്ന ആളെ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ചിലപ്പോൾ ഫുട്ബോളിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ഇങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്ന് തോന്നും. ഇപ്പം എൻ്റെ ഉപ്പാക്ക് തോന്നിയ പോലെ നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും തോന്നും. പക്ഷെ അതല്ല സത്യം. അവിടെയുള്ള നമ്മളറിയാത്ത കാര്യമായിരിക്കും ഇവർ. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഞങ്ങൾ നാഷണൽ ടീം ഇവിടെ പോയിരുന്നു, തജിക്കിസ്ഥാന് കളിക്കാൻ പോയിരുന്നു. റീസെൻ്റ്ലി ഒരു 3 വീക്ക് മുന്നേ. അപ്പോൾ ഞങ്ങളവിടെ ഒത്തി 2 ദിവസം ട്രെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ. 2-ാം ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് റൂമിലൊന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വൈറൽ ന്യൂസിലുണ്ട്. ഒരുപാട് ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ പേജിൽ ഉള്ളത് തജാക്കിസ്ഥാനിലോട്ട് നമ്മൾ ലോങ് ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷെ ലോങ് ഫ്ലൈറ്റ് റീസൺ ഉണ്ടായിരുന്നു, അന്ന് ഫ്ലൈറ്റ് ഇല്ലായിരുന്നു തോന്നുന്നുണ്ട്. ലോങ് ഫ്ലൈറ്റിൽ നാഷണൽ ടീം പോയിട്ട് ഒരു ദിവസം പോലും ട്രെയിൻ ചെയ്യാതെ നാളെ കളിക്കാൻ ഇറങ്ങുകയാണെന്ന്. അത് എപ്പോഴാണ് ഞങ്ങൾ വന്ന് കാണുന്നത്? 2 ദിവസത്തെ ട്രെയിനിങ് കജാക്കിസ്ഥാനിൽ ചെയ്തിട്ട് വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ന്യൂസ് അത്. എന്നിട്ട് ഈ ന്യൂസിൻ്റെ അടിയിൽ ഈ ഇത് സപ്പോർട്ട് ചെയ്തിട്ടും പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, നമ്മുടെ നാട്ടിലെ അത് അങ്ങനെ നമ്മളെ നാട്ടിലെ അക്കാഡമിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വൈറലാകാൻ വേണ്ടി എന്തും ഇപ്പോൾ നമ്മളെ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ എന്തെങ്കിലും വികസനത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിർത്തിയിൽ യുദ്ധം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ, അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അർജന്റീന വരുന്നത്. ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുക, ഫുട്ബോൾ ആയിക്കോട്ടെ, സ്പോർട്സിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ അത്യാവശ്യം ഇതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന ആൾക്കാരാവുമല്ലോ, നിങ്ങൾ തന്നെ ഒരു നല്ലൊരു പ്രൊജക്റ്റ്, നല്ലൊരു കാര്യം നമ്മുടെ നാട്ടിൽ വന്നൊരു സംഗതി, എന്തെങ്കിലും ഒരു കാര്യം, 1-2 കാര്യം ഫുട്ബോൾ റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട അത്ലറ്റിക്സ് അവരെ റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ റിലേറ്റഡ് ആയിക്കോട്ടെ, ബാസ്കറ്റ് ബോൾ ആയിക്കോട്ടെ, കായികപരമായിട്ട് എന്തും ആയിക്കോട്ടെ, നല്ലൊരു പ്രൊജക്റ്റ്. ഞാൻ ഒരുപാട് സ്പെൻഡ് ചെയ്യാനല്ല പറയുന്നത്, പക്ഷെ നല്ലൊരു വിഷനുള്ളൊരു പ്രൊജക്റ്റ് എന്താ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്? ഒന്നുമില്ല. അത് പക്ഷെ അതെല്ലാം ഇങ്ങനെ മറന്നില്ല എല്ലാവരും. ഒരൊറ്റ അർജന്റീന ടീം വരുന്ന എല്ലാവരും മറന്നില്ലേ? സ്പോൺസർ ചെയ്യുന്ന റിപ്പോർട്ടർ ചാനലാണല്ലോ. അതെ, അതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു ബൈറ്റ് കൊടുത്ത സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള അന്ന് ഫസ്റ്റ് ന്യൂസ് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ബൈറ്റ് കൊടുത്തിരുന്നത്. ഇതിനെതിരെ ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് വന്ന സമയത്ത് എനിക്ക് ഇത്ര അറിയുള്ളായിരുന്നു, പിന്നെ അർജന്റീന ടീം വരുന്നു, നമ്മൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നു, ഇത്ര ക്രോർ 100 കോടി കൊടുക്കുന്നു, ടീമിന് കൊടുക്കുന്നു ചെലവ്. അപ്പം അന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ആകെ 2-4 സ്റ്റേഡിയമുള്ളത്. ആ സ്റ്റേഡിയം ആണെങ്കിൽ ശരിക്കും മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല, ട്രെയിൻ ചെയ്യാൻ പിച്ചില്ല. അതിപ്പോഴും എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്.
നിങ്ങൾ വേണേൽ ഇപ്പം ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കി കേട്ടോ, നമ്മൾ തിരൂർ ഗ്രൗണ്ട് അറിയാം. ഫുൾ മോശമായിട്ട് കിടക്കുക. കോട്ടപ്പടി ഗ്രൗണ്ട് എപ്പോഴും മോശമായിട്ട് കിടക്കൽ. എനിക്ക് തോന്നുന്നു ഇപ്പം ചിലപ്പോൾ ഏതെങ്കിലും ടീം KSL കളിക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്തിട്ട് അവർ നന്നാക്കി കാണും. പയ്യനാട് ഗ്രൗണ്ടിൽ എൻ്റെ അത്ര വലുപ്പത്തിലായിരുന്നു പുല്ല്. പയ്യനാട് ഗ്രൗണ്ടിൽ പയ്യനാട് ഗ്രൗണ്ടിൻ്റെ വേറെ വലിയ കോമഡി ഉണ്ട്. പയ്യനാട് ഗ്രൗണ്ടിൻ്റെ തറക്കല്ലിടലിന് ഞാൻ പോയിട്ടുണ്ട്. അതിനിപ്പോൾ ആളെ ഞാനന്ന് 10ാം ക്ലാസ് പഠിക്കുക. 10ലല്ല 8ലോ 9ലോ പഠിക്കുക MSPയിൽ. അന്നത്തെ മിനിസ്റ്റർ എനിക്ക് തോന്നുന്നു അന്ന് UDF ആണ് തോന്നുന്നത് ഭരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാ ഫുട്ബോളേഴ്സിന് കുട്ടികളെ, കാരണം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ, ഫുട്ബോളേഴ്സാണല്ലോ. അപ്പോൾ ഇങ്ങനെ മന്ത്രി വരുന്നു, ഇങ്ങനെ വലിയൊരു ഗ്രൗണ്ടിന് തറക്കല്ലിടുന്നു. അപ്പം നമ്മൾ പോയി. അന്നത്തെ 3D പിക്ചർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ടപ്പോൾ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വലിയൊരു സംഗതി വരുന്നത്. പൂള്, ജിമ്മ്, ട്രെയിനിങ് പിച്ച്, സ്റ്റേഡിയം, ഒരുപാട് സംഗതി ഉണ്ട്. ഇപ്പം അതിലെന്തൊക്കെ ഉണ്ട് അവിടെ? അതിലെന്തൊക്കെ അവിടെ ഉണ്ട്? അവിടെ കുറച്ച് റൂംസ് ഉണ്ടാക്കിയിട്ടു, അതിൽ കുറച്ച് AC വെച്ചു. അതെല്ലാം പൊളിഞ്ഞ് ആകെ എന്തോ പോലെ ആയിട്ട് അവിടെ കിടക്കുക. ആ റൂംസ് ഒരു യൂസും ഇല്ല. പിന്നെ സ്റ്റേഡിയത്തിൽ പുല്ല്, അവിടെ ഒരു മാച്ചോ കാര്യങ്ങളോ നടക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഹൈറ്റിലായിരിക്കും. എന്തെങ്കിലും ന്യൂസ് വന്നാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമിന് ട്രെയിനിങ്ങിന് വേണമെങ്കിലോ ആ ടീം വന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും ചെയ്യും. ഇപ്പം അത് മലപ്പുറം FC ഏറ്റെടുത്തപ്പോൾ ഗ്രൗണ്ടിൻ്റെ കോലം മാറി. അവർ ചെയ്തു. കാരണം അവർക്ക് അവിടെ മാച്ച് കളിക്കണം, അവർക്ക് ചെയ്യൽ നിർബന്ധമാണ്. വേറെ ഗ്രൗണ്ടില്ല. റെൻറ്റ് പേ ചെയ്യും വേണം, ശരിയാക്കും വേണം. മറ്റേത് നമുക്ക് റെൻറ്റ് പേ റെൻറ്റ് പേ നല്ലൊരു ഫെസിലിറ്റി ഉള്ള ഗ്രൗണ്ടാണ് പോയിട്ട് റെൻറ്റ് പേ. മുന്നേ എനിക്ക് ഈ സാജുറുദ്ദീൻ സാറ് പറഞ്ഞത് തന്നെ ഓർമ്മയുണ്ട്. സാജുറുദ്ദീൻ സാർ ഒരു പ്രാവശ്യം ഏത് ടീമിൻ്റെ കോച്ചായിരുന്നു ആൾ? യൂണിവേഴ്സിറ്റിൻ്റെ ആണോ അതോ കേരള ടീമിൻ്റെ എന്തിൻ്റെ കോച്ച് ആയിരുന്നു ആൾ. അപ്പോൾ അത് ട്രെയിനിങ് പയ്യനാട് ഗ്രൗണ്ടിലായിരുന്നു. അപ്പോൾ എന്തോ കാര്യങ്ങൾ പറഞ്ഞു ആൾ. എന്നിട്ട് അടുത്ത് വാഷ്റൂം തുറന്നു കൊടുക്കില്ലല്ലോ ഈ കുട്ടിക്ക് ആ സമയത്ത്. പയ്യനാട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. ആ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ആ ഗ്രൗണ്ട് മാത്രം ഇപ്പോൾ നന്നായിട്ടുണ്ട്. ഞാൻ മലപ്പുറത്തിൻ്റെ പോസ്റ്റ് കണ്ടു, അവർ നല്ല ഉഷാറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്. കാരണം അവർക്ക് മാച്ച് കളിക്കണമല്ലോ, മെയിൻറ്റെയിൻ ചെയ്ത് ഉഷാറാക്കി. പക്ഷെ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് അണ്ടറിൽ ഉണ്ടാകുന്ന സമയത്ത് ആ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ആ ഗ്രൗണ്ട് തിരൂർ ഗ്രൗണ്ട്, അരീക്കോട് ഗ്രൗണ്ട് ഉണ്ട്. വലിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എത്രയോ ക്രോർസ് മുടക്കി വന്ന ഗ്രൗണ്ടാണ്. പണ്ടതൊരു ഗ്രൗണ്ട് ആയിരുന്നു. ഐ മീൻ മണ്ണാണെങ്കിൽ മണ്ണ്, ആ നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നൊരു ഗ്രൗണ്ട് ആയിരുന്നു. ഇപ്പോൾ കളിക്കാനും പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. കോട്ടപ്പടി വളരെ മോശമായിരുന്നു. എപ്പോഴും വളരെ മോശമാവും. പുല്ലുണ്ടോയെന്ന് ചോദിച്ചാൽ പുല്ലുണ്ട്, പുല്ലില്ലെന്ന് ചോദിച്ചാൽ പുല്ലില്ല. നമ്മുടെ നാട്ടിലെ റോട്ടിലേറെ കുയ്യകൾ അവിടെ ഉണ്ട്, സത്യത്തിലുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂർണമെൻറ്റോ ഗ്രൗണ്ട് കൊടുക്കും. പക്ഷെ ഒരു മെയിൻ്റെനൻസും ഇല്ല. ഗ്രൗണ്ട് വളരെ മോശം. എല്ലാ ഗ്രൗണ്ടും നമ്മൾ മലപ്പുറത്തുള്ള 4 മെയിൻ ഗ്രൗണ്ടുകളാണ് ഞാൻ പറഞ്ഞത്. തിരൂർ, അരീക്കോട്, മലപ്പുറം, പയ്യനാട്. ഇപ്പോൾ മലപ്പുറം എടുത്ത് നന്നാക്കി. മലപ്പുറം FC അവരെ ഫണ്ട് എടുത്ത് നന്നാക്കിയതാണത്. ബാക്കി 3 അവസ്ഥ നിങ്ങളിപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിൽ വെറുതെ ഇതിൽ 3 നോക്കിയാൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? 3 അങ്ങനെ. അല്ല, ആഷിക്ക് പറഞ്ഞ നേരത്തെ ഒരു നല്ല പ്രൊജക്റ്റ് ഇല്ല എന്ന് പറഞ്ഞല്ലോ, അതിന് സ്പോൺസർ കിട്ടാത്തതല്ലേ ഒരു പ്രശ്നം? ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അർജന്റീന വരുന്നുണ്ട് റിപ്പോർട്ടർ ചാനൽ ഫണ്ടൊക്കെ എന്തിനാ ഗവൺമെൻറ്റിൻ്റെ? അതൊക്കെ ഇങ്ങോട്ട് പോകുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ചോദിച്ചില്ല സ്പോൺസർ കിട്ടുക. സ്പോൺസർ ഞാനന്ന് പറഞ്ഞ വിഷൻ ഇന്ത്യ എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എടുത്തിട്ട് ചെയ്ത പ്രൊജക്റ്റാണ് വിഷൻ. ഞാൻ അതിൽ നിന്നാണ് പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ അന്ന് ഏതാ ഗവൺമെൻറ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയിപ്പോൾ അത് പറഞ്ഞാലോ, ഈ ഒരു ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്താൽ, ഈ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്താൽ, ലീഗിനെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ സഖാ, പിന്നെ കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ പിന്നെ എന്താ പറയുക മൂരിയായി. പിന്നീട് ഒരുപാട് അർജൻറ്റീനയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ അത്രയും അർജൻറ്റീന പിന്നെ മെസ്സിയുടെ ഫാനാണെന്ന്. പക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കമൻറ്റ് സെക്ഷനിലായിട്ടും അല്ലാണ്ടായിട്ടും ഞാൻ റൊണാൾഡോ ഫാനാണ്, ഞാൻ പിന്നെ ബ്രസീൽ ഫാനാണ്, ഇങ്ങനെയായിരുന്നു. ഞാൻ ഞങ്ങളുടെ നാട്ടിലെ പിന്നെ അർജൻറ്റീന അതിൻ്റെ ഫ്ലെക്സിലെ പകുതി പൈസ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഞങ്ങൾ അർജൻറ്റീന ജയിച്ചന്ന് നാട്ടിൽ ഫുൾ പായസം കൊടുത്ത് രാത്രി 1 മണി 2 മണിക്ക് പടക്കം പൊട്ടിച്ച ആൾക്കാരാണ്. നാട്ടുകാരെ മൊത്തം ഉണർത്തിയത്. അത്രയും ഡൈഹാർഡ് ഫാനാണ് ഞാൻ അർജൻറ്റീനയുടെ. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അർജൻറ്റീന കളി കാണാൻ വേണ്ടിയിട്ട്, പുറത്തോട്ടെങ്കിലും പോയിട്ട് കളി കാണാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ പൈസ മുടക്കിയിട്ട് അങ്ങനെ പോകാൻ.
അപ്പോൾ നമ്മൾ ഖത്തറിൽ വേൾഡ് കപ്പ് വന്ന സമയത്ത് ഞാൻ ടിക്കറ്റ് എല്ലാം പറഞ്ഞു വെച്ചിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ പോകാൻ പറ്റിയില്ല. ഞാൻ നാഷണൽ ടീമിൻ്റെ ക്ലബിൻ്റെ എന്തോ മാച്ചോ കാര്യങ്ങളോ ആയിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു സങ്കടം കൊണ്ട് ഞാൻ എൻ്റെ രണ്ട് ബ്രദേഴ്സ് അർജൻറ്റീന ഫാനാണ്. അപ്പോൾ പിന്നെ അവർ രണ്ടാളും പറഞ്ഞു വെച്ച് അവർ പോയിട്ട് കളിയുണ്ട്. ഓക്കെ. ആഷിഖിനോട് ഒരു ഈ ടോപ്പിക് ഒന്നും പാടി സംസാരിക്കാനുള്ളത്. അപ്പോൾ ആഷിഖ് പല സംസ്ഥാനത്തുള്ള പ്ലെയേഴ്സ് ഉണ്ട്, ടീംമേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ അക്കാദമിയിലും അവർ തോണിയ പോലെയാണ് കളിപ്പിക്കുന്നത്. ഓരോ രീതിയാണ്. ഒരു സിലബസ് പോലെ ഇന്ത്യ മൊത്തം AIFF ഇപ്പോഴും ഇറക്കിയിട്ടില്ല. പക്ഷേ സ്പെയിനിലൊക്കെ കണ്ടാണ് അവർക്കൊരു ഒരു ബൈബിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിലബസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അതിനൊരു ഇതെടുക്കാത്തത്? അങ്ങനെ ചെയ്യേണ്ടത് നല്ലതല്ലേ? ഇതിൻ്റെ ചോദ്യമാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് ആഷിഖിന് ഫീൽ ചെയ്തിട്ടുണ്ട്? അതായത് ഇപ്പോൾ ഒരുപാട് ഞാൻ എപ്പോഴും പറയുന്നതാ, നമ്മളെല്ലാ സ്റ്റേറ്റിലും അറ്റ്ലീസ്റ്റ് ഒരു അക്കാഡമി, എല്ലാ സ്റ്റേറ്റിലും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം തന്നെ ഞാൻ Under 23 പ്ലേയേഴ്സിനെ കാണുമ്പോൾ ഞാൻ കരുതും ഈ പ്ലേയേഴ്സൊക്കെ ഒരു അത്യാവശ്യം കുറച്ച് മാച്ച് എക്സ്പീരിയൻസിലൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് തോന്നാം ഞാൻ ടീമിൽ നിന്ന് നാഷണൽ ടീമിൽ നിന്ന് പുറത്തായിരിക്കും എന്ന് എനിക്ക് തോന്നലുണ്ട്. പക്ഷെ എനിക്ക് അതിനൊരു സങ്കടമല്ല. കാരണം നമ്മളെ കൺട്രി ജയിക്കണം എപ്പോഴും എനിക്ക് വലിയൊരു ആഗ്രഹമുള്ള മരിക്കുന്ന മുന്നേ വേൾഡ് കപ്പ് നമ്മുടെ ടീം ഇല്ലെങ്കിലും നമ്മുടെ ടീം വേൾഡ് കപ്പ് ക്വാളിഫൈ ഒന്ന് കാണാനുള്ള ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ടീമിൽ എന്ത് മാറ്റം വേണമെങ്കിലും ഇപ്പം നമ്മൾ പുറത്താവുകയാണെങ്കിൽ നമ്മൾ പുറത്ത് ഒരു പ്രശ്നമില്ല. ആ ക്വാളിറ്റി ഉള്ളവർ അല്ലെങ്കിൽ നമ്മൾ ഇതിലേറെ കഴിവുള്ളവർ വന്ന് കളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അനസിക്ക് അങ്ങനെയായിരുന്നു. എപ്പോഴും അനസിക്ക പറയലുണ്ട് അങ്ങനെ. അപ്പോൾ ഇപ്പം Under 23 പ്ലേയേഴ്സിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. വിത്ത് ബോളാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ടാക്ടിക്സും എല്ലാത്തിലും നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ട് എൻ്റെ ഫാർ ബെറ്ററാണ് നമ്മൾ Under 23 ഇപ്പോൾ വന്ന ഒരുപാട് പ്ലേയേഴ്സ്. പക്ഷെ അവർ സീനിയർ ടീം ലെവലിൽ മാച്ചിന് വരുമ്പോൾ അവരെങ്ങനെയായിരിക്കും എന്നറിയില്ല. പക്ഷെ അവരെ ലെവലിൽ അവർ അത്രയും അടിപൊളി പ്ലേയേഴ്സ്. അവരൊക്കെ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് നടത്തിയ, അതായത് ഒരു 7 മുതൽ അക്കാഡമി ത്രൂ വന്ന പ്ലേയേഴ്സ് ആണ് Under 23. എനിക്കറിയില്ല അതിലുള്ള വന്നവരാണെന്നുള്ളത്. പക്ഷേ ഇതിൽ കുറേ പ്ലേയേഴ്സ് നമ്മളെ റിലയൻസ് അക്കാഡമിയിൽ നിന്നും പിന്നെ ISLൻ്റെ ടീമിൻ്റെ അക്കാഡമി സനാൻ റിലയൻസ് ആണ്. അതല്ലേ? അതെ. അപ്പോൾ അവർ പിന്നെ റീസെന്റ് മാച്ചൊക്കെ നോക്കുകയാണെന്ന് അടിപൊളിയായിട്ട് അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് എന്തിലേറൊക്കെ ഫാർ ബെറ്ററായി തോന്നിയിട്ടുണ്ട് അതിൽ കളിക്കുന്നത്. നമ്മളെ സുഹൈല് നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ്, സനാൻ ഒരുപാട് ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പോൾ അവരൊക്കെ നാഷണൽ ടീമിൽ വന്നു. സീനിയർ ടീമിൽ ഓൾറെഡി അവർ വന്നു. അതിൽ നിന്ന് 8 പ്ലേയേഴ്സ് എങ്ങാനും ഉണ്ട് നാഷണൽ ടീം. അപ്പോൾ അപ്പോൾ കമ്മിങ് ബാക്ക് ടു യുവർ സ്റ്റോറി, വില്ലാറിയലിന് തിരിച്ചു വന്നു. ഇവിടെ പിന്നെയും പൂനെ FC ഫസ്റ്റ് ലെവലിൽ ജോയിൻ ചെയ്തു, ISL അല്ലേ? പിന്നെ അവിടെ എത്ര ഇയർ കളിച്ചു? പിന്നെ ഞാൻ പൂനെ സിറ്റി 3 വർഷം. അതിലോരോ വർഷം കഴിഞ്ഞപ്പോൾ കോൺട്രാക്റ്റ് ഒക്കെ റിന്യൂ ചെയ്ത 5 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. 3 വർഷമായപ്പോൾ ടീം ഹൈദരാബാദിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു പൂനെ സിറ്റി. അപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ ഒരു ഓഫർ വന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വരാൻ. കാരണം അന്നത്തെ ബിഗസ്റ്റ് ക്ലബ്ബായിരുന്നു. അപ്പം എനിക്ക് നല്ലൊരു ആഗ്രഹം. അപ്പം ഞാൻ സംസാരിച്ച് ട്രാൻസ്ഫർ ഫീ ഉണ്ടായിരുന്നു, എന്തോ 65 lakhs എന്തോ, അത് അവർ പേ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഏജന്റ് ഉണ്ടോ ആഷിക്കിന് ഇത് ഡീൽ ചെയ്യാൻ? ഓക്കെ. ഇത് ഇങ്ങനെ കിട്ടിയ ഏജന്റാണ്? മുമ്പ് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണോ അതോ അല്ല, ഇവര് ഏജന്റുമാർ നമ്മൾ അപ്രോച്ച് ചെയ്യും. നമ്മൾ പ്രൈവറ്റ് ഏജൻസി സെയിം ഏജന്റ് തന്നെ പല പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അങ്ങനത്തെ ഒരു ഏജന്റ് ഒരുപാട് ഏജൻസ് ഉണ്ട് ഇന്ത്യയിൽ. ഒരുപാട് ഏജൻസി. ഇവർക്ക് AIFന്റെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഉള്ളതാണോ? എങ്ങനെ എന്തോ സർട്ടിഫിക്കറ്റ് വേണം ഓക്കെ വർക്ക് ചെയ്യണമെങ്കിൽ. അവരാണ് നെഗോഷിയേറ്റ് ചെയ്യുക. അവരാണ് നെഗോഷിയേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഇപ്പോൾ 65 lakhs കൊടുത്തെന്ന് പറഞ്ഞാൽ അതിൽ ആഷിക്കിന് എന്തെങ്കിലും? ഇല്ല, ക്ലബും തമ്മിലുള്ളതോ. അല്ലാതെ അവിടെ എന്തും പിന്നെ പക്ഷെ നിങ്ങൾക്ക് സൈനിക് ബോണസ് ഉണ്ട്, വേറെ നെഗോഷിയേറ്റ് ചെയ്ത് വേറെ. അത് വീക്കിലി പേയ്മെന്റ് ആവും? മന്ത്ലി പേയ്മെന്റ്. ഓക്കെ. അത് കുറച്ചും പാടിയും കൂടി കിട്ടി. പൂനെ FC കൂടുതലായിരുന്നു. പൈസ മാത്രം നോക്കിയിട്ടല്ലായിരുന്നു അന്ന് പൂനെ FC വിട്ടത്. പൂനെ FC എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്ത ക്ലബ്ബാണ്. പിന്നെ നല്ലൊരു ഫ്രീഡം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരുപാട് യങ് പ്ലേയേഴ്സ് ഉള്ള ക്ലബ്ബായിരുന്നു. അന്ന് എനിക്ക് ബാംഗ്ലൂർ FC വരിക എന്ന് പറഞ്ഞത് വലിയൊരു എന്താ പറയുക, അന്ന് ബാംഗ്ലൂർ FC ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം, മെയിൻ ടീം, ലാസ്റ്റ് ഇയർ ട്രോഫി അടിച്ച ടീം. 5 years ആയിട്ടുള്ളായിരുന്നു ക്ലബ്ബ് വന്നിട്ട്. പക്ഷേ 5 yearsൽ 5 trophies, ഐ ലീഗ്, ഫെഡറേഷൻ, ഡൂറൻ കപ്പ് എല്ലാം അടിച്ച ക്ലബ്ബ്. അപ്പോൾ ആ സമയത്ത് വലിയൊരു ചലഞ്ചായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. കാരണം എൻ്റെ പൊസിഷനിൽ കളിച്ചിരുന്നത് സുനിൽ ഭായ്. ഓക്കെ.
അന്ന് സുനിലായിരുന്നു ലെഫ്റ്റ് വിങ്ങർ കളിച്ചിരുന്നത്, ഞാനും ലെഫ്റ്റ് വിങ്ങറാണ്. പക്ഷെ ഞാൻ കരുതി നോക്കാം. പിന്നെ ആഷിക്ക് ബാംഗ്ലൂർ പോണ കാര്യം പറഞ്ഞു, ബ്ലാസ്റ്റേഴ്സ് പോകാൻ ആഗ്രഹമല്ലേ? അപ്പോൾ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, മെസ്സിസ് പോകാൻ ആഗ്രഹമില്ലെന്ന്. പിന്നെ ബാംഗ്ലൂർ വരുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നൊരു അങ്ങനെ ഒരു ഓഫർ ഇല്ല. പക്ഷെ ബാംഗ്ലൂർ വന്നതിന് ശേഷം എനിക്ക് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിളിച്ചിരുന്നു. പക്ഷേ വിളിക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ക്ലബ്ബ് ഓഫർ ചെയ്യുന്നതിൻ്റെ ഒരു പകുതി വേജ് എപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ഓഫർ ഓഫർ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ കരിയർ എന്ന് പറഞ്ഞൊരു ചെറിയ ടൈമാണ്. ടൈമാണ്. അതെ. ചിലപ്പോൾ നാളെയും തീരാം, പറയാൻ പറ്റില്ല, വരാതിരിക്കട്ടെ. പക്ഷെ നാളെയും തീരാം, അതാണ് നമ്മൾ കരിയർ. അല്ലെങ്കിൽ അടുത്ത വർഷം തീരാം, അടുത്ത സീസണിൽ തീരാം. അപ്പോൾ നമ്മളൊന്നും പഠിച്ചിട്ടില്ല, നമ്മൾ വേറെ ഒന്നും സമ്പാദിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, നമ്മുടെ നാട് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പുറത്താണ് നിങ്ങൾക്ക് നല്ലൊരു വർക്ക് ഉള്ളതെങ്കിൽ, ഇന്ത്യക്ക് പുറത്താണ് സെയിം വർക്ക് നിങ്ങൾക്ക് നാട്ടിലുണ്ടെങ്കിൽ, പക്ഷേ നിങ്ങൾ വേജസ് ഇത്രയും ഡിഫറെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതെല്ലാം ചൂസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് അബ്രോഡിലും കാര്യങ്ങളും പോയിട്ട് വർക്ക് ചെയ്യുന്നത്. പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാലും അതാണ്, ഇതെൻ്റെ തൊഴിൽ കൂടെയാണ്. അതെ. ഫുട്ബോൾ എനിക്കിഷ്ടമാണ്, നാട് എനിക്കിഷ്ടമാണ്, എല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഞാൻ സമ്പാദിക്കുന്നതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ വീട്ടിൽ. ഞാൻ ഒരു വീട്ടില്ലാത്ത ആളായിരുന്നു. എൻ്റെ വീട്ടിൽ എല്ലാവരും ഞങ്ങൾ 5 മക്കളുള്ള ഫാമിലിയാണ്. ഞാനാണ് വീട്ടിൽ ഏറ്റവും ചെറുത്. ആരും ഒരു സെറ്റിൽഡ് അല്ലായിരുന്നു ലൈഫിൽ. പക്ഷെ ഈ ഒരു പൈസ കൊണ്ടാണ് എൻ്റെ വീട്ടിൽ എല്ലാവരും ഞാൻ എല്ലാ രീതിയിലും സഹായിക്കുന്നതും സെറ്റിലാക്കുന്നതും. ആ ഒരു വീട് വെച്ചത്, എൻ്റെ ബ്രദേഴ്സിന് വീട് വെച്ചത്, ആ ഒരു ഇതെനിക്ക് ഇതിന് മാത്രമേ കിട്ടുന്നത്. ഫുട്ബോൾ എനിക്ക് ഈ ഒരു ജോബ് മാത്രമേ ഉള്ളൂ, എനിക്കിതിന് പുറത്ത് വേറെ ഒന്നും. ആഷിക്ക് ചെറുതായിരുന്നു പല പണിക്കും പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊരു പ്രാവശ്യം മാത്രം. പിന്നെ അങ്ങനെ ഈ വിഷൻ ഇന്ത്യ ഇത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സ്പോർട്സ് കൗൺസിലിൽ അതിൽ ചേർന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പാണക്കാട് 8ൽ പഠിക്കാം. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആയിരുന്നു ഈ ട്രയൽസ്. അപ്പോൾ ട്രയൽസിന് പോയപ്പോൾ അവനോട് പറഞ്ഞു നമ്മൾ 8ലോട്ട് മാത്രമേ കുട്ടികൾ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കുഴപ്പമില്ല, ഞാൻ 8ൽ ഒന്നുകൂടി പഠിച്ചോളാം, ഞാൻ എക്സാമിന് പോകാതെ തന്നാൽ മതിയല്ലോ 8ൽ. എനിക്ക് എന്തായാലും അവിടെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സാമിന് പോകുന്നില്ല. അപ്പോൾ ഒരു പറഞ്ഞു ഓക്കെ, അങ്ങനെ അടുത്ത വർഷം 8ലോട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയം ഉണ്ടല്ലോ, ഞാൻ സ്കൂളിൽ പോയില്ല. അപ്പോൾ ഒരു 4-5 മാസം വെറുതെ എടുക്കല്ലേ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വീട്ടിൽ ഓക്കെ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ എൻ്റെ ബൂട്ട് വാങ്ങിക്കണം മറ്റേത് വാങ്ങിക്കണം കരുതി അവർ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ജസ്റ്റ് ഒരു ജ്യൂസ് ഷോപ്പിൽ പോയിട്ട് നിന്ന് ബൂട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത്രയല്ല. അല്ല, അപ്പോൾ ആഷിക്ക് പറഞ്ഞാലോ അത് ഒരു റിസ്ക് ഉള്ളൊരു പൊസിഷനാണ്. കാരണം സമ്പാദിക്കാൻ തീർച്ചയായും ബുദ്ധിമുട്ടുണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾ പ്ലേയേഴ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, സെറ്റിലാക്കാൻ വേണ്ടിയിട്ട്? ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ? എനിക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തോന്നുന്നില്ല. പക്ഷേ ഞാൻ കുറേയൊക്കെ നമ്മൾ സേഫായിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും. കാരണം നമുക്ക് നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫാമിലി ഒരിക്കലും ബുദ്ധിമുട്ടരുത് എന്നുള്ള രീതിയിലുള്ള കുറേ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ ചെയ്യാറ്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇതിന് അഡ്വൈസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് നമ്മൾ ഈ ഏജൻസി തന്നെ അവർ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? പറഞ്ഞുതരും. അപ്പോൾ ഇതായിരുന്നു ഒരു റീസൺ ബ്ലാസ്റ്റേഴ്സ് ചൂസ് ചെയ്യാത്ത. ചെറിയൊരു ഡിഫറെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൽക്കത്ത പോകുമ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ 3 വർഷം നിന്നു. 3 വർഷം കഴിഞ്ഞ് ഞാൻ കൽക്കത്തയിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ബ്ലാസ്റ്റേഴ്സിന് ഓഫർ ഉണ്ട്. പക്ഷെ അന്നും വേജ് താഴെ ഇത്ര ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊരിക്കലും ആ ടൈമിൽ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരുന്നോ? ആ സമയത്ത് അനസക്ക് ബ്ലാസ്റ്റേഴ്സിലാണെന്ന് തോന്നുന്നു. ഞാൻ ബാംഗ്ലൂർ കളിക്കുന്ന സമയത്താണ് തോന്നുന്നു അനസക്ക്. അതുകൊണ്ട് അനസക്ക് ഇൻവൈറ്റ് ചെയ്ത് അല്ലാണ്ട് തന്നെ. പക്ഷെ അനസക്ക് എന്നല്ല, ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഒരൊറ്റ മലയാളി പ്ലെയറും ബ്ലാസ്റ്റേഴ്സിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ മലയാളി പ്ലേയേഴ്സ് എല്ലാവരും നല്ല കമ്പനി, ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. ഒരാൾക്കൊരു ഈഗോ അല്ലെങ്കിൽ ഒരു ഇത് പ്രശ്നമില്ലാത്ത ആൾക്കാർ എല്ലാവരും. നിങ്ങൾ ആരെടുത്ത് നോക്കുകയാണെങ്കിലും വിനീത്, റിനോ, അനസ്ക, സാഹിൽ, പിന്നെ രാഹുൽ, ഇർഷാദ്, പിന്നെ റാഫിജ, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരാൾ പേര് മിസ് ചെയ്തെങ്കിൽ ഇത് കാണുമ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഈ കളിച്ച ഈ പ്ലേയേഴ്സിനൊന്നും ഐഎസിൽ വന്ന ഒരാൾക്കൊരു ഈഗോ അല്ലെങ്കിൽ ആ ആൾ രക്ഷപ്പെടരുത് അങ്ങനെയുള്ള എല്ലാ ആൾക്കാരല്ല. ആരും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് എന്നോട് ഈ കളിച്ച പകുതിയിലേറെ പ്ലേയേഴ്സും ബ്ലാസ്റ്റേഴ്സിലോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. റീസൺ റീസണ് നിങ്ങൾ നോക്കിക്കോ, ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച എല്ലാ പ്ലേയേഴ്സും എത്രത്തോളം
അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്ലേയേഴ്സ്, മലയാളി പ്ലേയേഴ്സ്, എസ്പെഷ്യലി മലയാളി പ്ലേയേഴ്സ് ഒരുപാട് അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റ് കുഴപ്പം തോന്നുന്നുണ്ടോ? അത് എനിക്കറിയില്ല പക്ഷെ ആരും ഒരു പോസിറ്റീവായിട്ട് ഒരാൾ പോലും പോസിറ്റീവായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ മോഹൻബഗാന് പോകുന്ന സമയത്ത് എല്ലാ പ്ലേയേഴ്സും എല്ലാവരും ഒരു പ്രാവശ്യം മോഹൻബഗാന് കളിക്കണം. എല്ലാ പ്ലേയേഴ്സും, മലയാളി ആയിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു പ്രാവശ്യം കൽക്കത്തയിൽ, മോഹൻബഗാനിൽ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിൽ കളിക്കണം. അപ്പോൾ എനിക്ക് ആ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒരു പ്രാവശ്യം മോഹൻബഗാനിൽ കളിക്കണം. പക്ഷെ ആ പറഞ്ഞ കാര്യം ശരിക്കും വേർത്തിട്ടായിരുന്നു. 3 വർഷം എൻ്റെ അവിടുത്തെ കരിയർ ഞാൻ ഫുട്ബോളിൽ ശരിക്കും എൻജോയ് ചെയ്തു. ഒരു വർഷം ഇഞ്ചുറി ആയിട്ട് പുറത്തിരുന്നു, പക്ഷെ 2 വർഷം ശരിക്കും എൻജോയ് ചെയ്തു. ഇഞ്ചുറി ടൈമിൽ നല്ല സപ്പോർട്ടായിരുന്നു അവർ. ഇഞ്ചുറി ടൈമിലും എല്ലാ സമയത്തും ഞാൻ ആ ക്ലബിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലാണേലും പിന്നെ എല്ലാം കൊണ്ടും നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ ആ ക്ലബിൽ. പിന്നെ സഹലും എത്തി. നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ സാലും വന്നു. 3 വർഷത്തിൽ ഞങ്ങൾ 5 ട്രോഫി അടിച്ചു. എനിക്ക് ഒറ്റ ട്രോഫി ഇല്ലായിരുന്നു അവരെ. എൻ്റെ 6 വർഷം കരിയറിൽ ഒറ്റ ട്രോഫി ഇല്ലായിരുന്നു. പിന്നത്തെ 3 വർഷത്തിൽ പിന്നെ മോഹൻബഗാന്റെ ഷീൽഡ്, 2 ട്രോഫി, ഐസൽ ട്രോഫി, ഡൂറൻഡ്. പക്ഷേ ഏറ്റവും കൂടുതൽ കരിയറിൽ എൻജോയ് ചെയ്തൊരു മൊമെന്റ് എന്ന് പറയുന്നത് മോഹൻബഗാന്റെ കൂടെയാണ്. സഹലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ടൈറ്റിൽസ് ഒന്നും ഇല്ലല്ലോ. അല്ല, ഇല്ല. അവനോട് വന്നിട്ട് 2 ട്രോഫിയോ 3 ട്രോഫിയോ 2 ട്രോഫി 3 ട്രോഫി അവരോട്. അതെ. ഓക്കെ. അപ്പോൾ ബാംഗ്ലൂർ FC ഫസ്റ്റ് 3 വർഷം നിന്നത്. ആ 3 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സീനിയർ പ്ലേയേഴ്സ് ഒക്കെ കൂടെ ഉണ്ടായിരുന്നോ? അന്ന് അത്യാവശ്യം നല്ല ടീമായിരുന്നു. ഫസ്റ്റ് ഇയർ നമ്മൾ സെമി ഫൈനലിൽ മോഹൻബഗാൻ വെച്ച് തോറ്റു. അന്ന് 80K മോഹൻബഗാനായിരുന്നു. അന്ന് ഫസ്റ്റ് ലെവലിലൊക്കെ കളിച്ചിരുന്നേ. അന്ന് കളിച്ചിരുന്നു. പക്ഷേ വിംബാക്ക് സുനിൽ ലെഫ്റ്റ് വിങ്ങർ കളിക്കുന്നതുകൊണ്ട് ഞാൻ വിംബാക്ക് കളിച്ചിരുന്നു. ലെഫ്റ്റ് ബാക്ക്. ഓക്കെ. ഞാൻ ബാംഗ്ലൂർ FC 3 വർഷത്തിൽ അതാണ് എനിക്ക് ചോദിക്കുന്നത്, എന്ത് വിങ് ബാക്ക് കളിക്കാറില്ല? സുനിൽ ഛേത്രി ഉണ്ടായതുകൊണ്ട് ആള് വിങ്ങർ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിങ് ബാക്ക് കളിക്കാൻ ഓക്കെയാണോ ആശിക്കുന്നത്? കാരണം പക്ഷേ ആ സമയത്ത് നമുക്ക് ഓപ്ഷൻ നിർബന്ധ വിങ് ബാക്ക് എന്നുള്ള രീതിക്കാണ് കളിച്ചത്. അല്ലെങ്കിൽ അവിടെ വിംബാക്ക് എന്നുള്ള ആ രീതിയിൽ കളിച്ചു. ആ സീസൺ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ആ സീസൺ സെമി ഫൈനൽ തോറ്റു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സീസൺ എൻ്റെ ഈ ഫേസ് ഫ്രാക്ചറായിട്ട് ഞാൻ ഒരു 6-7 മാച്ച് കളിച്ചുള്ളൂ. 6 മാച്ച് അത് വിംബാക്കിനെ കളിച്ചേ. 6 മാച്ച് കളിച്ചു. പിന്നെ ഇത് കാരണം സർജറി കാര്യങ്ങൾ പുറത്തായിരുന്നു സീസൺ കംപ്ലീറ്റ്. ഇന്ത്യൻ ടീമിൽ പോയപ്പോഴും വിങ് ബാക്ക് ആയിരുന്നു അവർ കളിപ്പിച്ചിരുന്നത്. ഇന്ത്യൻ ടീമിൽ പോകുന്ന സമയത്ത് സ്ട്രൈക്കറാണ് കളിച്ചത് ഫസ്റ്റ്. ഓക്കെ. ഫസ്റ്റ് ഇന്ത്യൻ ടീമിൽ പോകുന്ന സമയത്ത് മുംബൈയിലൊരു ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് 2018 തോന്നുന്നത്. 18 തോന്നുന്നു. അന്ന് അൻസിക്കൊക്കെ ഉണ്ട് ടീമിൽ. അന്ന് സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ആയിരുന്നു കോച്ച്. അപ്പോൾ ആളെ വിങ്ങറായിരുന്നു കളിപ്പിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഫസ്റ്റ് ലെവലിലില്ലായിരുന്നു. ലാസ്റ്റ് ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ 4 മാച്ച് ഉണ്ടായിരുന്നു ഇന്ത്യൻ കോണ്ടിനെൻ്റൽ കപ്പ്. ആ 4 മാച്ചും ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് നേരെ ഏഷ്യൻ കപ്പാണ്. ദുബായിൽ വെച്ചാണ് നടന്നത്. UAE വെച്ച് ഏഷ്യൻ കപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഏഷ്യൻ കപ്പ് ക്വാളിഫൈ ചെയ്തായിരുന്നു ഇന്ത്യ. അങ്ങനെ അതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അന്നും ക്യാമ്പിൽ വിളിച്ചു. അപ്പോൾ പോയി. അന്ന് ഒന്നോ രണ്ടോ പ്രാക്ടീസ് മാച്ച് കളിച്ച സമയത്ത് ആളെന്നെ സ്ട്രൈക്കർ കളിപ്പിച്ച് നോക്കി. അപ്പോൾ ആൾക്ക് ഇഷ്ടമായി. പിന്നെ ഞാൻ ഏഷ്യൻ കപ്പ് നേരെ ഫസ്റ്റിൽ നിന്ന് സ്ട്രൈക്കറായിട്ട് ഞാനും സുനിലും. ആഷിക്ക് എൻജോയ് ചെയ്തിരുന്ന സ്ട്രൈക്കറായി കളിക്കുന്നത്? പിന്നെ നാഷണൽ ടീമിനെ ജയിച്ചിട്ട് ഞാൻ ഇത് ഇവിടെ ആണെങ്കിലും എൻജോയ് ആ ഒരു ഫീല് പറയും, നാഷണൽ ടീമിനെ കളിക്കാനുള്ള ഒരു ഫീല് പറയും. അത് അനസക്ക് പറയും. അനസക്ക് വേറൊരു കാര്യം പറഞ്ഞു, സഹലും ആഷിക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ്, ഒരു ഫ്രണ്ടിൽ കളിക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് നമുക്കൊരു പറഞ്ഞേനെ. അത് ഇവരുള്ള സമയത്ത് തന്നെ ജിങ്ങിനും അൻസക്കും ബാക്കിൽ ഇപ്പോൾ അൻസക്ക് പറഞ്ഞ മാതിരി തന്നെ ഞാൻ പറയാനെന്ന് കരുതിയത്. പക്ഷേ ഈ 2 വലിയ ആൾക്കാർ ജിങ്ങനെല്ലാം ഹെഡ് കൊടുക്കും. അൻസക്കാണെങ്കിൽ ഒരു എന്താ പറയുക ഭയങ്കര ഫിസിക്കൽ ആൾക്ക്. അപ്പോൾ വേറെ ഇപ്പോൾ UAE കളിക്കുമ്പോഴും ഖത്തറേറ്റൊക്കെ കളിക്കുകയാണെങ്കിലൊക്കെ ഇവർ അത്യാവശ്യം സ്ട്രോങ് പ്ലേയേഴ്സ്, അത്യാവശ്യം നല്ല ഫിസിക്കലുള്ള പ്ലേയേഴ്സ് ആയിരിക്കും. പക്ഷേ ആൾക്ക് അതൊരു വിഷയമല്ലായിരുന്നു. കാരണം ആൾ അത്രയും നമ്മുടെ നാട്ടിൽ നാച്ചുറൽ ഫിസിക്ക് എന്ന് പറയില്ല, ഭയങ്കര ജനറ്റിക്കായിട്ട് കിട്ടിയൊരു സാധനം എന്നൊക്കെ പറയുന്ന മാതിരിക്കത്തെ ഫിസിക്ക് അൻസിക്കാണ്ട്. പിന്നെ ആൾ വന്ന് ഇടിച്ചാലൊക്കെ ട്രെയിനിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റഫാണല്ലേ? അത്രയും ടഫായിരുന്നു ആള്, ഭയങ്കര ടഫായിരുന്നു. മുഖം കണ്ടാൽ പറയാം ഇങ്ങനത്തെ റഫ് പ്ലെയർ ആണ്. അക്കാഡമിയുള്ള സമയത്ത് പൂനെ FC സമയത്ത് അവരെ സീനിയർ ടീമായിട്ട് നമുക്ക് അക്കാഡമിക്ക് ചിലപ്പോൾ ചില സമയത്ത് മാച്ച് ഉണ്ടാവും. ഓക്കെ.
അപ്പം നമ്മൾ കരുതി മുമ്പിൽ നമ്മൾ കുട്ടികളല്ലേ എന്ന് എഴുതിയിട്ട് നമ്മളൊക്കെ 18 വയസ്സ് കുട്ടികളല്ലേ എന്ന് എഴുതിയിട്ട് പതിയെ വരുന്നു. എവിടെ ചിന്തിച്ചിട്ട് അയച്ചിട്ട് എൻ്റെ പേടിൻ്റെ ഉള്ളിൽ സിംബാഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 3 വര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓർമ്മയുണ്ട്. എനിക്ക് ആൻസിഖാനൊക്കെ കിട്ടിയതുകൊണ്ട് ഒരു പ്രൗഡ് വരാം. ആൻസിഖാൻ്റെ ടാക്കിൾ കിട്ടി എന്നുള്ള ഒന്നും നോക്കില്ല. ഇത് നമുക്ക് റീലാക്കാലോ അല്ലേ? നല്ല ക്ലീനായിട്ട് വെടിപ്പായിട്ട് എല്ലാവരും ലൈൻ്റെ അപ്പുറത്തോട്ട് അടിച്ചിടും ആള്. പിന്നെ നല്ല ടഫായിരുന്നു. ഹെഡും ആളൊരു ഹെഡും വിടില്ലായിരുന്നു. അപ്പം ചിങ്കിനും സേവാണ് ഹെഡിൻ്റെ കാര്യം. ഇവർ രണ്ടുപേരും പറകിലും ഉള്ളപ്പോൾ ഒരു ധൈര്യമാണ്. നല്ല രസമായിരുന്നു. ഭയങ്കര ഒരു പ്രൗഡ് ഫീലായിരുന്നു. പിന്നെ ഒരുമിച്ച് ഒരുപാട് കളി കളിച്ചില്ല ഇന്ത്യൻ ചെസ്? ഒരുപാടില്ലെങ്കിലും കുറേയൊക്കെ കളിച്ചു. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആൻസിക അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് റിട്ടയർമെൻറ്റ് ചെയ്തു വന്ന് AFC കഴിഞ്ഞിട്ട്. പിന്നെ രസമായിരുന്നു ആ ഒരു ടൈം അവരുടെ കൂടെ കളിക്കാൻ. ബാക്കിൽ ഇങ്ങനത്തെ ആൾക്കാർ എങ്ങനെ ബോൾ വന്നാലും ആൾ മുഖം വെച്ചിട്ടാണെങ്കിൽ പിന്നെ ചെസ്റ്റ് വെച്ചിട്ടാണെങ്കിലും എന്ത് വെച്ചിട്ടാണെങ്കിലും ആൾ എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് എടുക്കാൻ നോക്കുക ആ ബോള്. ചില പുനെ FC ചില മാച്ചസിൻ്റെ വീഡിയോസ് ചിലപ്പോൾ യൂട്യൂബിലുണ്ടാവും. ആള് പിന്നെ ഓപ്പോസിറ്റ് പ്ലെയർ ഷോട്ട് ചെയ്യുന്ന ബോളിന് ഇങ്ങനെ ഫേസ് ഒക്കെ വെച്ചിട്ടാ പേടിയില്ല. ഓക്കെ അല്ലേ? ടെറിയൊക്കെ ചെയ്ത പോലെ ജോൺ ടെറി അതെ. ആ രീതിയിൽ. അനസ്ഖാനെ പറ്റി പറഞ്ഞു, സാഹലിനെ പറ്റി 2 വാക്ക് പറയാം. കൂടെ കളിക്കുന്ന എക്സ്പീരിയൻസ്. ഞാൻ അവനായിട്ട് അത്ര ക്ലോസ് അല്ലായിരുന്നു. പിന്നെ അവന് ബ്ലാസ്റ്റേഴ്സുള്ള സമയം തൊട്ടേ ഞങ്ങൾ പരിചയമുണ്ട്. പക്ഷെ അത്ര ക്ലോസ് അല്ലായിരുന്നു. ഇടയ്ക്ക് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ആ ഒരു ഇതുള്ളായിരുന്നു. പിന്നെ കൽക്കത്ത വരുന്നതിൻ്റെ മുന്നേ അവനോട് സംസാരിച്ചു ഇങ്ങനെ എന്താവും വന്നാൽ കാര്യങ്ങൾ. ആ അടിപൊളിയാണ്, ഇവിടെ വന്നാൽ എന്തായാലും നമ്മൾ ട്രോഫി അടിക്കാം. എന്നെ മുന്നേ പറഞ്ഞിരുന്നു അവനോട് എന്തായാലും ഈയോടെ വന്ന ടീം ഒന്നുകൂടി സെറ്റാകാം, നമുക്ക് എന്തായാലും ട്രോഫി ഒക്കെ അടിക്കാം എന്നൊക്കെ കാര്യങ്ങൾ. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ ഫ്ലാറ്റ് എടുത്ത്. പിന്നെ ഭയങ്കര ക്ലോസ് ആയി. ഞങ്ങൾ അത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ടൈപ്പ് അല്ലായിരുന്നു അതുവരെ. പിന്നെ ഭയങ്കര ക്ലോസ് ആയി. പിന്നെ ഇപ്പോൾ ഒരു 2 ദിവസം കൂടുമ്പോഴേലും ഒരട്ടം വിളിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം, ക്ലബിലെ കാര്യങ്ങളും പിന്നെ എല്ലാം. അങ്ങനെ ആഷിക്കിനെ ഇപ്പോൾ ഏതെങ്കിലും ഫോറിൻ പ്ലേയേഴ്സ് ISL കളിച്ച് ആരെങ്കിലും ആഷിക്കിൻ്റെ ഡെവലപ്പിന് നന്നായിട്ട് സഹായിച്ചവരാരെങ്കിലും ഉണ്ടോ? ISL കളിച്ച ഫോറിൻ പ്ലേയേഴ്സ് അല്ലെങ്കിൽ വേറെ ഇനിയിപ്പോൾ വില്ലാറിയലിൽ കളിച്ച ടൈമിലോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഭയങ്കര എന്താ പറയുക, മെൻഡറായിട്ട് അങ്ങനെ ആരുമില്ല. പക്ഷെ ഒരുപാട് പ്ലേയേഴ്സ് എല്ലാ ടീമിലും കളിക്കുമ്പോഴും ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സ് ഭയങ്കരമായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യലും നമ്മളെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 1-2 ചോദിച്ചാൽ പറഞ്ഞു തരാനാണ്. അല്ല, ഇവരെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കാരണം നമ്മളിപ്പോൾ റോബർട്ടോ കാർലോസ് കൈസിൽ വന്നിരുന്ന അലസാൻഡ്രോ ദെൽ പിയറോ ഇവരൊക്കെ നമ്മൾ TV-യിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളൊക്കെ കൂടെ കളിക്കണ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? റോബർട്ടോ കാർലോസ് ഒന്നും ഞാൻ കളിക്കുന്നില്ല. അത് സെക്കൻഡ് സീസൺ തോന്നുന്നു. വേറെ അങ്ങനത്തെ ഒരു ലെജൻഡ് ആര്? അൻസിക എന്ന ആളുണ്ടല്ലായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മൂപ്പര് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ പ്രസ്താവന കൊടുത്തീനല്ലോ. തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ലെജൻഡിന്റെ കൂടെ ആരാ കളിച്ചിട്ട് അഗെയിൻസ്റ്റ് ആണെങ്കിലും ആരാണ് ആഷിക് കളിച്ചിട്ടുള്ളത്? അങ്ങനെ ചോദിക്കാനുള്ള ഞാൻ പുനെ കളിക്കുന്ന സമയത്ത് ഇതുപോലെ പേരെടുത്ത ആൾക്കാരല്ല, പക്ഷെ അത്യാവശ്യം നല്ല വലിയ പ്ലേയേഴ്സ് തന്നെയായിരുന്നു. ഒന്ന് പിന്നെ ടബാർ എന്നുള്ള പ്ലെയർ ഉണ്ടായിരുന്നു. ഓക്കെ. ആള് റൊണാൾഡോൻ്റെ കൂടെ റയൽ മാഡ്രിഡിൽ ചാമ്പ്യൻസ് ലീഗ് എല്ലാം ഒരുമിച്ച് കളിച്ച പ്ലെയർ. ഓക്കെ. ആള് ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി എല്ലാം തന്നിരുന്നു ആ സമയത്ത്. ആള് നല്ലൊരു മനുഷ്യനായിരുന്നു. പ്ലെയറിന് പുറമേ നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ ഒരു പ്ലെയർ കൂടെ ഉണ്ടായിരുന്നു, റാഫ എന്ന് പറഞ്ഞിട്ട്. ആള് 7 വർഷം ലാലിഗയിൽ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. മെയിൻ ലാലിഗയിൽ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു 7 വർഷം. അയാൾ ഓപ്പോസിറ്റ് കളിക്കാത്ത ഒറ്റ പ്ലേയേഴ്സും ഇല്ല. ഇപ്പോൾ പറഞ്ഞു റോബർട്ട് കാർലോസിൻ്റെ അഗെയിൻസ്റ്റ് കളിച്ചിട്ടുണ്ട്. പിന്നെ റൊണാൾഡോ, മെസ്സി, ബെക്കാം, പിന്നെ എല്ലാവരും അഗെയിൻസ്റ്റും കളിച്ചൊരു പ്ലെയറാണ്. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആയിരുന്നു. ആളുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ വർഷം സെമി ഫൈനലിലെത്തിയ പൂനെ സിറ്റി ഫസ്റ്റ് ടൈം വന്ന് സെമി ഫൈനലിലെത്തിയ ആളുള്ളതുകൊണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് അണ്ടറിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെവൻസിലൊരു ഫ്യൂച്ചർ കണ്ടിട്ട് ഈ ഡെയിലി ബാറ്റ കിട്ടാൻ വേണ്ടി കളിക്കുന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. അതിപ്പോൾ കുറേ ആൾക്കാർ ഫാമിലിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ടാവാൻ ചെയ്യുന്നത്. മുമ്പത്തെ പോലെയല്ല, ബാറ്റ കൂടുതലാണ്. കുറേ ആൾക്കാർ വെറുതെ ഒരു ഫാൻസിൻ്റെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. ആഷിക്ക് എന്താണ് ഇപ്പോഴും സെവൻസിൻ്റെ പിന്നാലെ പോകുന്നവരോട് പറയാനുള്ളത്? അത് പക്ഷേ ഇതിന് 2 വശമുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനും സെവൻസ് കളിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് എന്നാ സമയത്ത് ആ സെവൻസിലായിരുന്നുവെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു രൂപയിലൊന്ന്
ഞാൻ എൻ്റെ കോളേജിൽ ഞാൻ പോയിരുന്ന സമയത്ത് ഞാൻ 12th കഴിഞ്ഞിട്ട് കോളേജിൽ പോയിരുന്നു. അന്ന് ഞാൻ പൂനെയിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് 20,000 എന്തോ സാലറി, പൂനെയിലെ ഫസ്റ്റ് ഇയർ. ഈ 20,000 സാലറി വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓടി കഴിഞ്ഞാൽ പിന്നെ അന്ന് സീസൺ ആകെ കുറച്ചുള്ളൂ, 5-6 മാസം കൊണ്ട് സീസൺ കഴിയും. ബാക്കി സമയം നാട്ടിലുണ്ടാവും. ഞാൻ കോളേജിലുണ്ടായിരുന്നു മഞ്ചേരിയിൽ. അപ്പോൾ ഞാൻ കോളേജിൽ പോയിരുന്നു. പക്ഷെ എൻ്റെ കോളേജിലെ കുട്ടികളെല്ലാവരും വിചാരം ഞാനന്ന് ഭയങ്കര റിച്ച് ആയിരുന്നു എന്ന്. കാരണം ഞാൻ അങ്ങനെയായിരുന്നു കോളേജിൽ പോയിരുന്നത്. കാരണം ഞാൻ ഡെയിലി സെവൻസിൽ പോകും. അന്ന് എനിക്ക് അത്യാവശ്യം പിന്നെ അന്ന് സ്പെയിനിൽ പോയി വന്ന സമയം കൂടിയാണ്. അത്യാവശ്യം നല്ല ബാറ്റ് ഇട്ടായിരുന്നു. സ്പെയിനിൽ പോയി വന്നിട്ടും സെവൻസ് കളിച്ചിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ബാറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ക്ലോത്ത്സിനോട്, ഷൂസിനോട്, വാച്ചിനോടൊക്കെ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. കാറ്. അപ്പോൾ ആ ക്രേസ് കാരണം കിട്ടുന്ന പൈസ ഞാൻ അങ്ങനെ ഇന്നൊരു ഡ്രസ്സ് എടുക്കും, ഇന്ന് അല്ലെങ്കിൽ കോളേജിൽ ഒരു പ്രാവശ്യം ഇട്ട ഡ്രസ്സ് ഞാൻ നാളെ ഇടില്ലായിരുന്നു. പിറ്റേ ദിവസം കളിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് വീണ്ടും പോയി അടുത്ത ഡ്രസ്സ് എടുക്കും, വീട്ടിലും കൊടുക്കും, ബാക്കി പൈസ വേറെ ഡ്രസ്സ് എടുക്കും. അങ്ങനെ അപ്പോൾ ഞാൻ പറയുന്ന ആ സമയത്ത് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അന്ന് അത്ര ഇപ്പോഴുള്ള പോലെ ISL അത്ര അക്കാഡമീസും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. പിന്നെ എങ്ങനെ പോകും എന്നുള്ളൊരു ഇതില്ലായിരുന്നു. എങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് പോവും, ആര് മുഖേന പോകും എന്നുള്ള ആ ഒരു ഇതില്ലായിരുന്നു. അല്ല, അപ്പോൾ അന്ന് ഏതെങ്കിലും ക്ലബിൽ സൈൻ ചെയ്തിരുന്നോ? അഖിലേന്ത്യ ഏതെങ്കിലും ക്ലബിൽ? ഇല്ല, സൈൻ ചെയ്തിട്ട് ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ നാട്ടിൽ വരുമ്പോൾ ഉള്ള സമയത്ത് ഒരു ഒട്ടുമിക്ക ക്ലബിലൊക്കെ കളിച്ചിട്ടുണ്ട്. സൂപ്പറിൽ, സബാനിൽ, അരീക്കോട്, അങ്ങനെ അങ്ങനെ മാറി മാറി കളിച്ചിരുന്നു. ഓക്കെ. ബാബുക്കാൻ കണ്ടല്ലോ, ബാബുക്ക് പറയുന്ന ടീമിനോട് അങ്ങനെ പോകുന്നുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ നാട്ടിൽ സെവൻസ് ഉള്ളത് കൊണ്ട് കുടുംബം പോറ്റുന്ന ഒരുപാട് പേരുണ്ട്. അതേ പറഞ്ഞാൽ 2 വശമുണ്ട്. ഇതതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ്. സെവൻസ് ഉള്ളതുകൊണ്ട് വേറെ പണിയില്ലെങ്കിലും എനിക്ക് തന്നെ അറിയുന്ന ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രൊഫഷണൽ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഒന്നും ആവാൻ പറ്റാൻ, ക്വാളിറ്റി ഇല്ലായിട്ടല്ല. എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ ക്വാളിറ്റി മാത്രം പോരാ. പ്രൊഫഷണൽ നിങ്ങളിപ്പോൾ കളിക്കുന്നത് ഒരുപാട് പേര് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്. അതൊരു ടൈമിൽ ഇങ്ങനെ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്. ഏജ് കാരണം അങ്ങനെയൊക്കെ. അവർ ഇപ്പം ഞാൻ 97 ബോൺ ആയതുകൊണ്ടാണ് എനിക്ക് അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് ടീമിൽ കളിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സ്റ്റെപ്പ് കിട്ടിയത്. പക്ഷെ ഞാൻ 96 ആയിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ് ടീമിൽ ഞാൻ കളിക്കില്ലായിരുന്നു. അത് കളിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കും അറിയില്ല. അതുപോലെ ആ സമയത്ത് എൻ്റെ കൂടെ MSPയിൽ പഠിച്ച ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. എൻ്റെ ഒരുപാട് ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. 96 ബോൺ, 95 ബോൺ, ഒരുപാട് ക്വാളിറ്റി, ഒരുപാട് ബോൺ. പക്ഷെ അവർ പല സമയത്തും ഇങ്ങനെ പല ക്ലബിലോട്ടും ട്രയൽസിനൊക്കെ പോകാൻ ട്രൈ ചെയ്തെങ്കിലും നടക്കാഞ്ഞിട്ട് ഇപ്പോൾ സെവൻസ് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരതിന്ന് ഏൺ ചെയ്യുന്നതുകൊണ്ടാണ് കുടുംബം കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ അതിനൊരു നല്ല വശമാണ്. പക്ഷെ വളർന്നു വരുന്ന യങ് പ്ലേയേഴ്സ് അങ്ങോട്ട് പോവാതിരിക്കുക നല്ലത്. കാരണം ഇപ്പോൾ കാണാലോ അടിയും ഇടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കുറച്ച് കൂടുതലും അതെ, ഫൗൾസ് ഒക്കെ മുമ്പത്തെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ ഞാനും ഇതിനെ കുറിച്ച് ആരോടോ സംസാരിച്ച സമയത്ത്, ഞാൻ എന്തോ സ്റ്റോറി ഇട്ട സമയത്ത് എനിക്ക് ആരോ വന്ന കുറച്ച് ആൾക്കാരൊന്ന് മെസ്സേജ് ചെയ്തിരുന്നു, ഈയും കളിച്ചിരുന്നല്ലോ, ഈ കളിച്ച സമയത്ത് അടി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കളിച്ച സമയത്ത് അടി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇന്നുള്ള മാതിരി അത്രക്കില്ല. അത് പറയുമ്പോൾ ആൾ പറയുന്നത് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ഈ കളിച്ച സമയത്ത് സോഷ്യൽ മീഡിയ ഇത്രക്കില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് വരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്രയും നാട്ടിലുള്ളതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അത്ര ഇല്ലായിരുന്നു സത്യത്തിൽ. ഒരു ടൂർണമെൻറ്റിൽ 1-2 എവിടെയെങ്കിലും ചെറിയൊരു ഇത് ഉണ്ടായി, അല്ലാതെ റഫറിനൊന്നും ഇങ്ങനെ ഓടിച്ചിട്ട് തല്ലുന്ന പരിപാടിയൊന്നുമില്ല. സമയത്ത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു പറയാനുള്ളത് ഈ ഒരു സംഗതി അടി ഇത് മാക്സിമം എങ്ങനെയും അസോസിയേഷനും പ്ലേയേഴ്സും എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് അതുപോലെ കാർഡ് കൊടുക്കുന്നതൊക്കെ 11s പോലെ ആക്കുക. 11s പോലത്തെ ഫൗള് സെവൻസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം കാർഡ്, യെല്ലോ റെഡ്. റെഡിനുള്ള നമ്മുടെ നാട്ടിൽ റെഡിനുള്ള ഫൗൾ ചെയ്താൽ യെല്ലോ കിട്ടിയാൽ കിട്ടി, അങ്ങനെയാണ് സെവൻസിൽ. വാണിങ്ങും കൂടെ അത് മാറ്റുക. അത് മാറ്റിയിട്ട് കറക്റ്റ് റഫറിങ്, യെല്ലോ കൊടുക്കുന്നിടത്ത് യെല്ലോ, റെഡ് കൊടുക്കുമ്പോൾ റെഡ് ഔട്ട്, പ്ലെയർ ഔട്ട്, പുതിയ പ്ലെയർ എടുക്കാനും പറ്റില്ല, ഇറക്കാനും പറ്റില്ല, 6 പ്ലെയർ വെച്ച് കളിക്കുക, അങ്ങനെ ഒരു റൂളാക്കുക. പക്ഷെ ഇതിന് അസോസിയേഷനും ഓരോ നാട്ടിൽ സെവൻസ് നടത്തുന്ന ആ നാട്ടുകാരും ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഈസി ആയിട്ട് ചെയ്യുക. നാട്ടുകാരെല്ലാം വരുന്ന ടീമിനോട് പറയുകയാണ്, നിങ്ങൾ നല്ല രീതിയിൽ കളിച്ച് നല്ല രീതിയിൽ റഫറിനെ തൊടാണ്ട് റഫറി എനിക്ക് അത് ഈ ഒരു ടീം ജയിക്കണമെന്നൊന്നുമില്ലല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ പറയൂ നമ്മുടെ നാട്ടിൽ. അവർക്ക് ആ റഫറി ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്തു. ഈ ടീം കയറണം, ആ ടീം കയറണം എന്നുള്ള അതേ പറഞ്ഞ അസോസിയേഷനും നാട്ടുകാരും. അസോസിയേഷന് അങ്ങനെ സംഗതി നടക്കുന്നുണ്ടെങ്കിൽ അസോസിയേഷൻ അത് മാറ്റിയിട്ട്
പ്രോപ്പറായിട്ട് റഫറിങ് ചെയ്യിപ്പിച്ചിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അസോസിയേഷൻ ചെയ്യിപ്പിക്കാമല്ലോ. റഫറിനായിട്ട് സംസാരിച്ചു ആ. അഖിലേന്ത്യ ഉം, ഉം. കാരണം പറഞ്ഞത് ഇന്നെ അവിടുത്തെ കമ്മിറ്റി വിളിച്ചിട്ട് പറഞ്ഞു ഉം. സൂപ്പറോ അല്ലെങ്കിൽ ഏതോ ഒരു ക്ലബ്ബ് പറഞ്ഞു ആ. ക്ലബ്ബ് എത്തിയിട്ടില്ലെങ്കിൽ ആ, ആ. ഇവിടെ കുറെ ആൾക്കാരെ ആ, ഈ അങ്ങനെയാണല്ലോ പിന്നെ തന്നെ അതാണ്. അതാണ് പിന്നെ ഈ അടി തുടർന്നുകൊണ്ടിരിക്കും. അത് എല്ലായിടത്തും അപ്പൊ അങ്ങനെയല്ല. വെറുതെ അല്ല ഇവര് ചില ചെയ്യുന്നത്. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് ഇന്ന ക്ലബ്ബ് സെമിയിലെങ്കിലും ആ. എത്തണം എന്നുള്ള സെവൻസിൽ. അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ അതിലൊരു മാറ്റം വരില്ല. അതെ അസോസിയേഷൻ തന്നെ കമ്മിറ്റിക്കാരൻ അതിന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇതിനെവിടെ മാറ്റം വരാണ്? അതിങ്ങനെ തന്നെ പോകും. ഇങ്ങനെ അത് അപ്പം മാക്സിമം വളർന്നു വരുന്ന യങ് പ്ലേയേഴ്സ് അതിലോട്ട് പോവാണ്ട് ഒരുപാട് അക്കാഡമീസിൻ്റെ ട്രയൽസ് ഇപ്പോൾ ന്യൂസിലും പിന്നെ പത്രത്തിലും അല്ലാണ്ടേയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അറിയാലോ, എല്ലാ ക്ലബ്ബും പോസ്റ്റ് ചെയ്യുന്നതാണ് അവരുടെ ട്രയൽസ് വരുന്ന സമയത്തൊക്കെ. എല്ലാ ക്ലബിനും നല്ല അക്കാഡമി ഉണ്ട് ഇന്ത്യയിൽ. ഇപ്പോൾ എല്ലാ ISL ക്ലബിനും നല്ല അക്കാഡമി ഉണ്ട്. മാക്സിമം അതിലോട്ട് ട്രയൽസിനും കാര്യത്തിനും പോകാൻ നോക്കുക. ട്രയൽസ് ബയസ്ഡ് ആണെന്ന് കേൾക്കാറുണ്ട്, അത് ശരിയാണോ? ട്രയൽസ് ബയസ്ഡ് ആണെന്നുള്ളത്, അതായത് ആരെങ്കിലും മോനാണെങ്കിൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കുക. ISL അങ്ങനെയല്ല. ISL നടക്കില്ല. ISL അണ്ടറിലുള്ള ക്ലബിൽ അക്കാഡമി ലെവലിലൊന്നും അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ നാട്ടിൽ ഒരു തിരൂരിൽ എവിടെ പോയി കിടക്കുന്ന 1-2 ചെക്കന്മാർ ഇവിടെ നമ്മളെ ബാംഗ്ലൂർസിൻ്റെ അക്കാഡമിയിലുണ്ട്. ഓരങ്ങനെ വന്ന് അതിൻ്റെ ബേസ്ഡ് ആണെങ്കിൽ ക്വാളിറ്റിൻ്റെ ഇതെല്ലാം കിട്ടാത്തവർ പിന്നെ പറയുന്ന കുറേ കാര്യങ്ങളാണ്. നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റ് ലെവലൊക്കെ നോക്കുകയാണെങ്കിലോ ഡിസ്ട്രിക്ട് ലെവലൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കളിച്ച സമയത്തും ഡിസ്ട്രിക്ട് ടീമിൽ ഒരുപാട് പ്ലേസ് കളിക്കുന്നില്ല. അപ്പം ഞാൻ ആരും അറിഞ്ഞിട്ട് എന്നെ ആര് കയറ്റിയതാണ് ഡിസ്ട്രിക്ട് ടീമിൽ ഒരു ബയസ് ഉണ്ടായിരുന്നു. നമ്മളെ ഡിസ്ട്രിക്ട് ടീമിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2-3 ആൾക്കാരെ കയറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട്. സ്റ്റേറ്റ് ടീമിലും ഡിസ്ട്രിക്ട് ടീമിലും 1-2 ആൾക്കാർ ചിലപ്പോൾ കയറി കൂടിയേക്കാം. അങ്ങനെ എങ്ങനെയൊക്കെ കൂട്ടിക്കോ. ബാക്കി 16 പ്ലേസിൻ്റെ ചാൻസ് അല്ലേ. അപ്പോൾ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ എന്തായാലും കയറി പോകും. എൻ്റെ അഭിപ്രായം അതാ, ക്വാളിറ്റി ഉള്ള പ്ലെയർ നമ്മൾ. പക്ഷെ പണ്ട് നമ്മളെ ഡിസ്ട്രിക്ട് ടീമിൽ പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഒരുപാട് അൻസുഖാൻ്റെ ഒക്കെ ടൈമിൽ ഒരുപാടുണ്ടായിരുന്നു ഈ പരിപാടി. അൻസൊക്കെ ഈ കാര്യം പറഞ്ഞത് അനസ്ക പറഞ്ഞു. ഓരോ സമയത്ത് ഇത് നല്ല ഉണ്ടായിരുന്നു. നമ്മളെ സമയമൊക്കെ ആയപ്പോൾ കുറഞ്ഞു വന്നിരുന്നു കുറച്ചൊക്കെ. കാരണം ആൾക്കാർ ഇത് ശ്രദ്ധിക്കൽ തുടങ്ങി നമ്മളെ സമയമൊക്കെ ആയപ്പോഴത്തേന്. അപ്പോൾ ഇതന്നെ ഈ ട്രയൽസിനെല്ലാം ഇവിടെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ISLൻ്റെ അണ്ടറിലുള്ള അക്കാഡമീസിലൊന്നും ഇല്ല. ഞാൻ തന്നെ എത്ര പ്ലേസിന് അവിടെയൊക്കെ ട്രയൽസിന് പറഞ്ഞേക്കാൻ നോക്കലുണ്ട്. ഓരോ ട്രയൽസിന് പോകലും ഉണ്ട്. ക്വാളിറ്റിയുള്ള പ്ലേസ് ആണെങ്കിൽ അവിടെ കിട്ടലും ഉണ്ട്, അല്ലാത്തവരെ പുറത്താക്കലും ഉണ്ട്. ഒരുപാട് പ്ലേസ് നാട്ടിൽ എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് ഇൻസ്റ്റയിൽ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ടുള്ള ഒരുപാട് കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ട്രയൽസിന് പറഞ്ഞേക്കലുണ്ട്. ബാംഗ്ലൂർസിൻ്റെ അക്കാഡമി അല്ലെങ്കിൽ റിലയൻസിൻ്റെ അക്കാഡമി എവിടെയെങ്കിലുമൊക്കെ നല്ല പ്ലേസ് ആണെങ്കിൽ അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഈ സെവൻസിലിപ്പോൾ ആഷിക്കിനെ ഇപ്പോൾ നമ്മൾ എൻ്റെ അടുത്തൊരു അക്കാദമി നടത്തുന്ന ഒരു കോച്ച് പറഞ്ഞ കാര്യമാണ്. സെവൻസിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഫാൻസിൻ്റെ അടുത്ത് അത്രയും ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. തെറി പറയുന്നത് കേൾക്കും, നല്ല തെറിയും ചീത്ത വിളിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കും. അതും പിന്നെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള ഗെയിമും എല്ലാം കൂടി നോക്കുകയാണെന്ന് വെച്ചാൽ അത് പിന്നെ 11ൽ വന്നപ്പോൾ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഒരു കാര്യം. ആ കാര്യം രണ്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം തന്നെയാണ്. സെവൻസ് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേ പോലെ ഇത് 2 വശമുണ്ട്. പക്ഷേ പിന്നെ അന്നൊരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സെവൻസ് കളിക്കാൻ പോയത്. അന്ന് ചിലപ്പോൾ എനിക്ക് അക്കാഡമി വേറെ എവിടെയെങ്കിലും കിട്ടുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബിൻ്റെ അണ്ടറിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ പോയില്ലായിരുന്നു. പക്ഷേ ഇതിലോട്ട് പാനസൊക്കെ പറഞ്ഞ മാതിരി വേറൊരു ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അതിന് നിൽക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പേര് കുടുംബം നോക്കുന്നുണ്ട്. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ക്ലബ്ബോ കാര്യങ്ങളോ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സെവൻസ് കളിക്കുന്ന ഒരു പ്ലേയേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സെവൻസ് ആ ഒരു ഇതൊക്കെ. പിന്നെ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ കളിച്ചുകൊണ്ട് ഫിസിക്കലി ഭയങ്കര ഒരു എന്തായാലും എക്സ്പീരിയൻസ് കിട്ടും. എൽബോ ഒക്കെ നന്നായിട്ട് നന്നായിട്ട് കിട്ടും. അതാണ്. പിന്നെ അങ്ങനെ ചെയ്യുന്നവർക്ക് ഭയങ്കര ഫാൻ ബേസ്. അപ്പോൾ ഞാൻ തന്നെ പറയാതെ ചില പ്ലെയേഴ്സിനൊക്കെ അവർ ഞാൻ പേര് പറയുന്നില്ല, അവർക്കൊക്കെ ഫാൻ ബേസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ കുറേ പറയുമല്ലോ നമ്മളെ നാട്ടിൽ എല്ലാം എന്താ പറയുക പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ എല്ലാ രീതിയിലുള്ള ആൾക്കാർ നിങ്ങളിപ്പോൾ അപ്പം പണ്ട് പറയുന്ന പോലെ വീട്ടിൽ ഉമ്മാനെ അടിച്ചിട്ട് പുറത്തിറങ്ങി വന്നാലും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, പിന്നെ എതിർക്കാനും ആൾക്കാരുണ്ടാവും. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഏത് പാർട്ടി എടുത്താലും ഏത് ഇതെടുത്താലും അവർക്ക് അവരുടേതായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്. എനിക്കറിയില്ല ചെറുപ്പം തൊട്ടേ അവർക്ക് ഇത് ഇൻജക്റ്റ് ചെയ്ത് വിടുന്നതാണോ എന്താ സംഗതി എനിക്കറിയില്ല. ആഷിക്കിന് ഇങ്ങനെ ഈ തോട്ട്സ് വരാൻ കാരണം എന്താ? ആഷിക്കിന് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും? അങ്ങനെയല്ല, ഈ തോട്ട്സ് പറഞ്ഞപ്പോൾ നമ്മൾ ഇതിനെതിരെ എന്തെങ്കിലും ഒരു കാര്യത്തിനെതിരെ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ അർജന്റീനയുടെ കാര്യം പറഞ്ഞ പോലെ ഇതുപോലെ എന്തെങ്കിലും കാര്യം ഗ്രൗണ്ടിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയലുണ്ട്.
ഈ എടുത്ത് പറയുന്നതോട് എനിക്കൊന്നും കിട്ടാനില്ല പേഴ്സണലായിട്ട്. എനിക്ക് എന്താ കിട്ടുക? എനിക്കൊന്നും കിട്ടില്ല. അപ്പോൾ നാട്ടിലെ ഗ്രൗണ്ട് മോശമാണ്, നമ്മൾ ഗ്രൗണ്ട് പരിപാലിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തെ ഭരിക്കുന്ന ഗവൺമെൻറ് ഏതാ, ആ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് അണികളുണ്ട്. അവർ വന്നിട്ട് എന്നെ തെറി വിളിക്കുക, അത് പറയാ ഇത് പറയാ, എനിക്ക് ഒരു പ്രശ്നമില്ല. അവരെ ഫ്രീഡാണ്. പാർട്ടിപരമായിട്ട് പേഴ്സണൽ അറ്റാക്ക് ആ ആയിട്ടാണ് ആ എടുക്കുന്നത്. അവർ വിചാരം നമ്മൾ അവരെ പാർട്ടിക്ക് അഗേൻസ്റ്റ് ആണ്, ഞാൻ ഈ പാർട്ടിനെ സപ്പോർട്ടാണ് എന്നാണ് ഇവരെ വിചാരം. അപ്പം ഭരിക്കുന്നത് ഈ പാർട്ടിയാണെങ്കിൽ അപ്പോഴും പറയും ഞാനൊരു പാർട്ടിയിലും ഇല്ലാത്ത ആളാണ്, എനിക്ക് ഇതുവരെ പോയിട്ടുമില്ല, ഇങ്ങോട്ട് പോവില്ല ഒരു പാർട്ടിയിലും ഒരു രീതിയിലും. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ സെയിം നടക്കുന്ന കാര്യം, മുസ്ലിംസിനെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യം മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി. അല്ലെങ്കിൽ ഹിന്ദുസ് ചെയ്യുന്ന എന്തൊരു കാര്യമാണ് പ്രശ്നം എന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് പ്രശ്നമായി. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മുസ്ലിമാണ്, നമ്മളിത് സുന്നി മുജാഹിദ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. സുന്നി ചെയ്യുന്ന ഒരു കാര്യം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മുജാഹിദായി ആണോ അല്ലേ? നമ്മൾ ശരിയാണ്. താടി വളർത്തൽ മുസ്ലിംസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ പൊതുവെ സുന്നി എന്ത് പറയുന്ന അറിയോ, മുജാഹിദായി എന്ന് പറയും. പക്ഷെ ഓൻ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഐ മീൻ ആസ് എ മുസ്ലിം ചിന്തിക്കുകയാണെങ്കിൽ, ആ ഒരു ഇതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓൻ ചെയ്യുന്ന നല്ല കാര്യം. താടി വളർത്തൽ മുസ്ലിംസിൽ സുന്നത്താണ്, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോ, നിങ്ങൾ താടിയൊന്ന് വലുതാക്കി വളർത്തിയാണ്ട് പള്ളി കയറി നോക്കിയും തൊപ്പിടാന്തൊന്ന് പള്ളി കയറി മുജാഹിദായി നിങ്ങൾ പിറ്റേ ദിവസം. ഈ ആൾക്കാർ ഓൾറെഡി കുറേ കാര്യങ്ങൾ സേവ് ചെയ്ത് വെച്ചുക. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയായി, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ എന്തെങ്കിലും അഴിമതി കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളോ ഞാൻ എൻ്റെ പക കാണിച്ചു കൊടുത്താൽ, കാരണം ഞാൻ കൽപ്പിച്ചൂർ എൻ്റെ പക കാണിച്ചു കൊടുക്കും. എൻ്റെ ഇപ്പോൾ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റാണ്. അത് നിങ്ങൾ ഇനി വിത്ത് എവിഡൻസ് എന്ത് കാര്യം എൻ്റെ പരത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഇപ്പോൾ പണ്ടേ കമ്മ്യൂണിസ്റ്റാ, പണ്ടേ ചെറുപ്പം തൊട്ടേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ്. എല്ലാ പിന്നെ എന്താ പറയുക, പണ്ടത്തെ എല്ലാ ഓരോ ജാഥയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് മുന്നിൽ നിന്ന് പോയിന്ന ആളാണ്. ഇപ്പോൾ പോലുണ്ടോയെന്ന് അറിയില്ല, ഇപ്പോൾ കണ്ടിട്ടില്ല വല്ലാണ്ട് പോണേ. പക്ഷെ ഇപ്പോഴും ആ ഉറച്ച കമ്മ്യൂണിസ്റ്റിൻ്റെ അത് ഉള്ളിലുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദറും സെയിം ഉറച്ച കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇത് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം കാണിച്ചു കൊടുത്താൽ ആൾ സമ്മതിക്കില്ല. വിത്ത് എവിഡൻസ് കാണിച്ചു കൊടുത്താലും സമ്മതിക്കില്ല. അപ്പോൾ ഇവർക്ക് എന്തെന്നെ ആയിക്കോട്ടെ, ഇവരതിനാണ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിനെതിരെ ആരൊന്നും പറയരുത്. അത് പറഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യുക. അതിന് ഒരു പാർട്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലെ എല്ലാ പാർട്ടി. അതുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിൽ വികസനം വരാത്ത ഒരു കാര്യത്തിനും, ഫുട്ബോൾ ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ബാക്കി എന്തായിക്കോട്ടെ, സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല. ഇതുപോലെ നിങ്ങൾ എന്ത് തോന്നിയ സ്ഥലം കാണിച്ചോ സപ്പോർട്ട് ചെയ്യാനിതാ, ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെന്താ പ്രശ്നം? നമ്മൾ എന്ത് ചെയ്താലും, എന്തായാലും നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും കുറച്ച് ആൾക്കാർ നമ്മളെ എതിർക്കാനുണ്ട്, പക്ഷേ കുറച്ച് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പം പിന്നെ പ്രശ്നമില്ല. ഇപ്പം അടുത്ത ന്യൂസ് വന്നില്ല, നമ്മളെ അത്ലറ്റ്സ് മീറ്റിന് എന്തോ പോണ കുട്ടികൾക്ക് ട്രെയിനോ ബസ്സോ എന്തോ ട്രെയിനില്ല, സ്വന്തം വേജസ് എടുത്തിട്ട് സ്വന്തം പിന്നെ അവർ ബുക്ക് ചെയ്തിട്ട് പോകണമെന്നൊക്കെ. അതും നിങ്ങൾ സംസാരിച്ച് നോക്കൊണ്ടു. അപ്പോൾ എന്തെങ്കിലും സ്വന്തം എടുത്ത് പോയാലും ചോദിക്കാൻ നമ്മുടെ നാട്ടിൽ ആൾക്കാരുണ്ടാവും. കാരണം ഓരോ പാർട്ടിയാണ് ഭരിക്കുന്നത് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇനി വേറെ പാർട്ടി വന്നാലോ സെയിം. ഇപ്പം ലീഗ് വന്നാലും സെയിം, ഓർക്കുണ്ട് ഇതുപോലത്തെ കുറച്ച് അണികൾ. നമ്മളെന്ത് പറഞ്ഞാലും അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നുമില്ല. നമ്മളെ പാർട്ടിക്ക് അഗേൻസ്റ്റ് പറഞ്ഞാൽ എന്താണേലും നമ്മൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ ഇപ്പം അടുത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ കുറേ ഫുട്ബോളിനെ തൊട്ട് സംസാരിക്കും. അല്ല കുഴപ്പമില്ല. നമ്മളിപ്പോൾ അടുത്ത് ഈ മഴയുള്ള സമയത്ത്, ആ നാട്ടിലുള്ള സമയത്ത് ഞാൻ കൊച്ചി പോയി വന്നു. അപ്പോൾ എൻ്റെ വണ്ടിക്ക് സസ്പെൻഷൻ പോയിട്ട് എത്ര രൂപ ചിലവായി ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൻ്റെ ചിലവായി. നിസാൻ്റെ ഒരു അതല്ല വേറെ കാര്യമുണ്ട്. അപ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ കുറിച്ച് എൻ്റെ വൈഫിനോട് സംസാരിക്കാൻ കാര്യങ്ങൾ. അന്നത്തെ ഒരു ന്യൂസിൽ വന്നതാ, ഒരു കൊച്ചിയിലവിടെ ഒരു സ്കൂട്ടർ, ഒരു അമ്മയും കുട്ടിയും അച്ഛനും പോയ സ്കൂട്ടറിൽ നിന്ന് ഒരു കുട്ടി കയ്യിൽ നിന്ന് കട്ടറിൽ ചാടിയിട്ട് കുട്ടി വീണിട്ട്, ഓട്ടോറിക്ഷയിൽ എന്തോ പോയപ്പോൾ കട്ടറിൽ ചാടിയിട്ട് കുട്ടി വീണിട്ട് ആ ഓട്ടോറിക്ഷ ആ കുട്ടീൻ്റെ മേലോട്ട് കയറി 3 വയസ്സുള്ള കുട്ടി മരിച്ചു എന്നുള്ളൊരു ന്യൂസ് ആ വീക്കിൽ വന്ന. ആള് മരിച്ചു, ആ കുട്ടി മരിച്ചു, 3 വയസ്സുള്ള. ആ ഫാമിലിക്ക് ആ ഒരു 3 വയസ്സുള്ള കുട്ടി മരിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ആര് കാരണം? നമ്മുടെ നാട്ടിലെ റോഡ് കാരണം. അതാര് കാരണമാണ്? ഗവൺമെൻറ്. അതാര് കാരണമാണ്? ഗവൺമെൻറ്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞു നോക്ക്. അപ്പം ഈ ഭരിക്കുന്ന പാർട്ടിൻ്റെ അണികൾ എന്താ പറയുകയെന്നറിയോ, മുന്നത്തെ പാർട്ടിയുള്ള സമയത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയാം. ഞാൻ ആ പാർട്ടിയാണ് ഇവിടെ ഭരിക്കണമെങ്കിലോ ആ പാർട്ടിൻ്റെ ആൾക്കാരും സെയിം പറയും. ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യം അത് കണ്ടിട്ട് ഒരുപാട് സങ്കടമായി ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ. ഇതൊക്കെ എല്ലാവർക്കും ആശിക്ക് പറയുന്നത് ശരി, അതൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരും അറിയും. എന്നിട്ട് പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാനും ഇത് ചെയ്യാനും ആൾക്കാരുള്ളതാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത.
അപ്പം ശരിക്കും ആലോചിച്ച് നോക്കി 3 വയസ്സുള്ള കുട്ടി നമ്മളെ കുട്ടിയൊക്കെയാണ് ആലോചിച്ച് നോക്കി. എനിക്ക് എൻ്റെ മോന് ജസ്റ്റ് ഒന്നൊരു ഫ്ലോറിലെവിടെയും തട്ടി വീണ് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സങ്കടമാണ്. അപ്പം ഞാൻ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു, ആരെതിനെതിരെ സംസാരിക്കുക. നമ്മൾ ഒരു റോഡ് കാരണം, റോഡിലൊരു കുഴി കാരണം ആണ് ആ കുട്ടി. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെ? ഈ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മൾ ടാക്സ് അടക്കുന്നുണ്ട്, അതിന്റെ പുറത്താണ് നമ്മൾ പറയുന്നത്. അല്ലാതെ കേരളവും കർണാടകയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റോഡ് ടാക്സ് അടക്കുന്ന 2 സ്റ്റേറ്റ്സാണ്. ആലോചിച്ച് നോക്ക്, ഏറ്റവും കൂടുതൽ റോഡ് ടാക്സ് അടക്കുന്ന നമ്മളെ കേരളവും കർണാടകയാണ്. നമ്മൾ 15 ഇയേഴ്സിൽ റോഡ് ടാക്സ് അടക്കുന്നുണ്ട്. ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരുമിച്ച് 15 ഇയേഴ്സ്. ഒരുപാട് സ്റ്റേറ്റിൽ 5 ഇയേഴ്സ് അടിച്ചാൽ മതി. ഫസ്റ്റ് 5 ഇയേഴ്സ്, പിന്നെ നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും 5 ഇയേഴ്സും വീണ്ടും 5 ഇയേഴ്സ്. പക്ഷെ നമ്മൾ ഒറ്റ അടിക്ക് ഒരു വണ്ടി എടുക്കുമ്പോൾ 15 വർഷത്തെ ടാക്സ് അടിച്ചിട്ടാണ് നമ്മൾ റോഡിലോട്ട് വണ്ടി എടുക്കുന്നത്. എന്നിട്ട് എന്താ ഗുണം? ഇതുപോലത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഗുണത്തിന് മാത്രമല്ല, ഒരു ജീവൻ നഷ്ടപ്പെടുന്ന കാര്യമല്ലേ. പക്ഷെ നീ പറഞ്ഞ ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇട്ടോളി, ഈ വീഡിയോക്കും ഇതിൻ്റെ അടിയിൽ തന്നെ തെറി പിടിക്കാൻ ആൾക്കാർ അണികളുണ്ടാവും. അതെ, അതാ എന്നിട്ട് ആഷിക്കിനെ ഏഴ് നന്നാൻ പോകുന്നില്ല. ഇങ്ങനെ ഇത്രയും ആൾക്കാരുള്ളിടത്തോളം കാലം ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരില്ല. അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്നത് നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരാവണം. അതെന്തായാലും നമ്മുടെ നാട്ടിലില്ല. ഇല്ല. അതുകൊണ്ട് പിന്നെ അവർക്ക് സുഖമല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താലും എന്ത്, ചെയ്തിട്ടില്ലെങ്കിൽ എന്ത്, നമ്മൾ കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു പാർട്ടി നല്ലൊരു വികസന പ്ലാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ ചെയ്യും, അപ്പുറത്തെ ആ പാർട്ടി അതിന് തടസ്സം നിൽക്കും. അങ്ങനത്തെ ഒരു അത് പിന്നെ പണ്ടോട്ടേ ഉള്ളതല്ലേ നമ്മുടെ നാട്ടില്. നമ്മളൊന്ന് പുറത്തൊക്കെ പോയപ്പോൾ ഞങ്ങൾ പോളണ്ടിൽ, ഞങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒന്നും ഡെവലപ്മെന്റ് വരുത്തിയ ഒരാളും എതിരെ സമരം എന്ന് പറഞ്ഞ സംഭവം വേറെ എവിടെ ഇല്ല. അവിടുത്തെ പാർട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഡെയിലി ജാഥ വിളിക്കാൻ വരുന്ന ആൾക്കാരുണ്ടോ അവിടെ? ഇല്ല. ഉണ്ടോ? എവിടെ? ഓരോ പണിയെടുത്ത് രാവിലെ പണിക്ക് പോയി വൈകുന്നേരം ഓരോ പണിയൊക്കെ എടുക്കുന്നത്. വോട്ടിങ് വരുന്ന സമയത്ത് ഇവർ നന്നായി ചെയ്തിട്ടുണ്ടോ എന്നാൽ അവർക്ക് വോട്ട്, നന്നായിട്ട് ചെയ്തിട്ടില്ലേ ഇവർക്ക് വോട്ട്, ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ അതേപോലെ അവിടെയൊക്കെ ഇപ്പോൾ ആശിക്കുണ്ടാവും, അവിടെയൊക്കെ ഫുട്ബോളിനെ വലിയ സ്പെയിനിൽ പോയപ്പോൾ ഫുട്ബോളിനോടുള്ള അപ്രോച്ച് ഏത് ഗവൺമെൻറ് ആയാലും അവർക്കൊക്കെ സെയിം ആണ്. അവിടെ കൺട്രി വലുതാവണം എന്നുള്ള ആഗ്രഹമുള്ളത്. നമ്മളവിടെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും, കമൻസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ത്യൻ ടീം ഇപ്പോൾ വേൾഡ് കപ്പ് കളിച്ചോ, നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും അത് വേജ് കൂട്ടണം എന്ന് പറയുന്നത്? ക്രിക്കറ്റ് ടീമിനെ കണ്ട് നോക്കൂ, ഇവർ കപ്പടിക്കുന്നുണ്ട്, അത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്ത് നമ്മളങ്ങനെ താഴ്ത്തും ചെലവല്. പക്ഷേ ക്രിക്കറ്റും ഫുട്ബോളും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് ചിന്തിച്ചാൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം വേൾഡിലെ പിന്നെ ഫുട്ബോൾ ബാക്കി കൺട്രീസിൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു DNA ഡിസഡ്വാൻറ്റേജ് ഉണ്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ കുറച്ച് തോന്നാറുണ്ട്, കുറച്ചൊക്കെ ഫിസിക്കൽ പരമായിട്ടും പിന്നെ അങ്ങനത്തെ രീതിയിൽ നമുക്ക് കുറച്ച് നമുക്കിപ്പോൾ സ്പെയിനിലും അവിടെ കിട്ടുന്ന ട്രെയിനിങ് ഏജ് 7 മുതൽ അത് നല്ല രീതിക്ക് കിട്ടുകയാണെങ്കിൽ ഗ്യാരണ്ടി തരാം. അത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു 12 വയസ്സുള്ള ഫിസിക്കലി ഉഷാറായിട്ടുള്ള അത്യാവശ്യം ബോൾ ടച്ചും കാര്യങ്ങളും ചെറിയൊരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, അതുള്ള ഒരു 10 വയസ്സുള്ള ഒരു 50 കുട്ടികളെ പിടിച്ചിട്ട് ഈ പറഞ്ഞ പോലത്തെ സ്പെയിനിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം ആ കുട്ടിയെ കൂടി 22-23 വയസ്സാണ് വരെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ വേൾഡ് കപ്പ് ഉറപ്പായിട്ടും ഒരു സംശയമല്ല. പക്ഷെ അത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് ഇത് അറിയാഞ്ഞിട്ടാ അന്ത കൊടുക്കാൻ. ആൾക്കാർക്ക് എന്താ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാത്തത്, എന്താ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങളെ പോലെ ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നമുക്കിതറിയില്ല. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ജപ്പാൻ, ഞാൻ അണ്ടർ-19 നാഷണൽ ടീം കളിക്കുന്ന സമയത്ത് ജപ്പാനിൽ പോയിരുന്നു. അതേതാ ഇയർ എന്ന് അറിയുമോ? അണ്ടർ-19 നാഷണൽ ടീമിൽ കളിക്കുന്ന സമയത്ത് എനിക്ക് 18 വയസ്സാണ്. ഈ 18 വയസ്സ് പറഞ്ഞാൽ 10 വർഷമായി. അപ്പോൾ ആ സമയത്ത് അവിടെ 3-4 പുതിയ ഫെസിലിറ്റീസ് കാര്യങ്ങൾ വന്നിരുന്നു. പുതിയ ഒരു ഹൈബ്രിഡ് പിച്ച്, ഒരു ഗ്രാസ് പിച്ച്, ഒരു പിച്ച്, അങ്ങനെ ഒരു വലിയൊരു ഏരിയയിൽ വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ ട്രെയിനിങ്ങിന് പോയത് കണ്ടിട്ട് നമ്മൾ എല്ലാവരും അന്തം വിട്ടിട്ട് ഇങ്ങനെ നോക്കുക. കാരണം ഫസ്റ്റ് ടൈം കാണുകയുള്ളൂ. അങ്ങനെ ഒരുമിച്ചൊരു 5-6 ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു ഫീലാണ്. ആസ് എ ഫുട്ബോൾ നമുക്ക് അങ്ങനെ ഗ്രൗണ്ട് കാണുമ്പോൾ നല്ലൊരു ഫീലാണ്. അതും അത്രയും വെൽ മെയിൻറ്റെയിൻഡ്. അവിടെ തന്നെ കിടന്നുറങ്ങാനുള്ള അക്കാഡമി, കുട്ടികൾക്ക് കിടന്നുറങ്ങാനുള്ള ഫെസിലിറ്റീസ്, ഫുഡ് കാര്യങ്ങൾ എല്ലാം, ഐസ് ബാത്ത്, പിന്നെ മസാജ്, സോന, അങ്ങനെ എല്ലാ സംഗതികളും. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം കാണുക. ഞാൻ ഫസ്റ്റ് ടൈം അന്നാ കാണുന്ന ഐസ് ബാത്ത്. നമുക്ക് ഇങ്ങനെയും ഐസ് ബാത്ത് ചെയ്യാന്നുള്ളത് ഡിഗ്രി അഡ്വാൻസ്ഡ് ആണ്. അതായത് ഡിഗ്രി സെറ്റ് ചെയ്തിട്ട് നമുക്ക് തണുപ്പ് റിമോട്ടിൽ സെറ്റ് ചെയ്യാം. തണുപ്പ് എത്ര വേണമെന്ന് 9 ഡിഗ്രി 8 ഡിഗ്രി നമ്മൾ സെറ്റ് ചെയ്യാം. അതുവരെ നമ്മൾ റമ്മിൽ ഐസ് പൊട്ടിച്ചിട്ടിട്ട് ഇറങ്ങി നിന്നിട്ട് ആള്. അപ്പോൾ അത് കണ്ട ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്, ഭയങ്കര. അപ്പോൾ സംസാരിച്ചപ്പോൾ ആണ് അറിഞ്ഞത്
ജപ്പാൻ ഒരു വിഷൻ പദ്ധതി ഉണ്ടായിരുന്നു അവർക്ക്. നമ്മൾ നെക്സ്റ്റ് 10 years വേൾഡ് കപ്പിൽ ക്വാർട്ടർ കടക്കുന്നുള്ളത്. ഓക്കെ അന്ന് 15 വയസ്സോ 14 വയസ്സോ 13 വയസ്സുള്ള കുട്ടികൾ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 15 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ അവിടെ നിർത്തിയേക്കായിരുന്നു ആ വിഷൻ വെച്ചിട്ട്. ആ കുട്ടിക്ക് സാലറി ഒക്കെ പേ ചെയ്തിട്ട് അവിടെ വെച്ചേക്കുക. ആ കുട്ടിക്ക് സാലറി ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു വിഷൻ നെക്സ്റ്റ് 10 years ആ കുട്ടികളെ വെച്ചിട്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഓരോതെന്താ ജപ്പാൻ എന്താ ജർമ്മനീനെ അടിച്ചു, ജർമ്മനി അടിച്ചിട്ടു. അതെ, നല്ല ക്വാർട്ടർ കടന്നു അതെ. അല്ലേ. അതുപോലെ 10 വർഷം മുന്നത്തെ ആ വിഷൻ്റെ തുടക്കമായിരുന്നു അത്. ഞാൻ അവിടെ പോയ സമയത്ത് ഈ 10 വർഷത്തിൽ ഓല പറഞ്ഞ സംഗതി ഒരു നടത്തിയെടുത്തു. ഇനി അടുത്ത 10 വർഷത്തേക്കുള്ള ഗോൾ ആ. ഉണ്ടായിട്ടുണ്ടാവും. ഒരു ടോട്ടൽ 15 വർഷത്തിൽ നമ്മൾ സെമി ഫൈനൽ കളിക്കുമെന്ന് പറഞ്ഞിരുന്നത്. അതായത് അടുത്ത വരുന്ന വേൾഡ് കപ്പിൽ സെമി ഫൈനൽ വരെ എത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ജപ്പാന്റെ വിഷനെ പറ്റി പറഞ്ഞു. ഇന്ത്യൻ ടീമിന് വിഷൻ 2030 ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഹൈലൈറ്റ്സ് പറയാനുണ്ടോ അതിനെ പറ്റിയിട്ട്? അതിലിപ്പോൾ ഈ ഏഷ്യൻ കപ്പ് ക്വാളിഫൈൻ്റെ കാര്യം ഉണ്ട് തോന്നുന്നുണ്ടായിരുന്നു. നമ്മൾ ഇനി അടുത്ത 4 മാച്ച് വിൻ ചെയ്യണം. അത് ഫെസിലിറ്റീസിനെ പറ്റി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്? അന്ന് യൂസഫ് വന്നപ്പോൾ പറഞ്ഞല്ലേ? ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫെസിലിറ്റീസ് അണ്ടറിൽ ഇന്ത്യൻ ടീമിൻ്റെ അണ്ടറിൽ ഇതുവരെ ഫെസിലിറ്റീസ് ഒന്നും വന്നിട്ടില്ല. ഐ മീൻ ഇന്ത്യൻ ടീമിനായിട്ടുള്ളൊരു ഫെസിലിറ്റി കൊൽക്കത്തയിലൊരു ഗ്രൗണ്ട് ഉണ്ട്. അല്ല, ഈ വിഷൻ 2030 എന്നുള്ളത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. പാർട്ടിക്കൊക്കെ അതെ 2026 ആണെന്ന് തോന്നുന്നു. ആ വേൾഡ് കപ്പാണ് കുറേ മുമ്പ്. അല്ലല്ല, വേറെ ഒന്നുണ്ട്. ഇപ്പം പറഞ്ഞ് ഇനിയൊരു 10-15 വർഷം കറക്റ്റ് ആ പോയിന്റ് എടുത്ത് പറയാം. നമ്മുടെ നാട്ടിലൊരു അക്കാഡമിയുടെ ഉഷാറായി മുത്തൂറ്റ്. അടിപൊളിയാ. AC മിലാൻ അക്കാദമി ഒക്കെ എങ്ങനെ? AC മിലാൻ്റെ അത്രയ്ക്ക് എനിക്കറിയില്ല. മുത്തൂത്തിൻ്റെ എനിക്കറിയാൻ കാരണം മുത്തൂത്തിന് ഒരുപാട് പ്ലേസ് ISL ടീമിൽ വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി ഒരുപാട് പ്ലേസ് അതും നല്ല ക്വാളിറ്റി പ്ലേസ്. എന്തായിരിക്കും അവർ ചെയ്യുന്നത്? വ്യത്യസ്തമായി ചെയ്യുന്ന എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കുട്ടികൾ വരുന്നത് എനിക്കറിയാം മുത്തൂത്തുനിന്ന്. കാരണം ഞാൻ മോഹൻബഗാൻ തന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം എന്നെ വിളിച്ചിട്ട് മുത്തൂത്തുനിന്ന് 4 പ്ലേസിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ 4 പ്ലേസ് നമുക്ക് എന്തായാലും വേണം, അവരോടൊന്ന് സംസാരിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒക്കെ സംസാരിച്ചിരുന്നു. അതേ മുത്തൂത്തുനിന്ന് ഈസ്റ്റ് ബംഗാളിനും പ്ലേസ് വന്നിട്ടുണ്ട്, ഗോവയ്ക്ക് പ്ലേസ് പോയിട്ടുണ്ട്. എവിടെയാണ് അക്കാഡമി? മലപ്പുറത്തുണ്ട്. എവിടേക്ക് ഓരോ മെയിനും മോഹത്താ തോന്നുന്നുണ്ട് അല്ലേ? ആ മേലെ ടർഫ് ഗ്രൗണ്ടുള്ള അവിടെ. ഓക്കെ, ശരി, ഓക്കെ. അല്ല, ഇപ്പോൾ നാഷണൽ ടീമിനെ പറ്റി പറഞ്ഞപ്പോൾ ആഷിഖ് ലൈഫ് ഓഫ് ആൻ ഇന്ത്യൻ ഫുട്ബോളർ എന്ന് പറയാൻ പറ്റുമോ? അതായത് എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ, ആര് ലൈഫ് എന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസും വർക്കൗട്ടും ഓക്കെ, അത് എത്ര കൂടുമ്പോഴാണ് ഇപ്പം മാച്ച് വരുമ്പോൾ എത്ര ദിവസം മുന്നെയാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുക? അത് അതിൻ്റെ ഡയറ്റ് എങ്ങനെയാണ്? ഇത് ഡിപ്പെൻസ്. ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യൽ ഡിപ്പെൻസ്. കോച്ച് തീരുമാനിക്കും. അവർ ചിലപ്പോൾ 10 ദിവസം മുന്നേ ആയിരിക്കും, ചിലപ്പോൾ 15 ദിവസം മുന്നേ ആയിരിക്കും. കോച്ച് വിളിക്കും. ക്ലബിൻ്റെ കളിയില്ലാത്തൊരു ടൈം ആയിരിക്കും അത്. അപ്പോൾ വിളിച്ചിട്ട് ഇൻ്റർനാഷണൽ മിൻ്റ് ആയിരിക്കും. ക്യാമ്പ് വിളിച്ചിട്ട് ഇടയിൽ ഒരു സ്ഥലത്ത്. ഇപ്പോൾ ലാസ്റ്റ് ക്യാമ്പ് ബാംഗ്ലൂരായിരുന്നു. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പൊതുവെ ഇങ്ങനെ മാറുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ കോച്ചസ് ആണ് തോന്നുന്നത്, എനിക്കറിയില്ല. ഫെസിലിറ്റീസ് എവിടെ അവൈലബിൾ ആണോ അതിനനുസരിച്ചാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ടീം ഹോട്ടലിൽ പോകണം. അതെ, ടീം ഹോട്ടലിലെത്തും, പറയുന്ന ഡേറ്റിനെത്തും. പിന്നെ ഒരു നാഷണൽ ടീമിലെത്തുമ്പോൾ വേറൊരു എനർജിയാണ്. വേറൊരു എന്താ പറയുക, മോർണിംഗ് എണീക്കുന്നത്, അധിക ദിവസം രാവിലെ ജിം ഉണ്ടാവും, എല്ലാവരും ഒരുമിച്ച് ഒരു ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. പിന്നെ ക്ലബ്ബിലാവുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയാൽ മതി ടൈമിന്. ബാക്കി ടൈം നമ്മൾ ഫ്രീയാ. ഇപ്പം ഞാൻ ഇവിടെ വന്ന പോലെ ഞാൻ ഫ്രീയാ. എനിക്ക് നാളെ രാവിലെ ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് എത്തിയാൽ മതി. ബാക്കിയെല്ലാം എൻ്റെ കാര്യമാണ്, ഞാൻ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത് പ്രൊഫഷണൽ ഫുട്ബോളല്ല. ഞാൻ നല്ല രീതിയിൽ എൻ്റെ കാര്യം നോക്കി നല്ല രീതിയിൽ കറക്റ്റ് ടൈമിൽ കടന്നുറങ്ങി അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കുകയാണെങ്കിൽ എൻ്റെ കരിയർ ബെറ്റർ ആവും. ഒരുപാട് കാലം കൂടുതൽ കളിക്കാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ ഈ ഒരു പ്രൊഫഷണൽ. പക്ഷേ നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ ടീമിൽ അവർ പറഞ്ഞ ടൈമിൽ അതെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പോകും. പിന്നെ എത്ര മണിക്ക് ഫുഡും കാര്യങ്ങളൊക്കെയാണല്ലോ. ഡിപ്പെൻസ് ഓൺ ജിം എപ്പോഴുണ്ട് ടൈമിനനുസരിച്ച്. അതിന് മുന്നേ പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഉണ്ടാവും. 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ 8 o'clock ബ്രേക്ക്ഫാസ്റ്റിന് എത്തുക. ന്യൂട്രീഷനിസ്റ്റുകളുണ്ട് കറക്റ്റ് എന്ത് കഴിക്കണം. ഡോക്ടേഴ്സ്, ടീമിൻ്റെ ഡോക്ടർ ഉണ്ടല്ലോ. നിങ്ങൾ ഇഷ്ടത്തിന് കഴിക്കാറില്ല? അല്ല, അവർ മെനു വെക്കല നമുക്കായിട്ട് സ്പെഷ്യൽ. പിന്നെ ഒരു ഏരിയ വേറെ തന്നെ ഒരു ഹാളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പൊതുവേ ഉണ്ടാവാറ്. കാലറി കൺട്രോൾ ഉണ്ടോ? അങ്ങനെ ഐ മീൻ അധികം ഐറ്റം ഫുഡും ഉണ്ടാവും, പക്ഷെ എല്ലാം കൺട്രോൾഡ്. എങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാക്കിയ മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള. ഷുഗറൊക്കെ കമ്മി കിട്ടും. ഷുഗർ ഉണ്ടാവില്ല, ഷുഗറുള്ള ഒരു ഫുഡ് ഉണ്ടാവില്ല. ഓക്കെ, കുഴപ്പമുണ്ടാകും. ഗ്രിൽ ചിക്കന് കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ജിം ഉണ്ടാവും. കഴിഞ്ഞാൽ വൈകിട്ട് ട്രെയിനിങ്, ഉച്ചയ്ക്ക് പിന്നെ ലഞ്ച്, വൈകിട്ട് ട്രെയിനിങ് ഉണ്ടാവും. ചിലപ്പോൾ മീറ്റിംഗ്. ട്രെയിനിങ് എത്ര മണിക്കൂർ സെഷന്?
2 മണിക്കൂറൊക്കെ. 2 മണിക്കൂർ കണ്ടിന്യൂസ്. ഡ്രിൽസ്, പ്രാക്ടീസ് മാച്ചസ് ഉണ്ടോ അതോ? ഇടയ്ക്ക് പ്രാക്ടീസ് മാച്ചും കാര്യങ്ങളൊക്കെ വരും. ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ ക്യാമ്പിൽ 15 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് മാച്ചോ കാര്യങ്ങളോ എന്തെങ്കിലും അറേഞ്ച് ചെയ്യും. 15 ദിവസമൊക്കെ മിനിമം മാക്സിമം ഉണ്ടാവാറ്? കൂടുതലും 15-20 ദിവസമൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ. ഒക്കെ ഇന്ത്യയിൽ തന്നെ. ആ. പുതിയ ഫാമിലിനെ കൊണ്ടുപോകോ? ഇല്ല നാഷണൽ ലീഗിന് മുമ്പല്ല. ഇല്ല, ടീം ഹോട്ടലിൽ കേട്ടില്ല. അങ്ങനെയല്ല, ഇതുവരെ അങ്ങനെ അവിടെ ഇതുപോലെ ഒരു ചിട്ടായിട്ട് നമ്മൾ കൺട്രിക്ക് വേണ്ടിയിട്ട് ഒരു സംഗതി ചെയ്യാൻ പോവല്ലേ. അവിടെ പിന്നെ എനിക്ക് തോന്നിയില്ല അവിടെ ഫാമിലി ആയിട്ടൊക്കെ പിന്നെ അതൊരു നമ്മൾ ഫോക്കസായിട്ട് ഇപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും. ഫോക്കസായിട്ട് നമ്മൾ കൺട്രിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവല്ലേ. അതൊരു പുതിയ കോച്ച് ഖാലിദ് ജാമിലിനെ കുറിച്ചിട്ട് എന്താ പറയുള്ളത്? നല്ലൊരു കോച്ചാണ്. എല്ലാം കൊണ്ടും ഇത്രയും കാലങ്ങൾക്ക് ഫോറിൻ കോച്ചസ് ആയിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ 13 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ കോച്ച് വരുന്നത്. ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആൾക്ക് ഒന്നുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്ലേയേഴ്സ്. ട്രാൻസ്ലേറ്റേഴ്സ് വെച്ചാണ്ട് അല്ല അങ്ങനെയല്ല, അവർ നോർമലി ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരിക്കും. പക്ഷേ ഇത് ഒന്നുകൂടി ഒരു ഇന്ത്യ എന്നുള്ള രീതിയിൽ ഒന്നുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പോരാത്തിന് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു സ്വഭാവം അറിയുന്ന ഒരാളായിരിക്കുമല്ലോ ഒരു ഇന്ത്യൻ കോച്ച്. ആൾക്കറിയാലോ ഇന്ത്യൻ പ്ലേയേഴ്സ് എന്ത് ചിന്തിക്കും. എനിക്ക് തോന്നുന്നില്ല ഒരു ഫോറിൻ കോച്ചിന് അത് തിങ്ക് ചെയ്യാൻ പറ്റും. ഓരോ മെൻറ്റാലിറ്റി പുറത്ത് അവർ കണ്ട അക്കാഡമി പ്ലേയേഴ്സും ആ ഒരു ഏജിലുള്ള പ്ലേയേഴ്സും പുറത്തുള്ള പ്ലേയേഴ്സ് അല്ലേ. അപ്പോൾ അവർ ആ ഒരു ലെവലല്ലേ ചിന്തിക്കുക. പക്ഷെ ഇയാൾ ഇവിടെയുള്ള അക്കാഡമി പ്ലേയേഴ്സിനെ കണ്ടതാ, ഇവിടെ വളർന്നതാ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. ഒരുപാട് ക്ലബിൽ ഒരുപാട് ഇന്ത്യൻ പ്ലേയേഴ്സിനെ ചെറുപ്പം തൊട്ടേ ഇന്ത്യൻ പ്ലേയേഴ്സിനെ കണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിച്ച് അങ്ങനത്തെ ഒരാളല്ലേ. അപ്പോൾ ആൾക്ക് ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഇന്ത്യൻ പ്ലേയേഴ്സിനെ മനസ്സിലാക്കാൻ കഴിയും ആൾക്ക്. മൂപ്പർക്ക് ഇമോഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ആളുടെ ടീം മാനേജ്മെൻറ്റ്, പ്ലെയർ മാനേജ്മെൻറ്റ് എല്ലാം നല്ല അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ആളുണ്ടല്ലോ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്ന തോന്നുന്നത്. ആൾ ഓരോ പ്ലെയേഴ്സിൻ്റെ അടുത്തും ചെന്നിട്ട് ഇൻഡിവിജ്വലി പേഴ്സണലി എപ്പോഴും സംസാരിക്കാറുണ്ട് എല്ലാ പ്ലേയേഴ്സായിട്ടും. പിന്നെ നമുക്ക് എന്ത് തോന്നുന്നു, ട്രെയിനിങ് ചെയ്തിട്ട് നിനക്കെന്താ തോന്നിയത്, പിന്നെ നിനക്കെന്താ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ആദ്യം നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും നിനക്കെന്താ തോന്നുന്നത്, നിനക്ക് ഇമ്പ്രൂവ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പറഞ്ഞുതരും. ഇങ്ങനെയാണ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. സാധാരണ നിങ്ങൾ ഇപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ ടീമിലൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ എന്താണ് സാധാരണ സ്ട്രാറ്റജി ആണോ ട്രെയിൻ ചെയ്യാറ്, അതല്ലെങ്കിൽ കൂടുതൽ എന്തിലാണ് ഫോക്കസ് ചെയ്യാറ്? ഡിപ്പെൻസ് ആ കോച്ചിന് സ്റ്റൈൽ അനുസരിച്ച് ആൾക്ക് എന്ത് സ്റ്റൈലിലാണ് കളിക്കേണ്ടത്. ഇപ്പോൾ എല്ലാവരും നിങ്ങൾ തന്നെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഡിഫെൻസീവായിട്ടാണ് ടീമുകൾ. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഖാലിദ് സാർ അണ്ടറിൽ നമ്മൾ ആകെ 4 മാച്ച് കളിച്ചത്. അപ്പോൾ ആൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഡിഫെൻഡിങ്ങിലായിരുന്നു. ഇനി പതിയെ അറ്റാക്കിങ്ങിലും കാര്യങ്ങളിലും വരും. കാരണം ആൾക്ക് ആകെ 4 മാച്ചാണ് കിട്ടിയത്. അതും ഒരു 10 ഡേയ്സിൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൂ. 10 ഡേയ്സിൽ നമ്മൾ ഡിഫെൻസീവ് ആൾ അത്യാവശ്യം നല്ല ഉഷാറാക്കി. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ അഫ്ഗാനിസ്ഥാനായിട്ട് 0-0, ഇവരായിട്ട് 2-1, പിന്നെ ഇറാനായിട്ട് നമ്മൾ 65 മിനിറ്റ്സ് വരെ നമ്മൾ പിടിച്ചു നിന്നു. അതങ്ങനെ പോവായിരുന്നു. അങ്ങനെ പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു 90 മിനിറ്റ്സ് വരെ. ചെറിയൊരു ഇതിൽ ഗോൾ വന്നു. പിന്നെ ആ ഒരു ഗോൾ വന്നപ്പോൾ എല്ലാവരും ഒന്ന് ഡൗൺ ആയി. കാരണം നമ്മൾ ഇത്രയും നേരം പിടിച്ചു നിന്നിട്ട് ആയെന്നുള്ള ആ ഒരു ഇത്. പക്ഷേ ടീം ബെറ്റർ ആവും ആളണ്ടറിൽ എന്തായാലും. ഇന്ത്യൻ അതായത് സ്റ്റേഡിയത്തിലോട്ട് വരുന്ന ഫാൻസ്, ഇന്ത്യൻ ടീമിൻ്റെ ഫാൻസിനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? മുമ്പ് സുനിൽ ഛേത്രി പറഞ്ഞിട്ടുണ്ട്, അതായത് വീഡിയോയിൽ വന്നിട്ട് കരഞ്ഞ് പറയണം, നിങ്ങൾ ഞങ്ങൾ കളി ഒന്ന് കാണാൻ വരി, നിങ്ങൾ വന്ന് ഞങ്ങൾ തെറി പറഞ്ഞാലും കുഴപ്പമില്ല, കളി കാണാൻ വരി. ഇപ്പോൾ ആ ഒരു ഫാൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തെങ്കിലും മാറ്റം ഉണ്ട്. കളി കാണാൻ വരുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ കളി വന്നാലും അത്യാവശ്യം പാക്ക്ഡ് സ്റ്റേഡിയം തന്നെ ഉണ്ടാവാറ്. അത്യാവശ്യം നല്ല പാക്ക് സ്റ്റേഡിയം ഉണ്ടാവാറുണ്ട്. അതൊരു നല്ലൊരു പിന്നെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് സൈഡാണ്. നമ്മളെ നാട്ടിൽ കളിക്കുമ്പോൾ, നമ്മൾ കൺട്രിയിൽ കളിക്കുമ്പോൾ നമ്മളെ ഫ്ലാഗ് എല്ലാം ഇങ്ങനെ കാണുമ്പോഴൊക്കെ. ഇപ്പം നമ്മളെ ബാംഗ്ലൂരിൽ ഞങ്ങളൊരു പക്ഷേ സാഫ് കപ്പ് കളിച്ചിരുന്നു. അന്ന് അവരൊരുമിച്ച് വന്ദേ മാതരം പാടി സ്റ്റേഡിയത്തിൽ ഇങ്ങനെ പാടി നമ്മൾ കളിക്കുന്ന സമയത്ത് അന്ന് ഭയങ്കര അന്നത്തെ പാകിസ്ഥാനായിട്ട് എന്തോ കളി നമ്മൾ കളിച്ചിരുന്നത്. ആ സാഫ് കപ്പ് നമ്മൾ കപ്പടിച്ചു. നമ്മൾ ഡോമിനേറ്റ് ചെയ്തിട്ട് തന്നെ കപ്പടിച്ചു. നമ്മൾ ഒറ്റ മാച്ചും ടീമും മോശമായിട്ട് കളിച്ചിട്ടില്ല. അപ്പോൾ ഫാൻസ് വേറെ തന്നെ ഒരു എനർജി കൊണ്ടുവരാൻ കഴിയും ഗ്രൗണ്ടിൽ. ഏത് ക്ലബിൻ്റെ ഫാൻ ബേസ് ആയിരുന്നു നല്ല ഇഷ്ടം? മോഹൻ ബഗാനാണോ, ഹൈദരാബാദ് ആണോ? എന്ത് ഈ ISL കളിച്ച ഏത് ഫാൻ ബേസ് ചെയ്യുന്ന അടിപൊളിയല്ലേ? മോഹൻ ബഗാൻ. ഓക്കെ. ബാംഗ്ലൂർ എനിക്കിഷ്ടമാണ്. പക്ഷേ നമ്പേഴ്സ് മോഹൻ ബഗാൻ ലാർജ് ഗ്രൂപ്പാണ് അവർ.
ഓക്കെ. ബാംഗ്ലൂർ ഫാൻസ് അടിപൊളിയാണ്, എല്ലാവരും ഉഷാറാ. ഉം. പക്ഷേ കൽക്കത്ത എന്ന് പറഞ്ഞാൽ ആ 65-70,000 ക്രൗഡ് അവരൊരു ഫുട്ബോൾ കൾച്ചർ വേറെയാണ്. വേറെ തന്നെയാണ് അവർ. ഫുട്ബോൾ നമ്മളെ കേരളത്തെ പോലെ ഒന്നുമല്ല. നമ്മൾ കേരളത്തിലേറെ ഉണ്ട്. ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞാലും എനിക്ക് ചിലപ്പോൾ കുറച്ച് അല്ല അല്ല ആയിരിക്കും. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം. എല്ലാവർക്കും അറിയണം, നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത്. ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. നാട്ടിൽ അധികം ഇങ്ങനത്തെ ആൾ ഈ തെറി വന്ന്. പിന്നെ നമ്മുടെ നാട്ടിൽ വേറെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ ഒരുപാട് നോട്ടീസ് ചെയ്ത കാര്യമാണ്, ഒരുപാട് പേരോട് ഞാൻ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം എന്തെങ്കിലും നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഒരുപാട് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഒരുപാട് കുട്ടികൾ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞതാട്ടോ. നമ്മുടെ നാട്ടിൽ നിങ്ങളിപ്പോൾ എന്തിൻ്റെ അടിയിൽ പോയാലും ഇപ്പം എനിക്കൊരു പ്രാവശ്യം എന്തോ ഒരു കാര്യം ഞാൻ പറഞ്ഞ സമയത്ത് എന്തോ ഇതിന് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഒരുപാട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കമൻസും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആരോ എന്തോ പറഞ്ഞിട്ട് അടിയിൽ കമൻസ് വന്നുകൊണ്ടിരിക്കും, തുറന്ന് നോക്കാൻ പറ്റാത്ത മെസ്സേജുകൾ. പക്ഷെ ഇത് ഞാൻ വെറുതെ ഇത് കണ്ടാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു ലൈഫ് ജീവിച്ചു വന്ന ആളെ ചെറുപ്പം തൊട്ട്. അപ്പോൾ എനിക്ക് മെൻ്റലി ഒരാൾ എന്നെ തെറി പറഞ്ഞാലോ അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അത് എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് ബാധിക്കാനും പോകുന്നില്ല. അപ്പം ഞാനിത് ഓരോ പ്രൊഫൈൽ വെറുതെ എന്തായാലും പണിയൊന്നുമില്ലാതെ വെറുതെ എടുത്ത് നോക്കി. ഇത്രയും കണ്ടപ്പോൾ ഞാൻ ചുമ്മാ എടുത്ത് നോക്കി. എല്ലാം ചെറിയ കുട്ടികൾ, എല്ലാവരും എന്താ പറയുക, എനിക്കൊരു ഭയങ്കര ഒരു ഷോക്കായി പോയി ആ സമയത്ത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് 2-3 ആൾക്കാരോട് സംസാരിച്ച് പോലും അതന്നെ പറയുന്നത്. അതിന് എന്തിൻ്റെ പേജിലെടുത്ത് നോക്കിയതോ ഇങ്ങനത്തെ ഇതൊക്കെ ഇപ്പോൾ കൂടുതലും വരുന്ന അങ്ങനെ ആ ഒരു ഏജ് കാറ്റഗറി എന്നുള്ള. ഇപ്പോൾ നമ്മൾ പക്ഷേ മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സിനായിട്ട് നമ്മൾ കളിച്ച സമയത്ത് ഞാൻ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ 2-1 തോറ്റ് നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ 2 റൺ അടിച്ച് നമ്മൾ 3-2 എന്തോ ജയിച്ചു മോഹൻ ബഗാൻ സമയത്ത്. അന്ന് ഹീറോ ഓഫ് ദ മാച്ച് ഞാനായിരുന്നു. അന്ന് നമ്മൾ ടീം ജയിച്ചു. അന്ന് പേഴ്സണലിലൊക്കെ വന്നിട്ട് മെസ്സേജ് ചെയ്യണ കമൻറ്റ് ചെയ്യുന്ന ചെക്കന്മാർ. പക്ഷേ എനിക്ക് എന്നെ തെറി വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടുള്ള അല്ല വിഷമം. നമ്മൾ ആ ഒരു ഏജ് കാറ്റഗറി ഉണ്ടല്ലോ, ഒരു 14. കാരണം ഞാൻ ഇതുവരെ ഇപ്പം എനിക്ക് 28 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കുട്ടികളെ കുറിച്ച് കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ ആ ഒരു രീതിയിൽ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്കിപ്പോൾ മോനായതിന് ശേഷം 1.5 വയസ്സായിട്ടുള്ള അവന് എങ്കിലും അപ്പം എനിക്ക് മനസ്സിലാകല്ലോ തുടങ്ങി നമ്മളെ ഉമ്മയിപ്പൊക്കെ നമ്മളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മൾക്കൊന്നും അവിടെ തട്ടുമ്പോഴോ വീഴുമ്പോഴോ കാരണം എനിക്ക് അവന് ഒന്ന് തട്ടുമ്പോഴോ വീഴും, അവന് ഫീവർ വന്നാൽ തന്നെ ഭയങ്കര ടെൻഷനാണ്. ഗ്രൗണ്ടിൽ പോയി ട്രെയിനിങ് ചെയ്യാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെയിനിങ് കഴിഞ്ഞാൽ നേരെ ഫോൺ എടുത്തിട്ട് എങ്ങനെയുണ്ട് അവൻ എങ്ങനെയുണ്ട് ചോദിക്കോളം ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുത്തില്ലെങ്കിൽ. അപ്പോഴാണ് ഞാൻ ശരിക്കും അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അത് കാണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും പിന്നെ എന്താണ് പിന്നെ ആ ഒരു എന്താണ് കഥ എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇത് കാണുമ്പോൾ അപ്പോൾ മെസ്സേജസിലാണെങ്കിലും ഒരുപാടുണ്ടാവും. മെസ്സേജസിൽ ആ ഒരു ഏജ് കാറ്റഗറിയുള്ള കുട്ടികളെ പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള തെറിവിളികളും പിന്നെ കാര്യങ്ങളും. സാല് ബ്ലാസ്റ്റേഴ്സിൽ പോകുന്നപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഓനും ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഞങ്ങൾ സംസാരം ഉണ്ടായിട്ടുണ്ടാവും കൺഫേം. പക്ഷെ പുള്ളിക്കാരൻ ഏറ്റവും കമ്മിയാണ്, പൊതുവെ കമ്മിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ കാര്യങ്ങൾ എടുത്ത് പറയുന്നോണ്ടായിരിക്കാം. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞില്ലെങ്കിൽ ഇതൊന്നും അറിയാനും പോകണില്ല, ഇതിനെതിരെ ഒരു ആക്ഷനും വരാൻ പോകുന്നില്ല. അപ്പം അന്ന് ആഷിഖ് പിന്നെ അർജന്റീനനെ കൊണ്ടുവരേണ്ട കാര്യം ആദ്യം റിപ്പോർട്ടർ റിവ്യൂവിൽ 2 മിനിറ്റ് 3 മിനിറ്റ് ആ കാര്യം തന്നെ. പിന്നെ അതിനുശേഷം ഇത് വന്നു, ഇതിൻ്റെ പൈസ ഇറക്കുന്നത് ഇവരാണെന്ന്, ആര് ഇങ്ങനെ സ്പോൺസേഴ്സ് ആണെന്ന്. ഓക്കെ, സ്പോൺസേഴ്സ് പൈസ. പക്ഷേ എനിക്ക് അപ്പോഴും എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ അർജന്റീന കൊണ്ടുവരുന്നതിന് നിങ്ങൾ വലിയ സംഗതിയാക്കിയിട്ട് നിങ്ങൾ സ്പോർട്സ് മിനിസ്റ്റർ ആണല്ലോ, അല്ലെങ്കിൽ വലിയ സംഗതി തന്നെയാണ്. പക്ഷെ ആക്കിയിട്ട് നിങ്ങളിത് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ വളരാൻ എന്ത് ചെയ്തു? അതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അതിനെന്തുകൊണ്ട് പ്രയോറിറ്റി കൊടുക്കുന്നില്ല? ഞാൻ അതാണ് ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ വളരാൻ നിങ്ങൾ എന്താ ചെയ്തത്? 10 വർഷമായി. ഈ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്താ ചെയ്തത്? ഒരു കാര്യം അല്ല, ഞങ്ങളും അതന്നെ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മലേഷ്യ, സിംഗപ്പൂർ ഇവരൊക്കെ ഈ റയൽ മാഡ്രിഡും അർജന്റീനയും ഇവരൊക്കെ ടൂർ നടത്താറുണ്ട് സീസണിൽ. എന്താ മാറ്റം വന്നത്? അല്ല, അവരൊക്കെ ഇന്ത്യയിലേറെ താഴെയാണ് മലേഷ്യ, ഏഷ്യയിലെ. ഒന്നും വേണ്ട, നമ്മളെ ഷൈജു ദാമോദരൻ സാർ നല്ല മനുഷ്യല്ലോ. ആളെ ഞാനിപ്പോൾ അടുത്ത് പറഞ്ഞൊരു കോട്ടുണ്ട്. അർജന്റീന വന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു സംഗതിയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. കൊൽക്കത്തയിൽ അർജന്റീന വന്നു പോയതല്ലേ, ബംഗ്ലാദേശിൽ അർജന്റീന വന്നു പോയതല്ലേ.
എന്ത് മാറ്റം അവിടെ വന്നത്? ഒരുപാട് കൺട്രീസിൽ എത്ര കൺട്രീസിൽ ഇവർക്ക് ഇത് എക്സിബിഷൻ മാച്ച്. ഇവരെ അസോസിയേഷൻ ഇതിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. 100 crore. ഇതുവരെ ബിസിനസ്സാണ്. മെസ്സി പോവോളം ഇവർ ഒന്നുകൂടി അത് ചിലപ്പോൾ കൂട്ടാൻ നോക്കും. കാരണം മെസ്സി പോയി കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം കിട്ടുന്നത്ര ബിസിനസ് കിട്ടില്ല. അപ്പം മെസ്സി ഉള്ളതുകൊണ്ടാണല്ലോ 100 കോടി. മെസ്സി ഇല്ലെങ്കിൽ അർജൻറ്റീന ടീമിന് 100 കോടി വരുമോ? നിങ്ങൾ തിങ്ക് ചെയ്താൽ മതി. മെസ്സി ഇല്ലെങ്കിൽ 100 കോടിക്ക് അർജൻറ്റീന ചാൻസ് കുറവാണ്. അപ്പോൾ ഇതൊരു ബിസിനസ് ടൈപ്പാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് മെസ്സിനെ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഇമോഷണൽ ഫീലിംഗ് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഇമോഷണൽ ഫീലിംഗ് വെച്ചിട്ടാണ് ഇവർ നമ്മളെല്ലാവരും തിരിക്കുന്നതെന്ന് എന്തുകൊണ്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ നാട്ടിൽ എന്തുകൊണ്ട് സ്പോർട്സിന് ഒരിത് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം വന്ന് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സംഗതി വന്നപ്പോൾ എല്ലാവരും ഒറ്റ ക്ലിക്കിന് മാറിയില്ലേ. നമ്മുടെ നാട്ടിലെ എല്ലാ അർജൻറ്റീന ഫാൻസും എല്ലാവരും മാറിയെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും കുറച്ച് ആൾക്കാരെ മാറ്റാൻ പറ്റിയില്ല അവർക്ക്. കുറച്ച് ആൾക്കാർ അവർക്ക് ഇമോഷണലി ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെ മാറ്റി. കുറച്ച് ആ ആൾക്കാർ ആ ഒരുപാട് ആൾക്കാരെ മാറ്റാൻ പറ്റിയില്ല. അതെ. ഇതെന്താ അർജന്റീന ഫാൻസിനായാലും അർജന്റീന ഫാൻസിന് ബുദ്ധിയുള്ളവർ പറയുന്നുണ്ട് കേട്ടോ, അതിന്റെ ആവശ്യമില്ല. അതെ. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരെ അപ്പോൾ ഒരുപാട് പേജസിൽ ഞാൻ കണ്ടു. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നത് എന്നെയാൻ സിഗാനും വെച്ചിട്ട് ഇവരെല്ലാം ആയിട്ടാണ് അർജന്റീന വന്നാൽ അങ്ങനെ ഇവിടുത്തെ ഇങ്ങനെ ഇത് വരും അത് വരും. അർജന്റീന കൊൽക്കത്ത വന്ന് പോയതാ. അർജന്റീന മാത്രമല്ല ബയൺ മ്യൂണിക്ക് വന്ന് കളിച്ചു പോയതാ കൊൽക്കത്തയിൽ. ഒരുപാട് ടോപ്പ് പ്ലേയേഴ്സ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ടോപ്പ് പ്ലേയേഴ്സ് കളിച്ചിരുന്ന സമയത്ത് ബയൺ മ്യൂണിക്ക് ഇവിടെ വന്ന് പോയതാ, കൽക്കത്ത വന്ന് പോയതാ. അർജന്റീന വന്ന് പോയതാ. വന്ന് അർജന്റീന വന്ന് മനസ്സിലായിട്ട് കളിച്ചു പോയതാ. എന്ത് മാറ്റം ഉണ്ടായത്? അവിടെ മാറ്റം ഉണ്ടായത് ഞാൻ പറഞ്ഞുതരാം. അവിടുത്തെ ഗവൺമെൻറ് അടിപൊളിയായിട്ട് കുറച്ച് ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിമെന്നാണ് അവിടെ മാറ്റം ഉണ്ടായത്. നിങ്ങൾ കൽക്കത്ത പോയിട്ടുണ്ടാവും ഇല്ലല്ലോ? കൽക്കത്ത നിങ്ങൾക്ക് ഒരുപാട് ഗ്രൗണ്ട്സ് കാണാൻ പറ്റും. ഒരുപാട് ഗ്രൗണ്ട്സ് അല്ല അല്ലല്ല അത് ഓര് വന്നോണ്ടല്ല. ഇത് ഞാൻ പറയുന്ന ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ടാക്കിയിട്ട ഗ്രൗണ്ടിന്റെ കാര്യമാണ് പറയുന്നത്. അർജന്റീന വന്നു പോയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന്റെ മുന്നേ അവിടുത്തെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് സ്റ്റേഡിയങ്ങളും ഗ്രൗണ്ടും ഉണ്ട് അവിടെ. അതാണ് അവിടെ ഉള്ളത്. അത് ഇവർ വന്നു പോയതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഇവർ വന്നു പോയി, പക്ഷെ അവിടെ ഓൾറെഡി അവിടെ ഒരുപാട് ഗ്രൗണ്ടും കാര്യങ്ങളും ഉണ്ട് ആ നാട്ടില്. അതാണ് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടത്. അല്ലാതെ പിന്നെ ഒരു ടീം വന്ന് ഒരു ദിവസം കളിച്ച് 90 മിനിറ്റ് കളിച്ച് പോലല്ല നമ്മുടെ നാട്ടിൽ എൻറ്റയർ സ്പോർട്സ്. ഫുള്ളി ഫുട്ബോളല്ല ഞാൻ പറയുന്നത്, എല്ലാ അത്ലറ്റ്സിനും എല്ലാ ഫുട്ബോളേഴ്സിനും. നമുക്ക് ഇത്ര ഇപ്പം ഞാൻ സ്പോർട്സ് ഹോസ്റ്റലിലാണ് പഠിച്ചു വന്നത്, ലണ്ടൻ ഗവൺമെൻറ്റിൻ്റെ സ്പോർട്സ്. ഞങ്ങളുടെ സമയത്ത് അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. അതിലൂടെ തന്നെ എനിക്ക് എൻ്റെ കൂടെ കളിച്ച ഒരുപാട് പ്ലേയേഴ്സ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഫുഡ് വളരെ മോശമാണെന്ന് പറയുന്നത്. ഫുഡിൻ്റെ മോശം, ഈ കുട്ടിക്ക് കളിക്കാൻ ഗ്രൗണ്ടില്ല. ഗ്രൗണ്ട് ഉണ്ട് ചെരലിൽ എങ്ങനെ ഓരോന്ന് പാസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ ഇനി കുറച്ച് ആൾക്കാർ വരും, IM വിജയൻ ചെരലിൽ കളിച്ചല്ലേ വലിയ പ്ലെയർ ആയതെന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മതി, മനസ്സിലായോ? ഇങ്ങനെയും ചോദിച്ച ആൾക്കാരുണ്ട്. ഞാൻ ചെരലിൽ മണ്ണ് ഗ്രൗണ്ടാണ് പറയുമ്പോൾ അപ്പോൾ IM വിജയൻ അങ്ങനെ വലിയ പ്ലെയറായി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. IM വിജയൻ ഒന്നേ ഉള്ളൂ. എന്നിട്ട് എന്താ അന്നത്തെ സമയത്ത് 10 IM വിജയൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താ അർജന്റീനയുടെ അടുത്ത് എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ അർജന്റീനക്ക്. എന്തോ ഒരു മെസ്സി, അവിടെ എന്താ 10 മെസ്സി ഇല്ലാത്തത്? അത് 100-ലോ 10,000-ലൊന്നോ അല്ലെങ്കിൽ ലക്ഷങ്ങളിലൊന്നോ പുറത്ത് വരുന്ന സാധനമാണത്. നാച്ചുറൽ സാധനം വരുന്ന അതെല്ലായിടത്തും വരില്ല. അത് വരണമെങ്കിൽ നമ്മൾ അതിനുള്ള ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ MSPയിലെ കുട്ടികൾ തന്നെ MSP പഴയ പോലെ ഫുട്ബോളിന്റെ അത് കേൾക്കുന്നില്ലല്ലോ. പണ്ട് സൂപ്പർ MSP എന്നൊക്കെ പറയുമ്പോൾ ഫുട്ബോൾ അവരെ കഴിഞ്ഞ ഒരുപാട് കോളേജിലോ അല്ലെങ്കിൽ ആഷിഖ് പഠിച്ച മഞ്ചേരിയിലെ കോളേജിലൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ കുറേ കുട്ടികൾ വേറെ കുറേ അക്കാഡമി വഴി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ISL മുത്തൂറ്റ് ISLൻ്റെ ഒരുപാട് ടീമിൻ്റെ അണ്ടറിലുള്ള അക്കാഡമീസിലൊക്കെ കുറേ വരൽ തുടങ്ങി. എങ്ങനെയാണ് ഒരുപാട് കാലം അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് MSPനെ കുറിച്ചിട്ട്. ഇപ്പൊ പഴയ പോലെ അങ്ങോട്ട് ആ പേരിങ്ങനെ പിന്നെ ഗ്രൗണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് ചെരൽ ഗ്രൗണ്ടാണ്. ചെരൽ ഗ്രൗണ്ടിൽ കുട്ടികൾ പൈസ ചെയ്ത് മുത്തൂറ്റ് പോയാൽ പറ്റും. നല്ല ഗ്രൗണ്ടിൽ പൈസ ചെയ്ത് വിടാം കുട്ടികൾക്ക്. സെയിം ഏജുള്ള കുട്ടികൾ തന്നെയാണ് മുത്തൂറ്റിലുള്ളത്. സെയിം ഏജുള്ള കുട്ടികൾ തന്നെയാണ് നമ്മൾ ISLൻ്റെ ഒരുപാട് അക്കാഡമീസിലുള്ളത്. ബെറ്റർ ഫെസിലിറ്റീസും ബെറ്റർ ഓപ്ഷൻസും ഉള്ള. ഞാൻ ഇപ്പുറത്തൊരു ഒരു ന്യൂസ് കണ്ടിരുന്നു. എൻ്റെ ഫോണിൽ ചിലപ്പോൾ ഉണ്ടാവും, എനിക്ക് ആരും അയച്ചു തന്നിരുന്നു. ഇന്ത്യൻ ടീമിലോട്ട് 8 മലയാളികൾ അതല്ല അതിൻ്റെ മുന്നത്തെ 4 മലയാളികളോ 3 മലയാളികളോ എനിക്ക് ഫുൾ ന്യൂസിൻ്റെ കയ്യിലുണ്ട്, ഇപ്പോൾ നോക്കിയാൽ കിട്ടും. ആ ന്യൂസിൽ മഷൂറാണ് അയച്ചെന്ന ന്യൂസ്.
ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള ഇതുപോലത്തെ ആ ന്യൂസ് ഞാൻ വായിച്ച എന്നാൽ തന്നെ അതിലെ ജോക്ക് കിട്ടും. അല്ല, ന്യൂസ് ചാനലിൽ ന്യൂസ് പത്രത്തിൽ വന്ന ഓക്കെ അതിൽ പറയുന്നത്, നമ്മളെ മിനിസ്റ്റർ പറയുന്നത്, നമുക്ക് കേരള ഗവൺമെൻറ് ഫുട്ബോളിൽ നടത്തുന്ന എല്ലാ ഇതുകൊണ്ടും ഇത്ര പ്ലേയേഴ്സ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ വന്നു എന്നാണ് ആ ന്യൂസിലുള്ളത്. ആഷിക്ക് ആ ടൈമിൽ ഇന്ത്യൻ ടീമിലുണ്ട്. ഞാൻ ആ 7 വർഷമായിട്ട് ഇന്ത്യൻ ടീം കളിക്കുന്നുണ്ട്. പിന്നെ വന്ന പ്ലേയേഴ്സ് എല്ലാം റിലയൻസ് നിന്നും. റിലയൻസ് എവിടെ? മുംബൈയിൽ. ആ പിന്നെ അത് ISLൻ്റെ കൂടുതലല്ല, അതിലുള്ള ചെക്കന്മാരൊക്കെ റിലയൻസിൽ നിന്ന് വന്ന ചെക്കന്മാരെ. അവർ 14 വയസ്സോട്ട് 13 വയസ്സോട്ട് റിലയൻസ് പോയ ചെക്കന്മാർ, അവിടുന്ന് കളിച്ചു വളർന്നു വന്ന ചെക്കന്മാരെ നാഷണൽ ടീമിലോട്ട്. പക്ഷെ മലയാളീസ് അല്ല, മലയാളീസാണ്. പക്ഷെ റിലയൻസ് ആണ് അവരെ ആൾ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഫുട്ബോളിന്റെ വികസനം കൊണ്ട് വന്നതാണ് ന്യൂസിൽ. മുംബൈയിൽ വന്ന ആൾക്കാരാണ്. മുംബൈ റിലയൻസിന്റെ അക്കാഡമിയിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ വന്ന പ്ലേയേഴ്സ്. പിന്നെ അത് നമ്മളെ ഈ വികസനം കൊണ്ട് വന്നതാണ്. ചിലപ്പോൾ കുറച്ച് അതിൽ ഇതാക്കാൻ പറ്റും. എന്താ പറയുക, ഞാൻ കുറച്ച് കാലം ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ ഇതിലുണ്ടായിരുന്ന ആളാണ്. പക്ഷെ അപ്പോഴും എൻ്റെ കരിയറിന് പിന്നെ കേരള ഫുട്ബോൾ തിരിച്ചു വരുന്നു, ദേശീയ സീനിയർ ടീമിൽ ഇത്ര പ്ലേസ് ഉണ്ട്. ഓക്കെ അതിൽ അവരുടെ കരിയറിൽ എന്താണ് കേരള ഗവൺമെൻറ് വഹിച്ച പങ്ക് എന്ന് എനിക്കറിയാൻ ഭയങ്കര താല്പര്യമുണ്ട് എനിക്ക്. ക്രെഡിറ്റ് എടുക്കണം അല്ലേ, മലയാളിയാണെങ്കിൽ. ഇല്ലാത്ത കാര്യത്തിലുള്ള ക്രെഡിറ്റ്, ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നെ കേട്ടോ. ഇത് ഇല്ലാത്ത കാര്യത്തിലുള്ള ക്രെഡിറ്റാ, മനസ്സിലായോ? ഇത് പക്ഷെ ഇതിൽ ന്യൂസിൽ കൊടുത്തത് അത് പിന്നെ ഇതുവരെ പ്ലേസ് ഇല്ലാത്ത ഇന്ത്യൻ ടീമിലുള്ള പറഞ്ഞ മലയാളി പ്ലേസ് ഉള്ള. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എത്രത്തോളം അവർക്ക് അറിയാം അതിനെക്കുറിച്ച് എന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ. വെറുതെ അതേമാതിരിയാണ് ഈ സംഗതി. അർജൻറ്റീനൻ്റെ അവർ വരും, കളിക്കും, പൈസ വാങ്ങിക്കും, പോവും. നമ്മുടെ നാട്ടിലുള്ള എല്ലാ അർജൻറ്റീന ഫുട്ബോൾ ഫാൻസിനും മെസ്സിൻ്റെ ഫുട്ബോൾ ഫാൻസിനും മെസ്സിനെ കാണാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ നമുക്ക് എന്ത് കിട്ടി? ഒന്നുമില്ല. അല്ല ആഷിഖ്, ഇപ്പോൾ അനസൊക്കെ കുറേ സംസാരിച്ചൊരു കാര്യമാണ്, ആഫ്റ്റർ റിട്ടയർമെൻറ്റ് പല പ്ലെയേഴ്സും ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർ ചില ആൾക്കാർ ബാങ്ക്റപ്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്, ഒരുപാട് സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫാമിലിയിലെ പ്രോബ്ലം തീർത്തു വന്നപ്പോഴേക്കും അവരെ പ്രൈം ടൈം കഴിഞ്ഞു ഫുട്ബോളിൽ. അപ്പോൾ ആഷിക്ക് ആ ഒരു കാര്യത്തിനെ ആലോചിച്ചിട്ട് ആ കാര്യത്തിനും വീണ്ടും ഇവരെ തന്നെ കുറ്റം പറയുള്ളത്. ഇപ്പം ഞാൻ വീണ്ടും ഇവരെ കുറ്റം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ കരുതും ഞാൻ ഇവർക്ക് അഗേൻസ്റ്റ് ആണ്, ഈ ഗവൺമെൻറ്റിൻ്റെ അഗേൻസ്റ്റ് ആണ്. ഈ ഗവൺമെൻറ്റിൻ്റെ അഗേൻസ്റ്റ് ആയതുകൊണ്ടല്ല, ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ് ആണല്ലോ ഇതിന് തീരുമാനം എടുക്കണ്ടേ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ പറയുന്നത്. ഈ സ്ഥാനത്ത് ഇനി വേറെ ഗവൺമെൻറ് ആണെങ്കിൽ ഓരെ പറയും. ഇപ്പം ഭരിക്കുന്നത് ഇവരാണ്, അപ്പം ഇവരോടെ ചോദിക്കാൻ പറ്റുള്ളൂ. എത്ര കാലേ അൻസക്ക, വിനീതേട്ടൻ ഒക്കെ ജോബിൻ്റെ ഇത് നടക്കുന്നത്. ജോബിൻ്റെ കാര്യം തന്നെ നാട്ടിലെ പ്ലേസിൻ്റെ ഇപ്പോൾ അൻസക്ക, പിന്നെ റീനോട്ടൻ, എല്ലാവരും ജോബിൻ്റെ കാര്യം. റീനോട്ടിനെ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. ആൾ പറഞ്ഞ് എന്താ പരിപാടി ഇങ്ങനെ ചോദിച്ചപ്പോൾ വൈഫിൻ്റെ നാട് മിസ്സാണ്, മഷിലോങ് അവിടെ പോയി സെറ്റിൽഡ് ആവുക, അവിടെ എന്തെങ്കിലും ജോബ് നോക്കുക, അവിടെ എന്തെങ്കിലും ജോബ് നോക്കിയാൽ അവിടെ കൂടാനാണ് പ്ലാൻ, അവിടെ ആകുമ്പോൾ ചിലവ് കുറവാണ്. അപ്പം ആൾക്കിപ്പോൾ ഒരു ജോബും ഇല്ല. ബാംഗ്ലൂർസിൻ്റെ ഒരു അക്കാഡമിയിൽ വർക്ക് ചെയ്യണം. നമ്മൾ കൺട്രിക്ക് വേണ്ടിയിട്ട് ഇത്ര കളിച്ചൊരു പ്ലെയർ, അങ്ങനത്തെ പ്ലെയർ നമ്മൾ ജോബ് കൊടുക്കുന്നില്ല. അവർ എത്ര ഫൈറ്റ് ചെയ്താൽ ജോബിന് കേട്ടിട്ട് അവരെ അറിയിക്കുന്ന ജോബാണ്, അല്ലാണ്ട് അറിയിക്കാത്തൊരു കാര്യത്തിനല്ല അവർ പോകുന്നത്. അപ്പോൾ അത് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. സ്വന്തം നാടിന് വേണ്ടി കളിച്ചിട്ട് അവർക്ക് വേണ്ടി എത്ര പേര് സംസാരിച്ചു നമ്മുടെ നാട്ടിലോ. ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെ ഒരു പുതിയ യങ് കെയർ എങ്ങനെ വരും, എന്ത് കണ്ടിട്ട് വരും? ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്നൊരു കുട്ടി ഫുട്ബോളിൽ ഇങ്ങനെ പോകുമ്പോൾ അവൾ എന്ത് കണ്ടിട്ട് ആ കുട്ടീനെ പറഞ്ഞേപ്പോൾ നാളെ നിങ്ങൾ കുട്ടിക്ക് എന്തെങ്കിലും സർജറി കഴിഞ്ഞ് എന്തെങ്കിൽ എന്തെങ്കിലും ആയി പിന്നെ കളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരിക അവരിൽ, ഓനെ എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കും. ഏതൊരു പേരൻസ് ആണെങ്കിലും ചിന്തിക്കൂലേ. ഓക്കെ, ഇപ്പോൾ ISL അത്യാവശ്യം പൈസയും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമുക്കറിയില്ലല്ലോ നാളെ എൻ്റെ കരിയർ നിന്നാലോ എന്തെങ്കിലും റീസൺ കൊണ്ട് എൻ്റെ നാളെ ഫുട്ബോൾ കരിയർ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് നമ്മളെ നാഷണൽ ടീം. അറ്റ്ലീസ്റ്റ് നാഷണൽ ടീം കളിച്ച പ്ലേയേഴ്സ്, ISL കളിച്ച പ്ലേയേഴ്സിന് ഞാൻ പറയുന്നില്ല, ഇന്ത്യക്ക് വേണ്ട കളിച്ച പ്ലേയേഴ്സിന് ജോബ് കൊടുത്തൂടെ? ആഷിഖ് പറയുന്ന ഈ സീനിയർ പ്ലേയേഴ്സ്, റിട്ടയർഡ് ആയ പ്ലേയേഴ്സൊക്കെ ഫിനാൻഷ്യലി പ്രശ്നത്തിലില്ലോന്നുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷെ നമ്മൾ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നത്തിൻ്റെ കാര്യമല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്, അടിക്കുന്ന ജോലിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അന്ന് അനുസരിച്ച് പ്രശ്നം വന്നത് ചിലവർ പറഞ്ഞിരുന്നു ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആണ്. അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ അല്ലേ എന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ പറയുന്ന ആൾക്കാരെന്താ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല? ആ പറയുന്ന ആൾക്കാർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്.
ഈ പറയുന്ന ആൾക്കാർ തന്നെയാണല്ലോ ഈ ഫുട്ബോൾ പിന്നെ എന്തിനാ അവർക്ക് ജോബ്? ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, അങ്ങനെ നോക്കിയിട്ട് ആ ജോബ് കൊടുക്കാറ്. അങ്ങനത്തെ ഒരു ഏത് ജോബിലാണ് അങ്ങനത്തെ നീ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ അല്ലേ നോക്കിയിട്ട് ജോബ് കൊടുക്കുന്നൊരു ജോബ്? അങ്ങനെയല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പാവാണോ നോക്കിയിട്ടാണ് ജോബ് കൊടുക്കൽ? അങ്ങനെയാണെങ്കിൽ പിന്നെ സന്തോഷത്തിൽ കളിച്ച് ഒരുപാട് പ്ലേസിന് ജോബ് പിന്നെ ഇപ്പോൾ കിട്ടാനുണ്ട് ഒരുപാട്. അവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് ജോബ് ഇല്ലല്ലോ. സമയത്തല്ല കൊടുക്കുന്നത്. പാവാണോ അല്ലേ നോക്കിയിട്ടല്ലല്ലോ നിങ്ങൾ ജോബ് കൊടുക്കേണ്ടത്. സന്തോഷ് ട്രോഫി കളിച്ചല്ല നമ്മൾ കപ്പടിച്ച് കഴിഞ്ഞാൽ ഒരു റൂളുണ്ട്. സന്തോഷ് ട്രോഫി കളിച്ച് കപ്പടിച്ച് കഴിഞ്ഞാൽ ജോബ് ഗവൺമെൻറ് ജോബ് കിട്ടുന്നത്. പാവാണോ അല്ലേ നോക്കിയിട്ട് അവർക്കാരും ഇല്ലല്ലോ. ഇതിന് തന്നെ നാഷണൽ ടീമിൽ കളിച്ചൊരു പ്ലെയറിന്, ഇന്ത്യൻ ടീമിൽ കളിച്ചൊരു പ്ലെയറിന് ആൾ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആണല്ലേ നോക്കിയിട്ടല്ലല്ലോ കൊടുക്കേണ്ടത്. ആളത് അറിയിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതൊരു ബഹുമതിയായിട്ട് കൊടുക്കേണ്ട സാധനം. ഇവിടെ നമ്മുടെ നാട്ടിൽ വളർന്ന പ്ലേയേഴ്സിന് മനസ്സിലാവും, യെസ് നാഷണൽ ടീമിൽ കളിച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ സെക്യൂർ ആണ്. ഇപ്പോൾ ചോദിച്ചു അപ്പോൾ ആളോട്ടായിട്ട് വരും. പിന്നെ ഫുട്ബോളിലോട്ട് അല്ലെങ്കിൽ ഏത് സ്പോർട്സിലോട്ടാണെങ്കിലും. നമ്മുടെ നാട്ടിലൊക്കെ ദേശീയ മീറ്റിലൊക്കെ ഇപ്പോൾ ഭയങ്കര മോശമല്ലേ നമ്മളെ എല്ലാ സ്പോർട്സിനും സപ്പോർട്ട്, എല്ലാ രംഗത്തുള്ള സ്പോർട്സ്. ഇതിനാണ് ഇപ്പോൾ അടുത്തെല്ലാം നമ്മൾ കേരളം അടിപൊളിയായിട്ട് വന്നു എന്നുള്ള ഒരു ഫുട്ബോളിന് വരാറുണ്ട്. കാരണം നമ്മുടെ ഫുട്ബോളിൽ നാച്ചുറലി ഒരു വളക്കൂറുള്ള മണ്ണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. പക്ഷെ അതിനപ്പം നമ്മൾ ആലോചിച്ചോക്കി, അതിന് കിട്ടുന്ന പോലത്തെ വളം കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്ലേയേഴ്സൊക്കെ എവിടെ എത്തുന്നുണ്ട്. ആഷിഖ് അതേപോലെ ബ്രാൻഡ്സ് ഒക്കെ പ്രൊമോഷൻ അല്ലെങ്കിൽ അംബാസഡർ ആയിട്ടുള്ള ഒരു എനിക്കിപ്പോൾ സ്കെച്ചേഴ്സ് നിങ്ങൾ ഇടുന്ന നയിക്കാൻ നമ്മുടെ ബൂട്ടിന് അതിനൊന്നും അമൗണ്ട് വരുന്നില്ല, സ്പോൺസർഷിപ്പ് അമൗണ്ട് വരുന്നില്ല. അത് നിങ്ങൾ തന്നെ മേടിക്കണ്ടാവും. ഞാൻ മുന്നേ എനിക്ക് നയിക്കായിരുന്നു 5 വർഷം ഫുട്ബോൾ ബൂട്ട്. അതിന് എനിക്ക് കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഒരേക്ക്. സ്പോൺസർഷിപ്പ് അമൗണ്ട് വരുന്നുണ്ട്. സ്പോൺസർഷിപ്പ് എല്ലാ പ്ലേയേഴ്സിനും വരുന്നുണ്ട്. ഐസിൽ കളിക്കണം എല്ലാവർക്കും ഇല്ല. സെലക്ടഡ് പ്ലേയേഴ്സിന് ഇന്നീസിന് കളിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ഈ മോസ്റ്റ് ഓഫ് ദ പ്ലേയേഴ്സ്. അതേപോലെ എങ്ങനെ ബൂട്ട്സ് തരിക നിങ്ങൾക്ക് ഒരു ടൈം വരെ ഇങ്ങനെ ബൂട്ടാണ് അത് പുതിയ ട്രെൻഡ്? ഇപ്പോൾ എനിക്ക് 2 വർഷം സ്കെച്ചേഴ്സിൻ്റെ കോൺട്രാക്ട്. അപ്പോൾ 1 വർഷം കഴിഞ്ഞു. അവരിപ്പോൾ പുതുതായി ഫുട്ബോളിൽ വന്നത് സ്കെച്ചേഴ്സ്. അപ്പോൾ അവർക്ക് ഫുട്ബോൾ ബൂട്ടുണ്ട്. അത് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ടാസ്ക് പോയത്. ഓക്കെ, ഇപ്പോൾ വന്നതാവില്ല സ്കെച്ചേഴ്സ്. നമ്മൾ ഷൂർ ആൻഡ് മാത്രമല്ലേ സ്കെച്ചേഴ്സ് അപ്പോൾ പുതിയത് സ്കെച്ചേഴ്സ് ബൂട്ട്. അതല്ല അവരപ്പോൾ എങ്ങനെ ബൂട്ട്സ് ഒക്കെ പുതിയത് വരും? അവരിങ്ങനെ പുതിയത് നമുക്ക് അയച്ചു തരും. നമ്മൾ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് മന്ത്ലി ആണോ അതോ അല്ലാണ്ട് നമ്മുടെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അവർ അയച്ചിരും. ഞങ്ങൾക്ക് ഗെയിം ടൈമിനനുസരിച്ച് അമൗണ്ട് കൂടുക. അതായത് ഇങ്ങനെ അത് ഡിപ്പെൻസ്. ഓരോരുത്തർക്കും ഓരോ കോൺട്രാക്റ്റ് ആയിരിക്കും. ഓരോ പ്ലേസ് പലരും ഉണ്ട്. ഇപ്പോൾ സുനിൽ ഭായിയും പിന്നെ റാൽബക്കെ പിന്നെ സുഭാഷിഷ് ബോസ് ഒരുപാട് പേരുണ്ട് സ്കെച്ചേഴ്സിന്. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് കോൺട്രാക്ട്സ് ആയിട്ട് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ട്. ഓക്കെ, അതെ, ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയറിൻ്റെ റവന്യൂ സ്ട്രീം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, ക്ലബിൽ നിന്നും അല്ല ഇന്ത്യൻ ടീമിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന ബ്രാൻഡ് കൊളാബറേഷൻസ്, ഇതുപോലത്തെ ഫുട്ബോൾ ബൂട്ടും മെർച്ചൻഡൈസിങ് വഴി വരുന്ന ഇൻകം റവന്യൂ സ്ട്രീംസ് വേറെ എന്തെങ്കിലും ഉണ്ടോ ഒരു ആവറേജ് ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയറിൻ്റെ റവന്യൂ സ്ട്രീം? ISL ക്ലബ് സാലറി ഇല്ലാണ്ടാണ് ചോദിക്കുന്നത്. വലിയ ടീം എന്നുള്ള രീതിക്ക് ഒരു പ്ലെയറിന് അങ്ങനെ എൻ്റെ ടീമിൽ വളരെ ചെറിയൊരു പൈസ കിട്ടുന്നുള്ളൂ. ദിവസം 1500-1000 തോന്നുന്നു ദിവസം നാഷണൽ ടീമിൽ നിന്ന് കിട്ടില്ല. മാച്ചുള്ള സമയത്ത് മാത്രം, നമ്മൾ ടീമിൻ്റെ കൂടെയുള്ള സമയത്ത് മാത്രം 1000-1500 തോന്നുന്നു. സീരിയസ്ലി 1000-1500. അതായത് ഈ 15 ദിവസം ക്യാമ്പിന് അപ്പോൾ 15,000 ഉള്ളൂ. അത്ര പേരുള്ളൂ. അത്രേ ഉള്ളൂ. ആരാണോ ഇന്ത്യൻ ടീമിൽ പൈസ വേണ്ടി കളിക്കുന്നത്? മനസ്സിലാവില്ല. ആരോ പൈസ മൈൻഡ് ചെയ്യാറില്ല. അത് എന്തെങ്കിലും അക്കൗണ്ടിലോട്ട് വരും, എന്തെങ്കിലുമൊക്കെ വരും. അന്ന് വരുമ്പോൾ എന്താ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കാണുമ്പോൾ ആദ്യം അവിടെ നിന്ന് വന്നാണ് മനസ്സിലാവും. അത്രേ ഉള്ളൂ. നമുക്ക് ഞാൻ 1 രൂപ കിട്ടിയിട്ടില്ലേലും കളിക്കും എല്ലാവരും. മാത്രമല്ല ഏതൊരു പ്ലെയർ നാഷണൽ ടീമിൻ്റെ ജേഴ്സി ഇടാൻ 1 രൂപ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലേലും അങ്ങോട്ട് കൊടുത്ത് കളിക്കാൻ ആൾക്കാർ റെഡി. അതെ, ആ ജേഴ്സിൻ്റെ പവർ അതാ. ആ പൈസ കണ്ടിട്ട്. പക്ഷെ നിങ്ങളിപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് മനസ്സിലായി. പക്ഷെ അങ്ങനെ ചേഞ്ചസ് വരും എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ വെറുതെ പൊളിക്കണം. കാരണം വെച്ചാൽ ഒരു ബിഗ് ചേഞ്ച് വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തോട്ട് കൂടെ ചേഞ്ച് വരും. പക്ഷെ ആ റെസ്പോൺസിബിലിറ്റി നമ്മളെ കയ്യിലാണ്, കളിക്കുന്നവരുടെ കയ്യിലാണ്. ടീമിനുള്ള പോയിക്കുന്നു ആ ഒരു ചേഞ്ചസ് കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെയാണ് നമ്മളെ റെസ്പോൺസിബിലിറ്റിയോ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇനി ഒരു അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ആഷിഖ് ഒരുപാട് പാരൻസ് ഇപ്പോൾ ഇത് കാണുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ചെറിയ കുട്ടികൾ 4-5 വയസ്സ് അല്ലെങ്കിൽ 6-7 വയസ്സുള്ളവരുണ്ടാവും. അവർക്കൊരാഗ്രഹം ഉണ്ടാവും, എൻ്റെ കുട്ടീനെ ആഷിഖ് ഇപ്പോൾ അവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഇത് മുകളിലോട്ട് എത്തിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അവരോട് എന്താ ആഷിഖിൽ പറയാനുള്ളത്? ഇതന്നെ അവർ പ്രോപ്പറി ഏതെങ്കിലും നല്ല അക്കാഡമിയിൽ കൊണ്ടുപോയി ചേർത്ത്. ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് അക്കാഡമി ഉണ്ട്. പക്ഷെ നിങ്ങൾ ചേർത്തുമ്പോൾ
ആ അക്കാഡമിയിൽ നിന്ന് പുറത്തെത്ര കുട്ടികൾ വരലുണ്ട്, ഏതൊക്കെ ക്ലബ്ബിൽ പോയി കളിക്കലുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നേരത്തെ മുറ്റത്ത് പറഞ്ഞ പോലെ തന്നെ അവർ വെറുതെ എടുക്കില്ല. അവർ ക്വാളിറ്റി നോക്കിയിട്ട് ട്രയൽസിന് ഇറങ്ങിയിട്ട് ക്വാളിറ്റി മാത്രം എടുക്കും. അതുപോലെ ഒരുപാട് അക്കാഡമീസ് ആണ് നാട്ടിലുണ്ട്. നല്ല അക്കാഡമീസ് പോയി ജോയിൻ ചെയ്യാൻ നോക്കുക. ആ വീട്ടിൽ നിന്ന് പുറത്ത് ട്രയൽസിന് ഒരുപാട് ട്രയൽസ് വരുന്നുണ്ടാവും. അതൊക്കെ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് ട്രയൽസിനെ കുറിച്ച്. അതിനൊക്കെ കൊണ്ടുപോവുക, നല്ല ഭക്ഷണം കൊടുക്കുക, ട്രൈ ചെയ്യുക. എല്ലാവരും കൊണ്ട് ട്രൈ ചെയ്യുക, കഴിഞ്ഞു തരില്ല, പക്ഷേ ട്രൈ ചെയ്യുക. അവർക്ക് നല്ല അതിലെ മന്തിയും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് നല്ല ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. അവരെ കരിയറിന് മാത്രമല്ല അവരുടെ ഹെൽത്തിന് എപ്പോഴും അതൊരു ഇതായിരിക്കും. ആഷിഖ്, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിൻ ദ പോഡ്കാസ്റ്റ്. ആദ്യം ആഷിഖ് പറഞ്ഞ 1 മണിക്കൂർ തന്നെ പറയാനുള്ള കണ്ടന്റ് ഉണ്ടാവും എന്നറിയില്ല. ഇതിപ്പോൾ 2 മണിക്കൂറായിട്ട് ആഷിഖിന് പറഞ്ഞു തീർന്നിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. മിക്കവാറും നമുക്കൊരു പാട്ട് കഴിക്കേണ്ടി വരും. നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് ബാംഗ്ലൂരിലോട്ട് വരാൻ അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. അപ്പോൾ ഞങ്ങൾ ആഷിഖെ ഈ പറഞ്ഞതിനുള്ളൊക്കെ തെറിയൊക്കെ കിട്ടിയിട്ട് അന്ന് നമുക്കൊരു റിപ്പീറ്റ് എടുക്കാം. പറഞ്ഞതിനുള്ള പിന്നെ അനസക്കാൻ വെച്ചിട്ടൊക്കെ എടുക്കാം. അപ്പം നിങ്ങൾ ഒരുമിച്ച് കിട്ടണ്ടേ? അനസ് ഇൻഷാ അല്ലാ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ. അപ്പോൾ താങ്ക് യു ആഷിഖ്.